മൂവ്മെന്റ്സ് ആട്ടാ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, രാത്രി ഏതാ പറഞ്ഞിട്ടില്ല? കെമിക്കൽ ഏതാണോ? സോറി, മറ്റേ നൈറ്റ് ഏതാ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണോ നൈറ്റിലെ? രാത്രി ടൈം ടേബിൾ ഇട്ട് ക്ലാസ്സിൽ നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രോഗ് മാത്രമല്ലേ ഉള്ളൂ സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ? ഓക്കെ, അപ്പൊ എനിക്ക് സ്ലൈഡുകൾ വ്യത്യാസം വരുത്താനുണ്ട്. ക്രാഷിലെ പിള്ളേർക്ക് എല്ലാം എടുത്തു കൊടുക്കണം. അപ്പൊ സെയിം സ്ലൈഡാ, അപ്പൊ അതെനിക്ക് വ്യത്യാസം വരുത്താനുണ്ട്. നിങ്ങൾക്ക് ഫ്രോഗ് മാത്രം പോലെ എർത്ത് വേമും കോക്രോച്ചും ഒന്നും വേണ്ടല്ലോ. എന്താ ചൂടാണോ? ലോക്കോമോഷന്റെ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, സ്റ്റാർട്ട്. ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, നെക്സ്റ്റ് ടെക്സ്റ്റ് ഇൻട്രൊഡക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ലോക്കോമോഷനും മൂവ്മെന്റും എന്താന്നുള്ളത്. ഓക്കെ, രണ്ടും ഒന്നാ? ലോക്കോമോഷനും മൂവ്മെന്റും ആണോ? ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എന്തൊക്കെ കോപ്രായം കാണിച്ചാൽ എന്താണ്? ദീസ് ആർ മൂവ്മെന്റ്സ്. ഓക്കെ, മൂവ്മെന്റ്. ലോക്കോമോഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ചേഞ്ചുകൾ ഉണ്ടായാൽ മാത്രമാണ് അത് എന്താവുള്ളൂ? ലോക്കോമോഷൻസ് ആവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഹാൻഡ് മൂവ്മെന്റ്സ് ആവാം, ലെഗ് മൂവ്മെന്റ്സ് ആവാം, ഐ മൂവ്മെന്റ്സ് ആവാം, ഇതെല്ലാം മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, പക്ഷെ ലോക്കോമോഷൻ എന്ന് വരണമെങ്കിൽ എന്തായിരിക്കണം? ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ലോക്കോമോഷനും അതാണ് മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഓക്കെ, ഇനി ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സും മൂവ്മെന്റ് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറും സിമിലർ തന്നെയായിരിക്കും ഒരുവിധം എല്ലാ ഓർഗാനിസങ്ങൾക്കും. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. ഏത്? പാരമീസിയം. പാരമീസിയം എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 10ൽ പഠിച്ചല്ലേ പാരമീസിയം എന്ന് പറഞ്ഞൊരു ഓർഗാനിസത്തിനെ? അവിടെ ഇങ്ങനെ സാധനം അതിലിങ്ങനെ കുറെ സീലിയ ഉണ്ടായിരിക്കും. പഠിച്ചോർമ്മയിട്ടാ പാരമീസിയം. ഓക്കെ, ഈ പാരമീസിയത്തിന് എന്തുണ്ട്? പുറത്ത് ചുറ്റും എന്തുണ്ട്? സീലിയ ഉണ്ട്. സീലിയ ഫ്ലജല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കേൾക്കുന്ന സാധനമായിരിക്കും. നമുക്ക് കയ്യും കാലൊക്കെ അല്ലേ, അതേപോലെ കുഞ്ഞു കുഞ്ഞു ഓർഗാനിസങ്ങളുടെ കയ്യും കാലുമാണ് സീലിയ ഫ്ലജല്ല ഒക്കെ. സീലിയ ഫ്ലജല്ല എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുറ്റം അടിച്ചു വരുന്ന ചൂലില്ലേ, അതുപോലെ ഉണ്ടായിരിക്കും സീലിയ. ഫ്ലജല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അകത്തൊക്കെ അടിച്ചു വരാൻ യൂസ് ചെയ്യുന്ന ചൂലില്ലേ, അതുപോലെ ഉണ്ടാവും ഫ്ലജല്ല. അതാണ് ബേസിക്കലി സീലിയും ഫ്ലജല്ലയും നമ്മൾ വ്യത്യാസം. ഫ്ലജല്ല എന്തായിരിക്കും? കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരിക്കും. സീലിയ എന്തായിരിക്കും? ഭയങ്കര ഷോർട്ട് ആയിരിക്കും, അതേപോലെ തന്നെ പിൻ പോയിന്റഡ് ആയിരിക്കും. അതാണ് സീലിയും ഫ്ലജല്ലയും നമ്മളുടെ വ്യത്യാസം. ഓക്കെ, അപ്പൊ പാരമീസി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സീലിയ യൂസ് ചെയ്തിട്ടാണ് ലോക്കോമോഷന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാരമീസിയത്തിന്റെ അകത്ത് ഫുഡ് ഇറങ്ങില്ലേ, ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. ഈ ട്യൂബിന്റെ അകത്ത് ഫുൾ എന്തുണ്ടായിരിക്കും? സീലിയ ഉണ്ടായിരിക്കും. ഈ സീലിയ യൂസ് ചെയ്തിട്ടാണ് പാരമീസിയം ഫുഡ് വിഴുങ്ങുന്നത്. ഓക്കെ, സൈറ്റോഫാരിങ്സ് എന്ന് പറയും ആ ട്യൂബിന്. ഓക്കെ, സൈറ്റോഫാരിങ്സ് ആണ് ഈ ട്യൂബിന് പറയുക. ഓക്കെ, ആ ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അകത്തുള്ള സീലിയ യൂസ് ചെയ്തിട്ടാണ് ഫുഡ് വിഴുങ്ങുന്നത്. ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. പാരമീസിയം യൂസസ് സീലിയ പ്രസന്റ് ഇൻ ദ സൈറ്റോഫാരിങ്സ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് അല്ലേ. അതേപോലെ തന്നെ സെയിം സീലിയ ഹെൽപ്സ് ഇൻ ദ ലോക്കോമോഷൻ. കണ്ടോ? ടെക്സ്റ്റിന്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ തൊട്ടടുത്ത സ്ഥാനത്തിൽ ഹൈഡ്രയെ പറ്റി പറയുന്നുണ്ട്. ഹൈഡ്ര എവിടെ കേട്ടിട്ടില്ലേ? ഹൈഡ്ര നിങ്ങൾ മറ്റേ ഇതിലല്ലേ, ക്യാപ്റ്റൻ അമേരിക്കയിലാണോ? ഹെയിൽ ഹൈഡ്ര അതിൽ പറയില്ലേ ഹൈഡ്ര? ക്യാപ്റ്റൻ അമേരിക്കയിലല്ലേ പറയുന്നത്? എവിടെ ഏതോ ഒരു ഇതിൽ പറയും, മാർവലിലെ ഏതോ സീരീസ് ഉണ്ട് ഹൈഡ്രനെ പറ്റി പറയുന്നുണ്ട്. ആ ഹൈഡ്ര അല്ല, ഇതേതാണ്? നമ്മൾ അനിമൽ കിങ്ഡത്തിൽ ഒരു ഹൈഡ്ര പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്ര, അതേപോലെ തന്നെ അഡാംസിയ, ജെല്ലി ഫിഷ്, ഇതൊക്കെ ഏതിലാ? സീലൻഡ്രേറ്റ്സ് പഠിച്ചു ഓർമ്മയുണ്ടോ? സീലൻഡ്രേറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രയും അഡാംസിയും ഒക്കെ. ഓക്കെ, ആ ഹൈഡ്ര എന്താ യൂസ് ചെയ്യുന്നത്? ഫ്ലജല്ലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഹൈഡ്ര ക്യാൻ യൂസസ് ടെൻഡക്കിൾസ് ഫോർ ക്യാപ്ചറിങ് ഓഫ് പ്രേ ആൻഡ് ഫോർ ലോക്കോമോഷൻ കേട്ടോ. ഓക്കെ, ടെൻഡക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ലോക്കോമോഷനും അതേപോലെ തന്നെ പ്രേനെ പിടിക്കാനും കേട്ടോ യൂസ് ചെയ്യുന്നത്. ഹൈഡ്രയുടെ കാര്യം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ലാസ്റ്റ് ചെറിയൊരു കാര്യം കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതായത് ഈ എന്തിനു വേണ്ടിയിട്ടാണ് ലോക്കോമോഷൻ യൂസ് ചെയ്യുന്നത്? ലോക്കോമോഷൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയാവാം. ഷെൽട്ടർ തേടിയിട്ടാവാം, അല്ലെങ്കിൽ ഫുഡ് തേടിയിട്ടാവാം, അല്ലെങ്കിൽ മെയ്റ്റിനെ തേടിയിട്ടാവാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു തന്നു. അടുത്ത ടെക്സ്റ്റ് അല്ല മുന്നത്തെ പ്രീവിയസ് ടെക്സ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സിലോട്ട് പോവാം. ഓക്കെ, ബേസിക്കലി ടെക്സ്റ്റിൽ പറയുന്ന 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? അമീബോയ്ഡ് മൂവ്മെന്റ്സ് ഉണ്ട്, സീലിയറി മൂവ്മെന്റ്സ് ഉണ്ട്, മസ്കുലാർ മൂവ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കാറ് കേട്ടോ. എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കാറ്. ടെക്സ്റ്റിലുള്ള സെയിം എക്സാമ്പിൾസ് നമുക്ക് പഠിച്ചേക്കുന്നുണ്ട് കേട്ടോ. അതായത് അമീബോയ്ഡ് മൂവ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ നിങ്ങൾ അമീബേനെ കണ്ടിട്ടുണ്ടോ? അമീബയും പണ്ട് 10ൽ പഠിച്ചല്ലേ? പാരമീസി ഒക്കെ പഠിച്ചതിനൊപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അമീബ. നമ്മൾ ഛർദ്ദിച്ച വെച്ചാൽ എങ്ങനെ ഉണ്ടാവും?
ആര് ഷേപ്പ് ആയിരിക്കും? അമീബ. ഇങ്ങനെ ഷേപ്പ് ആയിരിക്കും അമീബ. ഇങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോമിലായിരിക്കും അമീബ ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ അമീബ എങ്ങനെ മൂവ് ചെയ്യുക? അമീബ യൂസസ് സ്യൂഡോപോഡിയ. എങ്ങനെ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് ഫീറ്റ് എന്നാ. ശരിക്കും അതിന് കാലുണ്ടോ ചോദിച്ചാൽ കാലില്ല. ഓക്കെ, പക്ഷെ അത് കാല് പോലെയുള്ള ഒരു സാധനം വെച്ചാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ കാർപ്പറ്റ് ഇങ്ങനെ എഴഞ്ഞഴിഞ്ഞ് പോവില്ലേ? എടാ നിങ്ങൾ കാർട്ടൂണൊന്നും കാണാത്ത പിള്ളേരായോണ്ടാണ്. എടാ ഈ ഒരു കാർട്ടൂണിലൊക്കെ ഉണ്ടല്ലോ മറ്റേ എടാ ഏത് കാർട്ടൂൺ? ആ ടോം ആൻഡ് ജെറിയിലൊരു മന്ത്രവാദിനി ഇങ്ങനെ ഒരു കാർപ്പറ്റ് യൂസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ടാ? ആ ഉണ്ടല്ലേ. ആ കാർപ്പറ്റ് മൂവ് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഇളകി 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 പറന്ന് പോവില്ലേ? അതേപോലെയാണ് ആക്ച്വലി അമീബ മൂവ് ചെയ്യുക. ഓക്കെ, അതിന് ആക്ച്വലി ലെഗ് ഉണ്ടോ ചോദിച്ചാൽ ലെഗ് ഇല്ല. അതിന് ലെഗിന്റെ പണി എടുക്കുന്ന ആരാ? സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞ സക്സസ്. ഇതിന്റെ അടിയിൽ രണ്ട് കുഴൽ പോലെ സാധനങ്ങളുണ്ടായിരിക്കും. ഇതിന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ. അത് ഇങ്ങനെ ക്രോൾ ചെയ്തിട്ടാ പോവുക. ഓക്കെ, സ്യൂഡോപോഡിയ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഈ സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് പറയും? അമീബോയിഡ് മൂവ്മെന്റ്സ് പറയും. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് അമീബോയിഡ് മൂവ്മെന്റ്സ് എന്ത് യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്? സ്യൂഡോപോഡിയ യൂസ് ചെയ്ത് മൂവ് ചെയ്യുന്നു. ഓക്കെ, അത് ആരിലാണ് കാണുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആരിലാണ് കാണുന്നത്? മാക്രോഫേജസിലും ചില ലൂക്കോസൈറ്റ്സിലും ആണുള്ളത് കേട്ടോ. മാക്രോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീബയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സെല്ലാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? മാക്രോഫേജസ് എന്ത് ചെയ്യും? പുറത്തുനിന്നുള്ള ഏതെങ്കിലും വൈറസോ ബാക്ടീരിയ ഒക്കെ ബോഡിയിലോട്ട് കയറി കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്യും, വിഴുങ്ങിയിട്ട് കൊല്ലും. അതാണ് മാക്രോഫേജിന്റെ പണി. ഓക്കെ, ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലൂക്കോസൈറ്റ്സ് WBCയുടെ വേറെയാണ് ലൂക്കോസൈറ്റ്സ് കേട്ടോ. WBCന്റെ വേറെയാണ് ലൂക്കോസൈറ്റ്സ്. ഓക്കെ, എർത്രോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ RBCന്റെ വേറെ പേര്. ഓക്കെ, ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ WBCന്റെ വേറെ പേര്. ഓക്കെ, ചില WBCസും അതേപോലെ തന്നെ മാക്രോഫേജസും ആണ് ഈ മൂവ്മെന്റ് എക്സിബിറ്റ് ചെയ്യണം കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അടുത്തത് സീലിയറി മൂവ്മെന്റ്സ്. സീലിയറി മൂവ്മെന്റ്സ് എങ്ങനെയാ? നേരത്തെ പറഞ്ഞേ ഇതേപോലെ തന്നെ ഒരു ട്യൂബ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ട്യൂബ് ഉണ്ടായിരിക്കും. ഇതിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും? കുഞ്ഞ് രോമം പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഹെയർ പോലത്തെ സാധനങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഇതിന് പറയുന്നത് സീലിയ. ഈ സീലിയ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. സീലിയയുടെ ഹെൽപ്പോട് കൂടെ മൂവ്മെന്റ് നടക്കുന്നു. അതിന് സീലിയറി മൂവ്മെന്റ്സ് പറയും. എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തുള്ള ഇമ്പോർട്ടന്റ് ആണ്. 2 ട്യൂബുലാർ ഓർഗൻസിലെ മൂവ്മെന്റ് ആണ് പറയുന്നത്. ട്യൂബുലാർ ഓർഗൻസ് പറഞ്ഞാൽ ട്യൂബുള്ള ഓർഗൻസ്. ഒന്നേതാ? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏതാ? ബ്രോങ്കയില്ലേ? നിങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റം, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ അതിലെന്തുണ്ട്? നേസൽ പാസേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് ട്രക്കിയൊക്കെ എത്തുന്നുണ്ട്. ഈ ട്രക്കിയൊക്കെ പോയി ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്കയാവും, പ്രൈമറി ബ്രോങ്കയാവും, ലാസ്റ്റ് ആൽവിയോളയിൽ പോയി എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതില് ബ്രോങ്കയിലൊക്കെ എന്തുണ്ട്? സീലിയ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ മൂവ്മെന്റ് ഓഫ് ദ മ്യൂക്കസ് ഇല്ലേ? മ്യൂക്കസ് എന്താ? മൂക്കിൽ കഴിയിട്ടൊക്കെ ഒരു സാധനം കിട്ടില്ലേ? അതിന് പറയുന്നതാണ് മ്യൂക്കസ്. എന്താ അതിന്റെ പണി? എന്താ മ്യൂക്കസിന്റെ പണി? എന്താ? പുറത്തുനിന്ന് വരുന്ന ഡസ്റ്റ് അതേപോലെ തന്നെ ഫോറിൻ ഒബ്ജക്ട്സിനൊക്കെ ട്രാപ്പ് ചെയ്ത് നിർത്തുക. ഈ ഡസ്റ്റ് എന്തൊക്കെ ആൽവിയോളയിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൽവിയോളനെ ഡാമേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡസ്റ്റിനിങ് സാധനങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യല് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കും. ഇതിൽ മ്യൂക്കസിൽ ഒട്ടിപ്പിടിച്ച് കിടക്കും. അപ്പൊ എങ്ങോട്ട് പോവില്ല? ആൽവിയോളയിൽ എത്തില്ല. ഓക്കെ, ആൽവിയോള എത്തുന്ന വരെ ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ മ്യൂക്കസിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ആര് യൂസ് ചെയ്യുന്നത്? സീലിയ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സീലിയറി മൂവ്മെന്റ്സ് ആർ സീൻ ഇൻ എവിടെയാണ്? ബ്രോങ്കൈ ആൻഡ് റെസ്പിറേറ്ററി പാസേജ് കേട്ടോ. ടെക്സ്റ്റ് ഉണ്ട്, കണ്ടോ? മാർക്ക് ചെയ്ത് വെച്ചോ. ഇനി അടുത്ത ട്യൂബുലാർ ഓർഗൻ ഏതാ? സാറേ സ്ലൈഡ് ഒന്ന് കളയോ? ഓവറി. ഓവറിന്ന് ഒരു ട്യൂബ് പോകുന്നുണ്ട്. എന്തിലോട്ട്? യൂട്രസിലോട്ട്. ഇതാണ് യൂട്രസ്. ഇതേപോലെ ഇപ്പുറത്ത് എന്തുണ്ട്? ഓവറി ഉണ്ട്, ട്യൂബ് ഉണ്ട്, യൂട്രസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഓവം എന്തിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്? ഈ ട്യൂബിലോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഓവറിയിൽ നിന്ന് ഓവത്തിനെ ഈ ട്യൂബിലോട്ട് റിലീസ് ചെയ്യുന്നത്. ഈ ട്യൂബിന്റെ പേരാണ് ഫല്ലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്റ്റ് എന്ന് പറയും. അപ്പൊ ഈ ഒവിഡക്റ്റിൽ ഫുൾ എന്തുണ്ട്? ഇങ്ങനത്തെ സീലിയ ഉണ്ട്. കുഞ്ഞ് സീലിയ ഉണ്ട്. ഈ സീലിയയുടെ ഹെൽപ്പോട് കൂടെയാണ് ഓവം എങ്ങോട്ട് എത്തുക? ഈ ഒരു സെൻട്രൽ റീജിയനിലോട്ട് എത്തുക. ഓക്കെ, സെൻട്രൽ റീജിയനിലോട്ട് എത്തും. സ്പേം വജൈന വഴി സെർവിക്സിലൂടെ കയറി ഇങ്ങനെ വന്ന് ഈ സെൻട്രൽ റീജിയനിലോട്ട് എത്തണം. ഓക്കെ, സ്പേം ഓവം സെൻട്രൽ റീജിയനിൽ വെച്ചാണ് എന്ത് ചെയ്യുക? ഫെർട്ടിലൈസേഷൻ നടത്തുക കേട്ടോ. നിങ്ങൾ ഇക്കൊല്ലം പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ഓവത്തിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സീലിയറി എപ്പിത്തീലിയം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഓവത്തിന്റെ ട്രാൻസ്പോർട്ടിന് ആര് യൂസ് ചെയ്യുന്നുണ്ട്? സീലിയറി എപ്പിത്തീലിയം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സീലിയറി എപ്പിത്തീലിയത്തിനെ പറ്റി അത്രേ ഉള്ളൂ. മാർക്ക് ചെയ്താ ടെക്സ്റ്റ്.
സ്ലൈഡ് മസ്കുലാർ മൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? സീലിയറി മൂവ്മെന്റ്സും പറഞ്ഞു, അമീബോയ്ഡ് മൂവ്മെന്റ്സും എടുത്തു പറഞ്ഞു. അടുത്ത് നമുക്ക് മസ്കുലാർ മൂവ്മെന്റ്സ് പറയുന്നത് അല്ലേ. മസിൽസിന്റെ ഒരു 4 പ്രോപ്പർട്ടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് മസിൽസ്? എന്താണ്? ദേ ആർ എക്സൈറ്റബിൾ. എക്സൈറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും പിടിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ഇടിയിട്ടുകയാണെങ്കിൽ ആ സെല്ല് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സൈറ്റബിൾ സെല്ലാന്ന് പറയാൻ പറ്റും. ഓക്കെ, നിങ്ങളൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ആ സെല്ലുകളെല്ലാം നമ്മൾ എന്ത് പറയും? എക്സൈറ്റബിൾ സെൽസ് എന്ന് പറയും. ഓക്കെ, മസിൽസിന് നിങ്ങളൊരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് ആക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, കൺട്രാക്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ മസിൽ എന്തായും കൺട്രാക്ട് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ എക്സൈറ്റബിൾ സെൽസ് ആണ്. ഓക്കെ, കൺട്രാക്റ്റബിൾ സെൽസ് ആണ്. ചുരുങ്ങാൻ പറ്റും, വികസിക്കാൻ പറ്റും കേട്ടോ. മസിൽസിന് എലാസ്റ്റിക്കും ആണ്, അതേപോലെ തന്നെ കൺട്രാക്റ്റബിൾ ആണ്. ഓക്കെ, പിന്നെ എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട്, അടിച്ചു പരത്താൻ പറ്റും. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ, മസിൽസിന്റെ 4 പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ലോക്കോമോഷൻ ഹെൽപ്പ് ചെയ്യാൻ ആരൊക്കെ വേണം? മസിലും വേണം, അതേപോലെ തന്നെ ബോണും വേണം. ഓക്കെ, എടുത്തിട്ട് അപ്പൊ നമുക്ക് മസിൽസിനെ പറ്റി നോക്കാണ്ട് അതേപോലെ തന്നെ ബോൺസിനെ പറ്റി നോക്കാണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഹ്യൂമൻ ലോക്കോമോട്ടറി സിസ്റ്റത്തിലോട്ട് പോവാം. ഓക്കെ, ഹ്യൂമൻ ലോക്കോമോട്ടറി സിസ്റ്റം. എടാ, പിന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഇത് ഫ്ലജല്ലാർ മൂവ്മെന്റ് എന്നുണ്ടോ? ഫ്ലജല്ലാർ മൂവ്മെന്റ് തൊട്ട് താഴെ മസിലിൽ നിന്നുള്ള ഏരിയയുടെ അടിയിലുണ്ടോ ഫ്ലജല്ലാർ മൂവ്മെന്റ്? ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. സ്പെർം ഇല്ലേ, സ്പേം മൂവ് ചെയ്യുന്നത് ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാ. സ്പേം നേരത്തെ പറഞ്ഞില്ലേ, യൂട്രസിലൂടെ കയറിയിട്ട് ഒവിഡക്റ്റിലോട്ട് എത്തുന്നത് എങ്ങനെയാ? ഫ്ലജല്ല യൂസ് ചെയ്തിട്ടാണ് സ്പേം മൂവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മസിലിലോട്ട് പോവാം. ഹ്യൂമൻ മസിൽസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം മീസോഡേം. മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ആളാണ് മസിൽ. നീ മീസോഡേം എന്നൊക്കെ എവിടെ കേട്ടിട്ടില്ലേ? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തായിരുന്നു? ഈ സൈഗോട്ട് എന്ത് ചെയ്യും? കുറെ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ള സെൽസ് ആണ് എക്ടോഡേം, മിഡിലുള്ള സെൽസ് ആണ് മീസോഡേം, അകത്ത് കിടക്കുന്ന കുഞ്ഞ സെൽസ് ആണ് എൻഡോഡേം അല്ലെ. ഈ മീസോഡേമിന്ന് കുറെ ഓർഗൻസ് വരും, എക്ടോഡേമിന്ന് കുറെ ഓർഗൻസ് വരും, എൻഡോഡേമിന്ന് കുറെ ഓർഗൻസ് വരും. ഓക്കെ, അപ്പൊ മീസോഡേമിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ആണ് മസിൽ. മാർക്ക് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇനി ബോഡി വെയിറ്റിന്റെ 40 to 50% ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മസിൽസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. നോട്ട് ചെയ്തോ, ബോഡി വെയിറ്റിന്റെ 40 to 50% ആരാ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മസിൽസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റേ മസിൽസിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. നമ്മൾ ഇവിടെ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻ ആട്ടോ. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. നിങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെ എങ്ങനെ ക്ലാസ് ചെയ്യാൻ പറ്റും? ബോയ്സ് ഗേൾസ് എന്ന് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ CBSE പഠിക്കുന്നവർ, സ്റ്റേറ്റ് പഠിക്കുന്നവർ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റുഡൻസ്, ഓഫ്ലൈൻ സ്റ്റുഡൻസ് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ മസിൽസിനെ നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻസ് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ടെക്സ്റ്റിൽ എവിടെയോ പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻ. എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത്? സ്കെലിറ്റൽ മസിൽ എന്നും വിസറൽ മസിൽ എന്നും കാർഡിയാക് മസിൽ എന്നും ക്ലാസിഫൈ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത സ്ലൈഡ് അടിച്ചോ. സ്കെലിറ്റൽ മസിൽ. ഓക്കെ, സ്കെലിറ്റൽ മസിൽ ദേ ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ബോൺസ്. പേരിൽ തന്നെ അല്ലേ, അവരുടെ ലൊക്കേഷൻ എവിടെ ആയിരിക്കും? ബോൺസ് ആയിട്ട് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് കിടക്കും. ഫോർ ആംസിലെ മസിൽസ്, ഓക്കെ, അതേപോലെ ബൈസെപ്സ്, ട്രൈസെപ്സ്, ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽസ്, ചെസ്റ്റിലുള്ള മസിൽസ്. ഓക്കെ, ഇതെല്ലാം എന്താണ്? സ്കെലിറ്റൽ മസിൽസ് ആണ്. ഓക്കെ, നമുക്കിവിടെ നോക്കേണ്ടത് ഇതിന്റെ ഷേപ്പും ന്യൂക്ലിയസിന്റെ കണ്ടീഷനാണ്. ഷേപ്പ് എന്താണ്? ദേ ആർ സിലിണ്ട്രിക്കൽ മസിൽസ് കേട്ടോ. സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, സിലിണ്ട്രിക്കൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. മൾട്ടി ന്യൂക്ലിയേറ്റഡ് മാർക്ക് ചെയ്ത് വെച്ചോ. അതായത് നോർമലി ഇതൊരു സെല്ലാണെങ്കിൽ അതിന് ഒരൊറ്റ ന്യൂക്ലിയസ് സെൽ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്താണ്? ഒരു സെല്ലിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഈ മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്നുള്ളതിന്റെ വേറെ പേരാണ് സിൻസീഷ്യം. അങ്ങനെ എന്തെങ്കിലും ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടോ? സിൻസീഷ്യം അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ, ചോദിക്കാറുണ്ട്. സിൻസീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ നോക്കിയേ ഇതേപോലെ ഇരിക്കും. ഇതുണ്ടോ, ഇവിടെ വൈറ്റ് ഷാഡോ ഉണ്ട്, പിന്നെ ഡാർക്ക് ഷാഡോ ഉണ്ട്. വൈറ്റ് ഷാഡോ ഉണ്ട്, ഡാർക്ക് ഷാഡോ ഉണ്ട്. അങ്ങനെ ആൾട്ടർനേറ്റീവ് വൈറ്റ് ഷാഡോ, ഡാർക്ക് ഷാഡോ, വൈറ്റ് ഷാഡോ, ഡാർക്ക് ഷാഡോ. ഇതിന് പറയുന്നതാണ് സ്ട്രയേറ്റഡ് അപ്പിയറൻസ്. ഓക്കെ, സ്ട്രയേറ്റഡ് അപ്പിയറൻസ്. ഇത് വരാൻ കാരണം എന്താണ്? മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, സ്കെലിറ്റൽ മസിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പ്രോട്ടീൻസ്. ഏതൊക്കെയാ? ആക്റ്റിനും മയോസിനും. ഓക്കെ, ഈ ആക്റ്റിനാണ് നിങ്ങൾക്ക് ലൈറ്റ് ഷാഡോ ആയിട്ട് കാണുന്നത്, മയോസിനാണ് നിങ്ങൾക്ക് ഡാർക്ക് ഷാഡോ ആയിട്ട് കാണുന്നത് കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കും. ഓക്കെ, ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ദീസ് ആർ സ്ട്രയേറ്റഡ് മസിൽസ് ഡ്യൂ ടു ദ അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻസ്. മസിൽ പ്രോട്ടീൻസിന്റെ അറേഞ്ച്മെന്റ് കാരണമാണ് കേട്ടോ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ദേ ആർ വോളണ്ടറി ഇൻ കൺട്രോൾ. എങ്ങനെയാ വോളണ്ടറി ഇൻ കൺട്രോൾ? വോളണ്ടറി ഇൻ കൺട്രോൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ മടക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ ഇത് മടക്കാൻ പറ്റുള്ളൂ അല്ലേ.
കൈ മടക്കുന്നു, ഏതൊക്കെ മസിൽ ആക്ട് ചെയ്യുന്നത്? ബൈസെപ്സ് കൺട്രാക്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ കൈ മടക്കാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ കൈ മടങ്ങുള്ളൂ. ഓട്ടോമാറ്റിക്കലി കൈ മടങ്ങുമോ? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നടക്കുമോ? ഇല്ല, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമല്ലേ ആ പ്രോസസ്സ് നടക്കുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ പറയുന്നവരാണ് വോളണ്ടറി ആക്ടിവിറ്റീസ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ, ദേ ആർ വോളണ്ടറി മസിൽസ് ടു. ഓക്കെ, അടുത്തൊരു സ്ലൈഡ്. ഇനി വിസറൽ മസിൽസ് നോക്കാം. വിസറൽ മസിൽസ് എന്താ? ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദ വിസറൽ ഓർഗൻസ് ഓഫ് ദ ബോഡി. എന്തായിരുന്നു? വിസറൽ ഓർഗൻസ് ഓഫ് ദ ബോഡി, അസോസിയേറ്റഡ് വിത്ത് വിസറൽ ഓർഗൻസ് ഓഫ് ദ ബോഡി. നിങ്ങൾക്ക് വിസറ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? വിസറ വിസറ അറിയോ? വിസറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ആരോ കയ്യോക്കിണ്ട്. ചോദിച്ചേ. ഹരികീർത്തന, വിസറ എന്താ? ഇന്റേണൽ ഓർഗൻസ്. ആരാ പറഞ്ഞു തന്നിട്ടില്ലേ? ഞാനാണോ പറഞ്ഞേ? സ്കൂളിലെ ടീച്ചർ. ഓക്കെ, അതെ, ഞാൻ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ ടീച്ചർമാരൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ? വിസറയാണ് കട്ട് ചെയ്ത് വിസറയാണ് ഇന്റേണൽ ഓർഗൻ എന്നൊക്കെ അല്ലേ? ഞാൻ ഈ വിസറയാണ് ഇന്റേണൽ ഓർഗൻ എന്ന് മനസ്സിലാക്കിയത് മെഡിസിൻ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. ഓക്കെ, അത് എനിക്ക് അറിയണ്ടായില്ല ഈ വിസറയാണ് ഇന്റേണൽ ഓർഗൻ. വിസറ എന്ന് പറഞ്ഞ ഇന്റേണൽ ഓർഗൻ എന്നാണ് എനിക്ക് അറിയണ്ടായില്ല. ഇവിടെ നമുക്ക് ഡിസെക്ഷൻ ഉണ്ടാവുമല്ലോ, ടേബിൾ ഡിസെക്ഷൻ, ബോഡി കട്ട് ചെയ്തിട്ട് ഓരോ ഓർഗൻസ് വെച്ച് ഇങ്ങനെ പഠിക്കുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ ഡിസെക്ഷൻ ടേബിളിൽ ഒരു ടേബിളിൽ ഒരു 10-11 പിള്ളേരുടെ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾ, എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാനും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരുന്നില്ല. അപ്പോൾ ഒരു സാർ ഇത് കണ്ടിട്ട് വർത്താനം പറഞ്ഞ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇംഗ്ലീഷാണ്, ഫുൾ ഫയറിങ് ആയിരുന്നു. നിങ്ങൾ വർത്താനം പറയാണ് ഇങ്ങോട്ട് വരുന്നത്, നിങ്ങൾക്കൊന്നും പഠിക്കേണ്ട ഓർഗനാണ്, ഇന്റേണൽ ഓർഗൻ പറയുന്ന പേരാണ് വിസറ എന്നുള്ളത്. അയാൾ ഉദ്ദേശിച്ച് ലങ്സോ കിഡ്നിയോ എന്തെങ്കിലും സാധനം എടുത്തിട്ട് പോയാൽ അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു സാർ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പണ്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ +1 +2 എന്നെ പഠിപ്പിച്ചിട്ടില്ല ഒന്നും, അല്ലെങ്കിൽ പഠിച്ചാൽ പറ്റി ഞാൻ ശ്രദ്ധിച്ചിരുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഓക്കെ, ഞാൻ അന്നാണ് മനസ്സിലാക്കി വിസറ മീൻസ് ഇന്റേണൽ ഓർഗൻ ആണെന്ന്. ഓക്കെ, അപ്പൊ ഇന്റേണൽ ഓർഗൻസിൽ അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മസിൽസിന് പറയുന്നവരാണ് എന്ത്? വിസറൽ മസിൽസ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ലൊക്കേഷൻ കഴിഞ്ഞു. ഇതിന്റെ ഷേപ്പ് എന്താണ്? സ്പിൻഡിൽ ഷേപ്പിടാം. അതേപോലെ നോക്കിയേ, സ്പിൻഡിൽ ഇൻ സ്ട്രക്ചർ, സ്പിൻഡിൽ ഷേപ്പിടാണ്. ഈ ഷേപ്പിന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പ് കേട്ടോ. എങ്ങനെയായിരിക്കും? നിങ്ങളൊരു ഷേപ്പ് ആയിരിക്കും ഇതിന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പ്. ഓക്കെ, ഇനി മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണോ? അല്ല, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. സ്ട്രയേഷൻസ് ഉണ്ടോ? ഇല്ല. therefore they are known as സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് കേട്ടോ. സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് they are not our under control. ഓക്കെ, നമുക്ക് ചിന്തിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെരിസ്റ്റാൾസിസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചു, ഒരു അരമണിക്കൂർ ഫുഡ് ഇവിടെ ഈസോഫേഗസിൽ തങ്ങി നിർത്താൻ പറ്റുമോ? ഇല്ല, അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എത്തും, സ്റ്റൊമക്കിൽ എത്തും അല്ലേ? നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടാൻ തോന്നി, കൂട്ടാൻ പറ്റുമോ? ഇല്ല, അത് ഹാർട്ടിന്റെ ഇഷ്ടത്തിനേ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഡൈജഷൻ കുറച്ചുകൂടെ പ്രലോഭിക്കണം പറ്റുമോ? ഇല്ല, എല്ലാം നമ്മുടെ ഇഷ്ടത്തിനൊന്നും നടക്കില്ല. ഓക്കെ, therefore they are known as involuntary muscles കേട്ടോ. മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തിട്ട് കാർഡിയാക് മസിൽസ്. ഓക്കെ, കാർഡിയാക് മസിൽസ് എന്താണ്? ദേ ആർ ഓൾസോ ഇൻവോളണ്ടറി മസിൽസ് കേട്ടോ. അവരെന്തല്ല നമ്മുടെ ഇഷ്ടത്തിന് നിൽക്കുന്നതല്ല. കാർഡിയക് മസിൽ ആർ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് കേട്ടോ. അതേ പിന്നെ ക്യാൻസർ ബാധിക്കാത്തൊരു ടിഷ്യൂ ആണ് ഹാർട്ടിലെ ടിഷ്യൂ. ഓക്കെ, ഹാർട്ടിലെ ടിഷ്യൂവിന് എന്ത് ബാധിക്കില്ല? കാർസിനോം ഉണ്ടാവില്ല. ഓക്കെ, പണ്ടൊക്കെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യനാണ്, ഇപ്പൊ ഒന്നും ചോദിക്കുന്നില്ല. ഓക്കെ, ഇതെന്താണ്? ദീസ് മസിൽ ഫൈബേഴ്സ് ആസ് ബ്രാഞ്ചിങ് പാറ്റേൺ. ഇതേപോലെ ആയിരിക്കും, സിലിണ്ടറിക്കൽ തന്നെയാണ്, പക്ഷെ എന്താണ്? ദേ ഹാവ് അസോസിയേഷൻ. ഓരോ സിലിണ്ടർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണക്ഷൻസിന് പറയുന്ന പേരാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് കേട്ടോ. ഇതൊന്നും ഇപ്പോഴത്തെ ടെക്സ്റ്റ് ഇല്ല, പണ്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താ ഇന്റർകലേറ്റഡ് ഡിസ്ക്? എന്തിനു വേണ്ടി ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉള്ളത്? ഹാർട്ടിന്റെ പ്രത്യേകത എന്താ? എന്നും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? നമ്മൾ ജനിക്കണ ടൈം മുതൽ ഹാർട്ട് ബീറ്റ് നിൽക്കില്ല അല്ലേ? അപ്പൊ എന്താണ്? ചെറിയ എഫേർട്ടിൽ തന്നെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യണം. എല്ലാ മസിൽസിനും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മസിൽ കൺട്രാക്ട് ചെയ്താൽ മതി, ബാക്കിയുള്ള എല്ലാ മസിലും കൺട്രാക്ട് ചെയ്യും. കാരണം എന്താ? കാരണം നിങ്ങൾ വേണ്ട നോക്കിയേ, ഇപ്പൊ ഈ ഫൈബർ കൺട്രാക്ട് ചെയ്യുന്നത് പറ്റും, ആ സിഗ്നൽ ഇതിൽ എല്ലാത്തിലോട്ടും പോകും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? എല്ലാം ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യും. ഈ വർക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. എഫിഷ്യൻസി കൂടുകയും ചെയ്യും, വർക്ക് കുറയുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക് കേട്ടോ. ഓക്കെ, ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഇന്റർകലേറ്റഡ് ഡിസ്കിന്റെ കാര്യം. ഓക്കെ, ഇത് എന്താണ്? ഇന്റർകലേറ്റഡ് ഡിസ്ക് ഉണ്ട്, യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. സ്ട്രയേഷൻസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ദേ ആർ ഓൾസോ സ്ട്രയേറ്റഡ് മസിൽസ്. കാർഡിയക് മസിൽ കാര്യമായിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാറില്ല. ഓക്കെ, ഇൻവോളണ്ടറി ആണ്, സ്ട്രയേഷൻസ് ഉണ്ട്, ഹാർട്ടിന്റെ വാൾസിലുള്ള മസിലാണ്, ഇന്റർകലേറ്റഡ് ഡിസ്ക് ആണ്. ഓക്കെ, അടുത്ത
സ്കെലിറ്റൽ മസിൽ, സ്ട്രക്ചർ ഓഫ് നമ്മളിനി സ്കെലിറ്റൽ മസിലിലോട്ട് പോകും. ഓക്കെ, മസിൽ ഫൈബേഴ്സ്. ഓക്കെ, ബണ്ടിൽ ഓഫ് മസിൽ ഫൈബേഴ്സ് നോൺ ആസ് ഫസിക്കിൾസ്. ഓക്കെ, സ്കെലിറ്റൽ മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ബണ്ടിൽ വെച്ചിട്ടാണ്. ടെക്സ്റ്റിൽ അങ്ങനെ കറക്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ, അതായത് ഇങ്ങനെ കുറേ ബണ്ടിൽസ് ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സ്കെലിറ്റൽ മസിൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ കുറേ ബണ്ടിൽസ് ചേർന്നിട്ടാണ് സ്കെലിറ്റൽ, ഈ ബണ്ടിലിൽ മൊത്തം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാസിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഫാസിക്കിൾ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷെത്ത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ 2-3 ഇതാടാ ബണ്ടിൽ, ഇതൊരു ബണ്ടിലെ വെച്ചോ ഫാസിക്കിൾ, ഇങ്ങനെ 2 ബണ്ടിലോ 3 ബണ്ടിലോ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കവർ യൂസ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ കവറിങ്ങിന് പറയുന്നവരാണ് ഫേഷ്യ. ഓക്കെ, കവറിങ്ങിന് പറയുന്നവരാണ് ഫേഷ്യ. ഈ ഫേഷ്യോട്ടോമി എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആക്സിഡന്റ് കേസുകളിൽ എന്തിട്ടുണ്ടായിരിക്കും, ഫേഷ്യ മൊത്തം നശിച്ചു പോയിട്ടുണ്ടാവും, ഈ കവറിങ് മൊത്തം നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ഫേഷ്യ വെച്ച് പിടിപ്പിക്കേണ്ടി വരും. പ്ലാസ്റ്റിക് സർജന്മാരൊക്കെ ചെയ്യുന്ന പരിപാടി. പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ ഇല്ലേ, ബേൺസിൽ ആദ്യം പോയതാ സ്കിന്നാ പോവുക. സ്കിന്ന് പോയാൽ പിന്നെ പോവുക സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, സ്കിന്നിന്റെ അടിയിലുള്ള ടിഷ്യൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ പോകുന്നതാണ് ഈ ഫേഷ്യ എന്ന് പറയുന്ന സാധനം. ഫേഷ്യ കത്തിപ്പോയാൽ മാത്രമാണ് മസിൽ കത്തിപ്പോളൂ. മസിൽ പോയാൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, 80% ബേൺസ്, 90% ബേൺസ് ഒക്കെ ആവും. ഓക്കെ, നിങ്ങൾ മറ്റേ തൃശ്ശൂർ ഇപ്പോൾ ഇൻസിഡന്റ് ഉണ്ടായില്ലേ, അതൊക്കെ ഒരു 80% 90% ബേൺസ് ഒക്കെ ആയിരുന്നു. ഓക്കെ, ഒന്നുമില്ല, അതൊന്നും ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത കേസുകളാണ്. മസിലൊക്കെ ബേൺ ആയി കഴിഞ്ഞു എന്നാ. ഓക്കെ, അപ്പോൾ ഫേഷ്യ വരെ ബേൺ ആയാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം ഫേഷ്യോട്ടമി ചെയ്യാൻ പറ്റും, സ്കിന്ന് വേറെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മസിൽ അങ്ങനെ പെട്ടെന്ന് വളരില്ല. ഓക്കെ, ഗ്രോത്ത് കുറവുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചോ. ഓരോ ബണ്ടിൽസിനും പറയുന്നവരെ ഫാസിക്കിൾ. ഈ ഫാസിക്കിൾസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മളൊരു ഷെത്ത് യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പറയുന്നവര് ഫേഷ്യ കേട്ടോ. ഓക്കെ, ഇനി ഓരോ ബണ്ടിലിനകത്ത് എന്തുണ്ട്, മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഓരോ ബണ്ടിലിനകത്ത് എന്തുണ്ട്, ന്യൂമറസ് മസിൽ ഫൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, സാർ നമുക്ക് മസിൽ ഫൈബേഴ്സ് അല്ല ഓക്കെ ഓരോ ബണ്ടിലിനകത്തും എന്തുണ്ട്, മസിൽ ഫൈബർ ഉണ്ട്. ഇപ്പൊ ഈ ഒരു ബണ്ടിലിനെ മാത്രം ഞാൻ എടുത്തതിന് എന്താണ്, അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, ഇങ്ങനെ ന്യൂമറസ് മസിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ മസിൽ ഫൈബേഴ്സിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും, ഓക്കെ, ഓരോ മസിൽ ഫൈബറിന്റെ അകത്ത് എന്തുണ്ടായിരിക്കും, മയോസൈറ്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മസിൽ സെല്ലുകൾ ഉണ്ടായിരിക്കും. മസിൽ ഫൈബേഴ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കും മയോസൈറ്റ്സ് ഉണ്ടായിരിക്കും, മസിൽ സെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഓരോ മസിൽ ഫൈബറിലോട്ട് പോവാം. ഓരോ മസിൽ ഫൈബർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 types ഓഫ് പ്രോട്ടീൻ. ടെക്സ്റ്റിൽ പറയേണ്ടത് കണ്ടോ, 2 types ഓഫ് പ്രോട്ടീൻസ് ആണ്. ഏതൊക്കെയാണ്, ആക്ടിൻ അതേപോലെ തന്നെ മയോസിൻ. ആക്ടിൻ പ്രോട്ടീൻ അതേപോലെ തന്നെ മയോസിൻ പ്രോട്ടീൻസ് കേട്ടോ. ആക്ടിൻ പ്രോട്ടീനും മയോസിൻ പ്രോട്ടീനും. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഈ മസിൽ, ഓരോ മസിൽ സെല്ല് പറഞ്ഞില്ലേ, മസിലിന്റെ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ വേറെ പേരിട്ടാ വിളിക്കുക. ഓക്കെ, മസിലിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ വിളിക്കുന്നത് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കേട്ടിട്ടില്ലേ, സെൽ ഓർഗനൽസ് പഠിച്ചിട്ടില്ലേ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അങ്ങനെ പഠിച്ചിട്ടില്ലേ. ഓക്കെ, മസിലിന്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെ നമ്മൾ വിളിക്കുന്ന പേര് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. മസിലിന്റെ സൈറ്റോപ്ലാസം നമ്മൾ വിളിക്കുന്ന പേര് സാർക്കോപ്ലാസം എന്നാണ്. ഓക്കെ, മസിലിന്റെ സൈറ്റോപ്ലാസം വിളിക്കുന്ന പേരെന്താ, സാർക്കോപ്ലാസം. സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ന്യൂക്ലിയസിന് ശേഷം സെൽ മെംബ്രെയിൻ വരെയുള്ള റീജിയൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സൈറ്റോപ്ലാസം അല്ലേ. അപ്പൊ ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാലോ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാ, സെൽ വാൾ ഒഴികെ ബാക്കി എല്ലാത്തിനും വിളിക്കുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സാർക്കോലെമ്മ ഉണ്ട്. ഓക്കെ, മസിലിന്റെ സാർക്കോ പ്ലാസം ഉണ്ട്, സൈറ്റോപ്ലാസത്തിന് പറയുന്നത് സാർക്കോപ്ലാസം. ഓക്കെ, അതിൽ ടെക്സ്റ്റ് കണ്ടോ, മസിൽ ഫൈബേഴ്സ് ഈസ് സിൻസീഷ്യം കണ്ടോ, സിൻസീഷ്യം കണ്ടോ, മസിൽ ഫൈബേഴ്സ് ഈസ് സിൻസീഷ്യം എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്താ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് സ്കെലിറ്റൽ മസിൽസ്. എന്താ ഡൗട്ടാ, എന്ത് ഒന്നുമില്ലേ. ഓരോ മസിൽ ഫൈബേഴ്സിൽ എന്തുണ്ട്, 2 തരം പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ആക്ടിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ മയോസിൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രോട്ടീൻ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ആക്ടിൻ വരും, പിന്നെ മയോസിൻ വരും. ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ആക്ടിനും മയോസിൻ. ഓക്കെ, ഈ ഇങ്ങനെ ഒരു മസിൽ ഫൈബർ കഴിഞ്ഞാൽ തൊട്ടടിയിൽ വേറെ മസിൽ ഫൈബർ അല്ലേ, അത് കഴിഞ്ഞാൽ വേറൊരു മസിൽ ഫൈബർ അല്ലേ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു ഫേസിക്കിൾ ആവുന്നത്. ഓക്കെ, ഇങ്ങനെ കുറെ ഫേസിക്കിൾ ചേർന്നിട്ടാണ് മസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ
ഇതിലെന്താണ് ആക്ച്വലി ഇങ്ങനെ പ്രോട്ടീൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോട്ടീൻസിന്റെ അറേഞ്ച്മെന്റ് കാരണമാണ് എന്തുണ്ടാവുന്നത്, സ്ട്രയേറ്റഡ് അപ്പിയറൻസ് പറഞ്ഞ അപ്പിയറൻസ് കിട്ടുന്നത്. എന്ത് കിട്ടുന്നത്, സ്ട്രയേറ്റഡ് അപ്പിയറൻസ് കിട്ടുന്നത്. ഇതുണ്ടോ, ഇതിൽ മയോസിൻ എല്ലാം ഡാർക്ക് കളേർഡാ. അപ്പൊ എന്ത് പറ്റും, മയോസിനുള്ള റീജിയൻ ഫുള്ള് എന്ത് ചെയ്യും, മയോസിനുള്ള റീജിയൻ ഫുള്ള് ഡാർക്ക് ആയിട്ട് അപ്പിയർ ചെയ്യും. ഈ ഡാർക്ക് അപ്പിയറൻസ് ഉള്ള ഏരിയ നമ്മൾ വിളിക്കുന്നവരാണ് ഏതാ, എ ബാൻഡ് എന്ന് പറയും. ഡാർക്ക് അപ്പിയറൻസ് ഉള്ള റീജിയൻ നമ്മൾ വിളിക്കുന്നവരാണ് എ ബാൻഡ്. ഈ ലൈറ്റ് അപ്പിയറൻസ് ഉള്ള റീജിയൻ നമ്മൾ വിളിക്കുന്നവരാണ് ഐ ബാൻഡ് കേട്ടോ. ഐ ബാൻഡിന് വേറെ ഐസോട്രോപിക്. നിങ്ങൾ ഇനി റയോപ്റ്റിക്സ് വേവ്റ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ട്, അപ്പൊ അതിൽ പഠിക്കും ഈ ഐസോട്രോപിക്സ് എന്താ അനൈസോട്രോപിക്സ് എന്താന്നൊക്കെ കേട്ടോ. ഐസോട്രോപിക് ബാൻഡ് അതേപോലെ തന്നെ അനൈസോട്രോപിക് ബാൻഡ്. ഓക്കെ, എ ബാൻഡിന്റെ ആക്ച്വലി പേരാണ് അനൈസോട്രോപിക് ബാൻഡ് ഓർ ഡാർക്ക് ബാൻഡ് കേട്ടോ. ഓക്കെ, ഐ ബാൻഡിന് വേറെ പേരാണ് ലൈറ്റ് ബാൻഡ് അല്ലെങ്കിൽ ഐസോട്രോപിക് ബാൻഡ്. ഐ ബാൻഡ് ലൈറ്റ് ബാൻഡ് ഐസോട്രോപിക് ബാൻഡ്. ഓക്കെ ഓക്കെ, ഈ സ്ലൈഡ് ഒന്ന് അടുത്ത സ്ലൈഡ് ഇടും. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് ടോട്ടലി ഒരു മസിൽ എന്ന് പറയുന്നത്. ഈ മൊത്തത്തിലുള്ള സാധനമാണ് മസിൽ. മസിൽ എന്തുണ്ട്, കുറേ ബണ്ടിൽസ് ഉണ്ട് അല്ലെ. ഈ ഓരോ ബണ്ടിൽസിനും നമ്മൾ പറയുന്നവരാണ് ഫാസിക്കിൾസ് അല്ലെ. ഈ ഓരോ ഫാസിക്കിൾസിനകത്ത് കണ്ടോ ന്യൂമർസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു ഫൈബേഴ്സ്, ഇതൊരു മസിൽ ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു മസിൽ ഫൈബറിനെ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുക. ഒരു മസിൽ ഫൈബറിനെ എടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറിലോട്ടായിരിക്കും കിട്ടുക. ഇതിന് പറയുന്നവരാണ് സാർക്കോമിയർ. ഓക്കെ, സാർക്കോമിയറിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ, ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. ടെക്സ്റ്റിലുണ്ട് സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ എന്താ, ദീസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷന്റെ ബേസിക് യൂണിറ്റ് ആണ്. കാരണം നമ്മൾ ആൽവിയോളയാണ് ലങ്ങിന്റെ ബേസിക് യൂണിറ്റ്, അതേപോലെ തന്നെ നെഫ്രോൺ ആണ് കിഡ്നിയുടെ ബേസിക് യൂണിറ്റ്, ന്യൂറോൺസ് ആണ് എന്തിന്റെ ബേസിക് യൂണിറ്റ്, നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ്. ഓക്കെ, അതേപോലെ തന്നെ മസിൽസിന്റെ ബേസിക് യൂണിറ്റ് ആണ് സാർക്കോമിയർ കേട്ടോ. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ ആണ് സാർക്കോമിയർ. നോക്കാം ഒരു സാർക്കോമിയറിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മസിൽ ഫൈബറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഡാർക്ക് ബാൻഡ് ഉണ്ടായിരിക്കും, ലൈറ്റ് ബാൻഡ് ഉണ്ടായിരിക്കും അല്ലെ. ആക്റ്റിനും മയോസിനും കാരണം അതെല്ലാം ഉണ്ടാവുന്നത്. ഓക്കെ, ഡാർക്ക് ബാൻഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ലൈറ്റ് ബാൻഡ് ഉണ്ടായിരിക്കും. ഇവിടെയും സെയിം കണ്ടീഷൻസ് ഉണ്ട്. ഒരു ലൈറ്റ് ബാൻഡ് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞൊരു ഡാർക്ക് ബാൻഡ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലൈറ്റ് ബാൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ലൈറ്റ് ബാൻഡ് ഉണ്ടായിരിക്കും, ഡാർക്ക് ബാൻഡ് ഉണ്ടായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ രീതിയിൽ വരച്ചുതരാം. ഇതാണ് ഒരു മയോസിൻ. ഇത് മയോസിനെ വിചാരിച്ചോ, മയോസിൻ ഫിലമെന്റാ. അത് കഴിഞ്ഞാൽ അടുത്ത മയോസിൻ. ഓക്കെ, പിന്നെ മേലോട്ട് എന്തുണ്ടായിരിക്കും, ഇതാണ് ആക്റ്റിൻ. ആക്റ്റിനെ വേറൊരു കളറിൽ മാർക്ക് ചെയ്തു. ഇതായിരിക്കും സ്ട്രക്ചർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതാ, ഈ മയോസിനുള്ള ഏരിയ അല്ലേ, പ്രത്യേകം നോക്കിയേ, മയോസിനുള്ള ഏരിയയിൽ ആരും കൂടെ വരുന്നുണ്ട്, ആക്റ്റിനും കൂടെ വരുന്നില്ലേ. മയോസിനുള്ള ഏരിയയിൽ ആര് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്, നോർമലി ആക്റ്റിനും കൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നില്ലേ. ഈ ഒരു കംപ്ലീറ്റ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ബാൻഡ് കേട്ടോ. ഈ കംപ്ലീറ്റ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ ബാൻഡ്. ഇതില്ലാതെ ബാക്കിയുള്ള ഏരിയ അല്ലേ, ഈ ഏരിയ നമ്മൾ വിളിക്കുന്നവരാണ് ഐ ബാൻഡ്. ഓക്കെ, ഐ ബാൻഡും മറ്റേത് എന്താണ്, എ ബാൻഡാണ്. ഓക്കെ, ഐ ബാൻഡും ഉണ്ട്, അതേപോലെ തന്നെ എ ബാൻഡും ഉണ്ട്. ഈ ഐ ബാൻഡിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന് പറയുന്നതാണ് സെഡ് ലൈൻ കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഐ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിന്റെ പേരാണ് എന്ത്, സെഡ് ലൈൻ. ഐ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിന്റെ പേരാണ് സെഡ് ലൈൻ. ഓക്കെ, ഇനി എ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിന്റെ പേരാണ് എം ലൈൻ. എ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിന്റെ പേരാണ് എം ലൈൻ. ഓക്കെ, ഇനി നമ്മുടെ എ ബാൻഡ് ഒന്ന് നോക്കിയേ, ഇതാണ് എ ബാൻഡ്. ഈ റീജിയൻ പറയുന്നതാണ് എ ബാൻഡ്. ഓക്കെ, ഈ റീജിയൻ പറയുന്നതാണ് എ ബാൻഡ്. എ ബാൻഡിന്റെ പ്രത്യേകത എന്താ, എ ബാൻഡിൽ ആരൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് മയോസിനുണ്ട്, കുറച്ച് ആക്റ്റിൻ ഫിലമെന്റും ഇല്ലേ, കുറച്ച് ആക്റ്റിൻ ഫിലമെന്റ്സ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നില്ലേ. പക്ഷെ ഈ ഒരു സെൻട്രൽ റീജിയൻ കണ്ടോ, വിച്ച് ഈസ് നോട്ട് ഓവർലാപ്ഡ് ബൈ ദ ആക്റ്റിൻ ഫിലമെന്റ്സ് വിച്ച് ആർ നോൺ ആസ് എച്ച് സോൺ കേട്ടോ. അത് ചോദിക്കാറുണ്ട്. ഓക്കെ, എച്ച് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് സോൺ ഇസ് ഈ സാധനം എച്ച് സോൺ. These are the part of A band. A band part തന്നെ, പക്ഷെ എന്തല്ല, which is not overlapped by the actin filaments. ആക്റ്റിൻ ഫിലമെന്റ്സ് ഓവർലാപ്പ് ചെയ്യാതെ നിൽക്കുന്ന പ്യൂർ ആയി കിടക്കുന്ന മയോസിനെ പറയുന്നവരാണ് എച്ച് സോൺ കേട്ടോ. ഓക്കെ, എച്ച് സോൺ. ഇത്രയും സാധനങ്ങളാണ് സാർക്കോമിയറിൽ. സാർക്കോമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ബിറ്റ്വീൻ ടു സെഡ് ലൈൻ.
രണ്ട് സെഡ് ലൈനിന്റെ ഇടക്കുള്ള ഏരിയനെ പറയുന്നതാണ് സാർക്കോമിയർ. അപ്പൊ സാർക്കോമിയറിൽ എന്തുണ്ടായിരിക്കും? പ്യൂറായി കിടക്കുന്ന എ ബാൻഡ് ഉണ്ടായിരിക്കും, കുറച്ച് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഐ ബാൻഡ് ഉണ്ടായിരിക്കും കേട്ടോ. ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഐ ബാൻഡ് ഉണ്ടായിരിക്കും. ഇതിന് പറയുന്നതാണ് സാർക്കോമിയർ. ഓക്കെ, മാർക്ക് ചെയ്താ. സെറ്റ് ലൈനിന്റെ ഇടയിലാണ് സാർക്കോമിയർ എന്ന് മനസ്സിലാക്കുക. പിന്നെ സെറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിനെ പറയുന്നവരാണ് സെറ്റ് ലൈൻ. ഓക്കെ, എ ബാൻഡിന്റെ സെന്ററിലൂടെ പോകുന്ന ലൈനിന്റെ പറയുന്നവരാണ് എം ലൈൻ. ഓക്കെ, എ ബാൻഡിന്റെ റീജിയൻ വിച്ച് ഈസ് നോട്ട് ഓവർ സെൻട്രൽ റീജിയൻ വിച്ച് ഈസ് നോട്ട് ഓവർലാപ്ഡ് ബൈ ദ ആക്റ്റിൻ ഫിലമെന്റ്സ് ആർ നോൺ ആസ് എച്ച് സോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ചോദിക്കാറ്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെയാണ് ചോദിക്കാറ്. സ്ലൈഡ് ഒന്ന് മുന്നോട്ടേക്ക് ഇടാം. ഓക്കെ, നമുക്ക് ഓരോ പ്രോട്ടീൻ്റെ ഇതിലോട്ട് പോകാം കേട്ടോ. നിങ്ങൾ ആ സാർക്കോമിയർ അടയാളപ്പെടുത്താൻ പഠിക്കണം കേട്ടോ. സാർക്കോമിയർ അടയാളപ്പെടുത്താൻ പഠിക്കണേ. എ ബാൻഡ് ഏതാ, ഐ ബാൻഡ് ഏതാ, എച്ച് സോൺ ഏതാ, സെറ്റ് ലൈൻ ഏതാ ചോദിക്കും കേട്ടോ. മാർക്ക് ചെയ്യാൻ ചോദിക്കും. സ്ട്രക്ചർ ഓഫ് കൺട്രാക്ടൈൽ പ്രോട്ടീൻ. ഇനി നമുക്ക് നോക്കാനുള്ള ഏതാ, ആക്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കാണ്ട്, മയോസിന്റെ സ്ട്രക്ചർ പഠിക്കാണ്ട്. ഓക്കെ, ആക്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കാണ്ട്, അതേപോലെ തന്നെ മയോസിന്റെ സ്ട്രക്ചർ പഠിക്കാണ്ട്. ഓക്കെ, ആക്റ്റിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എഫ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, അതേപോലെ തന്നെ ട്രോപ്പോണിൻ. ആക്റ്റിനിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് എഫ് ആക്റ്റിൻ ഉണ്ടായിരിക്കും, ട്രോപ്പോമയോസിൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രോപ്പോണിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ മൂന്ന് സാധനങ്ങളാണ് എന്തിൽ ഉണ്ടാവുക, ആക്റ്റിനിൽ ഉണ്ടാവുക. മാർക്ക് ചെയ്ത് വെച്ചോ. ആക്റ്റിന്റെ കമ്പണൻസ് ആണ് എഫ് ആക്റ്റിൻ, ട്രോപ്പോമയോസിൻ, പിന്നെ അതേപോലെ തന്നെ ട്രോപ്പോണിൻ പിഗ്മെന്റ്സ്. ഓക്കെ, ഈ എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർപ്പിൾ ഉണ്ടകൾ കണ്ടോ, പർപ്പിൾ ഉണ്ടകൾ, ഈ രണ്ടെണ്ണമാണ് എഫ് ആക്റ്റിൻ. അപ്പൊ രണ്ട് എഫ് ആക്റ്റിൻ മോളിക്യൂൾ ഉണ്ടായിരിക്കും. എഫ് ആക്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെയിനാണ്, ഇങ്ങനെ വളഞ്ഞു 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 പോകുന്ന ഒരു ചെയിൻ ഉണ്ടായിരിക്കും. അതിനെ ക്രോസ് ഓവർ ചെയ്ത് പോകുന്ന വേറൊരു ചെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് പറയുന്നത് എഫ് ആക്റ്റിൻ. എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. ഈ ഓരോ ഉണ്ടയ്ക്കും പറയുന്നവരാണ് ജി ആക്റ്റിൻ. ഓക്കെ, എഫ് ആക്റ്റിൻ ഈസ് എ പോളിമർ ഓഫ് ജി ആക്റ്റിൻ. ഓരോ ഉണ്ടയ്ക്കും പറയുന്നവരാണ് ജി ആക്റ്റിൻ. ഓക്കെ, ഇനി ഈ പോകുന്ന രണ്ട് ഏരിയാസ് ഇല്ലേ, ഈ രണ്ട് ക്രോസ് ഓവറിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ ഒരു സാധനം പോകും. ഓക്കെ, അതിന് പറയുന്നതാണ് ട്രോപ്പോമയോസിൻ. ഇവിടെ കണ്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്നത് ഗ്രൂവ്സ് ഇല്ലേ, ഇത് രണ്ടും ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഗ്യാപ്പിലൂടെ പോകുന്ന സാധനമാണ് എന്ത്, ട്രോപ്പോമയോസിൻ. ഓക്കെ, ട്രോപ്പോമയോസിൻ. ഓക്കെ, ട്രോപ്പോമയോസിൻ. ട്രോപ്പോമയോസിന്റെ മുകളിൽ ഒരു പ്രോട്ടീൻ ട്രിപ്ലറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നുണ്ട് കണ്ടോ. ട്രോപ്പോമയോസിന്റെ മുകളിൽ ഓരോ പ്രോട്ടീൻ ട്രിപ്ലറ്റ്സ് ഇങ്ങനെ ഓരോരോ ഇന്റർവെൽസിൽ ഇരിക്കുന്നുണ്ട്. അതിന് പറയുന്നവരാണ് ട്രോപ്പോണിൻ. ട്രോപ്പോണിൻ പ്രോട്ടീൻസ്. ട്രോപ്പോണിൻ 3 ഉണ്ട് കണ്ടോ, 3 ഉണ്ടായിരിക്കുന്നത്. ട്രോപ്പോണിൻ എ, ട്രോപ്പോണിൻ ഐ, ട്രോപ്പോണിൻ സി. ഓക്കെ, 3 ട്രോപ്പോണിൻ എ ഉണ്ട്, ട്രോപ്പോണിൻ ഐ ഉണ്ട്, ട്രോപ്പോണിൻ സി ഉണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ 3 ഉണ്ട് അറിഞ്ഞാൽ മതി. ഓക്കെ, ട്രോപ്പോണിൻ ട്രിപ്ലറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ട്രോപ്പോമയോസിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അത്രയും അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ പണി എന്താ ശരിക്കും, നമ്മൾ കൺട്രാക്ട് ചെയ്യാന്ന് പറയില്ലേ, മസിൽ കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്റ്റിനും ഫിലമെന്റും നേരത്തെ സാർക്കോമിയർ വരച്ചില്ലേ, സാർക്കോമിയർ വരച്ചപ്പോൾ എന്തുണ്ടായിരുന്നു, ഇങ്ങനെ ഇതൊരു സെറ്റ് ലൈൻ ആണെങ്കിൽ അതിന് തള്ളി നിൽക്കുന്ന ആക്റ്റിൻ ഉണ്ടാവും, വീണ്ടും ആക്റ്റിൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് മയോസിൻ. ഇങ്ങനെയാണ് സാർക്കോമിയർ ഉണ്ടാവുക. ഇത് രണ്ട് സെറ്റ് ലൈൻ. ഇതിന് ബാക്കിയുണ്ട് കേട്ടോ, ഇങ്ങോട്ടുണ്ട്. ഓക്കെ, ഞാൻ വരയ്ക്കാതിരിക്കുന്ന. ഓക്കെ, സെറ്റ് ലൈൻ. ഈ രണ്ട് സെറ്റ് ലൈനും അടുത്തോട്ട് വരും. അതാണ് ശരിക്കും കൺട്രാക്ഷൻ, മസിൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിന് എന്ത് വേണം, ബൈൻഡിങ് ഓഫ് ദീസ് ആക്റ്റിൻ ആൻഡ് മയോസിൻ വേണം. രണ്ട് ആക്റ്റിനും മയോസിനും എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് എവിടെ ഉണ്ട്, മയോസിനിലുണ്ട്, ആക്റ്റിനിലുണ്ട്. ഓക്കെ, അപ്പൊ ബൈൻഡിങ് സൈറ്റ്സ് ഫോർ മയോസിൻ ഓൺ ആക്റ്റിൻ. ആക്റ്റിനിൽ ആര് ബൈൻഡ് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യും, ഇതാണ് ആക്റ്റിൻ. ഈ ആക്റ്റിനിലോട്ട് ആര് ബൈൻഡ് ചെയ്യണം, ഈ മയോസിൻ കയറി പിടിക്കണം. ഓക്കെ, മയോസിൻ താഴത്തെ മയോസിൻ കയറി പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് കംപ്രസ് ചെയ്യുക ചെയ്യുന്നത്, വലിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ആര് മാസ്ക് ചെയ്ത് നിർത്തുന്നത്, മാസ്ക്ഡ് ബൈ ട്രോപ്പോണിൻസ് കേട്ടോ. ഈ ട്രോപ്പോണിനാണ് മാസ്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ മേലെ. ഓക്കെ, ട്രോപ്പോണിൻ മാസ്ക് ദ ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റ്സ് ഫോർ മയോസിൻ ഓൺ ദ ആക്റ്റിൻ ഫിലമെന്റ്സ്. അത് മാർക്ക് ചെയ്ത് വെക്കണേ. ട്രോപ്പോണിൻ എന്ത് ചെയ്യുന്നുണ്ട്, ബൈൻഡിങ് സൈറ്റ്സ് മാസ്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, മാസ്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സൈറ്റ്.
അടുത്ത് മയോസിൻ ട്ടോ. മയോസിൻ മേലെ തൊട്ട് മേലെ. ഓക്കെ, മയോസിൻ എന്തുണ്ട്? മയോസിൻ ഈസ് എ പോളിമർ മെയ്ഡ് ഓഫ് മോണോമറിക് യൂണിറ്റ്സ് ഓൺ ആസ് മീറോമയോസിൻ. ഓക്കെ, മയോസിന്റെ മോണോമേഴ്സിന് പറയുന്നത് മീറോമയോസിൻ. ഓക്കെ, ഇതിൽ നമുക്ക് മയോസിനിൽ പഠിക്കാനുള്ള 2 റീജൻസ് ആണ്. ഒന്നെന്താണ്? ഒരു ഹെഡ് ഉണ്ട്, അതേപോലെ തന്നെ ആമുണ്ട്, അതേപോലെ തന്നെ ടെയിലുണ്ട്. ഹെഡ് ഉണ്ട്, അതിന്റെ താഴത്തായിട്ട് ആമുണ്ട്, അതേപോലെ തന്നെ ടെയിലുണ്ട്. ഓക്കെ, ഈ ഹെഡും ഈസ് നോൺ ആസ് ഹെവി മീറോമയോസിൻ. ഹെഡ് ഭയങ്കര കനത്തിലാണ്, അതുകൊണ്ട് ഹെഡ് ഈസ് നോൺ ആസ് ഹെവി മീറോമയോസിൻ ആൻഡ് ടെയിൽ ഈസ് നോൺ ആസ് ലൈറ്റ് മീറോമയോസിൻ കേട്ടോ. ടെയിൽ നമ്മൾ വിളിക്കുന്നത് ലൈറ്റ് മീറോമയോസിൻ എന്നാണ്. മാർക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഹെഡും ആമും ശരിക്കും ഹെവി മീറോമയോസിൻ ആണ്. ഓക്കെ, ആൻഡ് ടെയിൽ ഈസ് നോൺ ആസ് ലൈറ്റ് മീറോമയോസിൻ. ഇനി ഇത് നോർമലി നിൽക്കുക ഒരു പർട്ടിക്കുലർ ആംഗുലേഷനിലാണ്. ഈ ടെയിലും അതേപോലെ തന്നെ ഹെഡും തമ്മിലൊരു പർട്ടിക്കുലർ ആംഗുലേഷൻ ഉണ്ട്. ഈ ആംഗുലേഷൻ നമ്മൾ വിളിക്കുന്നവരെ ക്രോസ് ആം എന്നാണ് കേട്ടോ. എന്താണ് ക്രോസ് ആം? എടാ മയോസിൻ ഈ സാധനം ഇവിടെ അല്ലേ, ഈ സാധനത്തിൽ എന്തുണ്ട്? ഇത് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ക്രോസ് ആം നിൽക്കും. ഈ ക്രോസ് ആം എന്ത് ചെയ്യും? അതാണ് ഈ ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ എന്താണ്? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിൽക്കും, ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്ത് നിൽക്കും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പുള്ളിയും ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടും പുള്ളിയും. അപ്പൊ എന്ത് പറ്റും? 2 സെറ്റ് ലൈനും വന്ന് അടുത്ത് നിൽക്കും. ഇതാണ് കൺട്രാക്ഷന്റെ ബേസിക് ഫിനോമിന. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഇതിന്റെ ഹെഡിൽ എന്തൊക്കെയുണ്ടെന്ന്. മയോസിന്റെ ഹെഡിൽ എന്തൊക്കെയുണ്ട്? ആക്റ്റിന് ബൈൻഡ് ചെയ്യണ്ടേ? ബൈൻഡിങ് സൈറ്റ്സ് ഫോർ ആക്റ്റിൻ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ്സ് ഉണ്ടായിരിക്കും മയോസിനിൽ. പിന്നെ അതേപോലെ തന്നെ ATP വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. എനർജി വേണം. കൺട്രാക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് എനർജി കൺസംഷൻ. അപ്പോൾ ATPക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ATP ACE ആക്ടിവേഷൻ ഉള്ള സൈറ്റും ഉണ്ട്. ATP ACE. ATP വന്ന് ബൈൻഡ് ചെയ്തിട്ട് എന്താവും? ATP വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു ADP പ്ലസ് ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റും? എനർജി റിലീസ് ചെയ്യും. ATP ADP ആയാലാണ് എനർജി റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ATPനെ ADP ആക്കാൻ ആര് വേണം? ATPase എന്ന് പറഞ്ഞാൽ എൻസൈം വേണം. ATPase എന്ന് പറഞ്ഞാൽ എൻസൈം വേണം. ഓക്കെ, ഈ എൻസൈമിന്റെ ആക്ടിവേഷൻ എന്തിലുണ്ട്? ഇതിന്റെ ഹെഡിലുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. മയോസിന്റെ ഹെഡിൽ എന്തിനൊക്കെ സൈറ്റ് ഉണ്ട്? ആക്റ്റിൻ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്, ATPase ആക്ടിവേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ATPക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റും ഉണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റൻ. ഓക്കെ, ഈ ഫിഗർ മാർക്ക് ചെയ്യാനും പഠിക്കണേ. ഓക്കെ, അടുത്ത സ്ലൈഡിലോ ടെക്സ്റ്റ് ഒന്ന് താഴ്ത്തിക്കും. ഓക്കെ, മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, മസിൽ കൺട്രാക്ഷന്റെ തിയറിയുടെ പേരാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ചോദിക്കാറുണ്ട്. ഓക്കെ, മസിൽ കൺട്രാക്ഷന്റെ തിയറിയുടെ പേരാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇത് മസിൽ കൺട്രാക്ട് ചെയ്യുന്നുള്ള സിഗ്നല് ആരാ കൊണ്ടുവരാ? സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ നിന്ന് താഴത്തേക്ക് വരുന്ന എല്ലാ ന്യൂറോൺസിനും നമ്മൾ പറയുന്നത് മോട്ടർ ന്യൂറോൺസ് എന്നാണ് കേട്ടോ. മോട്ടർ ന്യൂറോൺസ് ആണ്. അതായത് നമുക്കൊരു സെൻസേഷൻ മേലോട്ടേക്ക് കൊടുക്കുന്ന ന്യൂറോൺസ് ആണ് സെൻസറി ന്യൂറോൺ. കൈ മടക്കണം എന്നുള്ള സിഗ്നല് നമ്മൾ മേലോട്ടേക്ക് കൊടുക്കും. അത് കൈ പൊള്ളുകയാണെന്നുള്ള സിഗ്നൽ മേലോട്ടേക്ക് കൊടുക്കും. അത് സെൻസറി ന്യൂറോണാണ്. അപ്പൊ തിരിച്ചൊരു റെസ്പോൺസ് വരില്ലേ? ആ ന്യൂറോൺ എന്ന് പറയുന്നത് മോട്ടർ ന്യൂറോൺ. കൈ മടക്കാൻ ആരാ വേണ്ടത്? ബൈസെപ്സ് കൺട്രാക്ട് ചെയ്യണം. അപ്പൊ ബൈസെപ്സെ കൺട്രാക്ട് ചെയ്യുന്ന പറഞ്ഞ് വരുന്ന മെസ്സേജ് വരുന്ന ന്യൂറോൺസ് ആണ് മോട്ടർ ന്യൂറോൺ. ഓക്കെ, അപ്പൊ ഈ മോട്ടർ ന്യൂറോണിന്റെ സിഗ്നൽ എവിടെ എത്തണം? മസിലിലോട്ട് എത്തണം. അപ്പൊ ഇതായിരിക്കും മസില്. ഈ മസിലും ന്യൂറോണും തമ്മിലൊരു ജംഗ്ഷൻ അല്ലേ? മസിലും ന്യൂറോണും തമ്മിൽ സിഗ്നൽ കൈമാറുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇതിന് പറയുന്നത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. എന്തായിരുന്നു? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ മോട്ടർ എൻഡ് പ്ലേറ്റ്. ഈ നെർവും മസിലും നമ്മളുടെ ജംഗ്ഷൻ പറയുന്നവരാണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടർ എൻഡ് പ്ലേറ്റ്. ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്റർ സിനാപ്സ് പഠിച്ചതല്ലേ? സിനാപ്സ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സിനാപ്സിൽ എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. മറ്റേ ന്യൂറോൺ ടു ന്യൂറോൺ ആയിരുന്നെങ്കിൽ വേണ്ട നെർവ് ടു മസിലാണ്. ഓക്കെ, ഈ നെർവ് എന്ത് ചെയ്യും? സിഗ്നൽസ് ഇങ്ങോട്ട് മസിലിലോട്ട് എത്തും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴി കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മസിലിൽ കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ധാരാളം കാൽസ്യത്തിനെ റിലീസ് ചെയ്യിക്കും. ഓക്കെ, എന്ത് ചെയ്യും? ധാരാളം കാൽസ്യത്തിനെ റിലീസ് ചെയ്യിക്കും. ഇനി പറഞ്ഞുതരാം കാൽസ്യം ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അത് സ്ലൈഡ് ഒന്ന് കളയോ? കളഞ്ഞോ? ഒന്നും വേണം. ഓക്കെ,
ധാരാളം കാൽഷ്യത്തിനെ റിലീസ് ചെയ്യിക്കും. ടെക്സ്റ്റ് ഓക്കെ നോക്കാം. അതായത് നോർമലി ഇതിങ്ങനെ ഇരിക്കുന്നത്, ഇത് നമ്മുടെ മയോസിൻ അല്ലേ, മയോസിൻ ഇരിക്കണം. മയോസിനിലേക്ക് തള്ളി നിൽക്കുന്ന ആളാരാ? ആക്റ്റിൻ. ഓക്കെ, ഇത് സെഡ് ലൈൻ. ശരിക്കും എന്തുണ്ട് ഇപ്പുറത്തേക്ക് ഉണ്ട്, ഞാൻ വരയ്ക്കാണ്ടാണ് കേട്ടോ. സെഡ് ലൈൻ കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞതാണ് ഈ സെഡ് ലൈൻ കംസ് ക്ലോസർ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഇങ്ങനെ അടുത്തേക്ക് വരണം. ഇത് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്താ പറയുന്നത്? മസിൽ കൺട്രാക്ഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ സ്ലൈഡിങ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ ദ തിക്ക് ഫിലമെന്റ്. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. ഫസ്റ്റ് പറയുന്നുണ്ട് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും സ്ലൈഡിങ് ഓഫ് തിൻ ഫിലമെന്റ് ഓവർ ദ തിക്ക് ഫിലമെന്റ്. ഇതാണ് തിക്ക് ഫിലമെന്റ്, മയോസിൻ ആണ് തിക്ക് ഫിലമെന്റ്. തിക്ക് ഫിലമെന്റ് മേലെ കൂടെ തിൻ ഫിലമെന്റ് സ്ലൈഡ് ചെയ്യണോണ്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ കൺട്രാക്ഷൻ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി മയോസിൻ ഒന്നും ചെയ്യില്ല. മയോസിൻ എന്ത് ചെയ്യും? ഒരു ലോക്ക് ഇട്ട് ഇതിലും കണക്ട് ചെയ്യും, ഇതിലും കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെയും പിടിച്ച് അടുപ്പിക്കും. ഈ രണ്ട് ആക്റ്റിനെ പിടിച്ച് ക്ലോസ് ചെയ്യിക്കും. ഇതാണ് ശരിക്കും മസിൽ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട എന്താ? ആക്റ്റിനില്ലേ, ആക്റ്റിൻ എങ്ങനെ നടക്കുന്നത്? ആക്റ്റിൻ ഇങ്ങനെ ഒരു എഫ് ആക്റ്റിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ എന്തുണ്ട്? ട്രോപ്പോമയോസിൻ ഇങ്ങനെ പോകുന്നില്ലേ? ട്രോപ്പോമയോസിൻ. ഈ ട്രോപ്പോമയോസിനിൽ എന്തുണ്ട്? ആക്ച്വലി ട്രോപ്പോമയോസിനിലാണ് എന്തുള്ളത്? മയോസിനെ പോയി ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉള്ളത്. ട്രോപ്പോമയോസിനിൽ മയോസിനെ ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. അത് മാസ്ക് ചെയ്ത് നിർത്തുന്ന ആളാണ് ട്രോപ്പോണിൻ അല്ലേ. അപ്പൊ നമുക്ക് ഈ ട്രോപ്പോണിനെയാണ് കളയേണ്ടത്. അപ്പൊ കാൽഷ്യം എന്ത് ചെയ്യും? സിഗ്നൽ മസിലിൽ പോയി എന്ത് ചെയ്യും? സിഗ്നൽ മസിലിൽ ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? മസിലിൽ ഫുള്ള് കാൽഷ്യം റിലീസ് ചെയ്യും. കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യും? ട്രോപ്പോണിൻ സിയിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ട്രോപ്പോണിനെ ഫുള്ള് എടുത്ത് കളയും. അപ്പൊ എന്ത് പറ്റി? അൺമാസ്കിങ് ഓഫ് ബൈൻഡിങ് സൈറ്റ് ഫോർ ആക്റ്റിൻ. ഇപ്പൊ എന്താണ്? ഇവിടെ മയോസിന് വന്ന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഫ്രീ ആയി. കണ്ടോ? ഇവിടെ ആർക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഫ്രീ ആയി? ഈ മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഫ്രീ ആയി അല്ലേ? മയോസിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഫ്രീ ആയി. അതേപോലെ തന്നെ മയോസിൻ എന്ത് ചെയ്യും? മയോസിൻ ഇങ്ങനെ കിടക്കുന്ന സാധനം, ഇങ്ങനെ സാധനം അല്ലേ, ഇങ്ങനെ ഹെഡ് ഉണ്ട് അല്ലേ. ഈ ഹെഡിൽ എന്തുണ്ട്? ഈ ഹെഡിൽ ആക്റ്റിനെ പോയി ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ATPക്ക് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്. ഒരു ATP വന്ന് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എനർജി കൊടുക്കും. ആ എനർജി യൂസ് ചെയ്തിട്ട് ഈ മയോസിനിൽ ആര് പോയി ബൈൻഡ് ചെയ്യും? മയോസിന് ആരിൽ പോയി ബൈൻഡ് ചെയ്യും? ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്തുണ്ടായി? ആക്റ്റിനും മയോസിനും തമ്മിൽ ബൈൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങനൊരു ബൈൻഡിങ് ഉണ്ടാവും, ഇങ്ങനൊരു ബൈൻഡിങ് ഉണ്ടായിരിക്കും. ബൈൻഡിങ് ഉണ്ടായില്ലേ? ഇനി എന്ത് ചെയ്യും? ഇത് രണ്ടും പുൾസ് ക്ലോസർ, ഇത് രണ്ടും അടുപ്പിക്കും. ഓക്കെ, രണ്ടും അടുപ്പിക്കും. അങ്ങനെ എന്ത് പറ്റും? സെറ്റ് ലൈൻസ് കംസ് ക്ലോസർ. ഇങ്ങനെ ആയിരിക്കും. മയോസിൻ അവിടെ തന്നെ ഉണ്ടാവും, മയോസിൻ ഒന്നും പറ്റില്ല. പക്ഷെ എന്ത് പറ്റും? ആക്റ്റിൻ കംസ് ക്ലോസർ. രണ്ട് സൈഡ് ആക്റ്റിൻ ക്ലോസ് ആവും. ഇതാണ് മസിൽ കൺട്രാക്ഷന് ശേഷം ഉണ്ടാവുക. ഇപ്പൊ ഇതിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ ഏതൊക്കെയാ? ഇതാണ് നിങ്ങളടുത്ത് നീറ്റിന് ചോദിക്കാറ്. എന്താണ്? എ ബാൻഡിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? മയോസിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? എ ബാൻഡിന് എന്തെങ്കിലും വ്യത്യാസം വന്നോ? ഇല്ല, എ ബാൻഡ് റിമെയിൻസ് ദ സെയിം. പക്ഷേ ഐ ബാൻഡ് ചുരുങ്ങിയില്ലേ? നേരത്തെ ഇത്ര ഉണ്ടായിരുന്ന ഐ ബാൻഡ് എന്ത് പറ്റും? ക്ലോസ് ആയി അല്ലേ? ഐ ബാൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അതേപോലെ തന്നെ എച്ച് സോൺ എന്തായി? ഈ എച്ച് സോൺ ഇത്രയും നേരം ഇത്ര ഉണ്ടായിരുന്ന എച്ച് സോൺ എന്തായി? എച്ച് സോൺ നൗ ഡിസപ്പിയർഡ്. അതേപോലെ തന്നെ സെറ്റ് ലൈൻ കം ക്ലോസർ, ഐ ബാൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്, എ ബാൻഡ് ഹാസ് നോ ചേഞ്ച്. ഈ 4 കാര്യങ്ങൾ എവിടെയാണെന്ന് എഴുതി വെച്ചോട്ടോ. ഇതാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, നിങ്ങളുടെ മസിൽ കൺട്രാക്ഷൻ്റെ തിയറിയോ അതിന്റെ ബേസിക് ഫിനോമിനോ ഒന്നും ചോദിക്കില്ല. ഓക്കെ, ചോദിക്കാറുള്ളത് ഇതാണ്. ഓക്കെ, എന്താണ് ലാസ്റ്റ് സംഭവിക്കുന്നത്? എന്താണ്? സെറ്റ് ലൈൻസ് കംസ് ക്ലോസർ, ഐ ബാൻഡ് ഗെറ്റ് ഷോർട്ടൻഡ്, എ ബാൻഡ് ഹാസ് നോ ചേഞ്ച് ഇൻ ദ ലെങ്ത്. അതേപോലെ തന്നെ എച്ച് സോൺ ഡിസപ്പിയേഴ്സ്. എന്തായിരുന്നു? എച്ച് സോൺ ഡിസപ്പിയേഴ്സ്. ഈ ബൈൻഡിങ്ങിന് പറയുന്നവരാണ് ക്രോസ് ബ്രിഡ്ജിങ് കേട്ടോ. ആ ബൈൻഡിങ്ങിന് പറയുന്നവരാണ് ക്രോസ് ബ്രിഡ്ജിങ്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കണ്ടോ? മയോസിന്റെ ഹെഡ് പോയിട്ട് ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യുന്ന അതേപോലെ ഒരു ഫിഗർ ഉണ്ട്, കണ്ടോ? അതിൽ പോകുന്നു, ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു, സ്ലൈഡിങ് സംഭവിക്കുന്നു, ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യിക്കുന്നു. അതേപോലെ ഇതും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത് മസിൽ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? ATPയുടെ എനർജി കഴിയുമ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി ബൈൻഡിങ് ബ്രേക്ക് ആവും. ഓക്കെ, നോർമലി റിലാക്സേഷൻ സംഭവിക്കും. എപ്പോഴും മസിൽ കൺട്രാക്ട് ചെയ്തിരിക്കുമോ? ഒരു കൺട്രാക്ഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ റിലാക്സ് ആവില്ലേ? ഓക്കെ, അതാണ് അതിൽ സംഭവിക്കുന്നത്. കൺട്രാക്ഷൻ ശേഷം അപ്പം തന്നെ എന്ത് പറ്റി? റിലാക്സേഷൻ സംഭവിച്ചു. ഓക്കെ, സാർ ഒന്നുകൂടെ റീച്ച് അല്ല ന്യൂറൽ സിഗ്നൽ റീച്ചസ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ
ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു അല്ലെ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കാരണമാണ് എന്തുണ്ടാവുന്നത്, കാൽഷ്യം റിലീസ് ഉണ്ടാവും. കാൽഷ്യം എന്ത് ചെയ്യും, ബൈൻഡ്സ് ടു ദ ട്രോപ്പോണിൻ ഓഫ് ദ ആക്ടിൻ ഫിലമെന്റ്സ് ആൻഡ് റിമൂവ്സ് ദ മാസ്കിംഗ് സൈറ്റ് ഫോർ മയോസിൻ. മയോസിന് ബൈൻഡ് ചെയ്യേണ്ട സൈറ്റുകൾ ഉണ്ടായിരിക്കും ആക്ടിനിൽ. അതിൽ ഇത്രയും നേരം ബൈൻഡ് ചെയ്തിരുന്ന ആരായിരുന്നു, ട്രോപ്പോണിൻ ആയിരുന്നു. ഇപ്പൊ അവിടുന്ന് ആരും പോയി, ട്രോപ്പോണിൻ ട്രിപ്ലറ്റ് പോയി കേട്ടോ, ട്രോപ്പോണിൻ ട്രിപ്ലറ്റ് പോയി. ഈ മസിൽ കൺട്രാക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, മസിൽ കൺട്രാക്ഷൻ നടക്കാത്തത് ആരിലായിരിക്കും, മസിൽ കൺട്രാക്ഷൻ കുറയുക ആരിലായിരിക്കും? ജനറ്റിക്കലി കാൽഷ്യം കുറവുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഈ കാൽഷ്യം കുറവുള്ള ആൾക്കാർക്ക് എന്ത് പറ്റും, മസിൽ വീക്ക്നെസ്സും ഫറ്റീഗും ഒക്കെ പെട്ടെന്ന് വരും. ഓക്കെ, കാൽഷ്യം കുറവുള്ള ആൾക്കാർക്ക്. കാരണം എന്താ, കാൽഷ്യം ഉണ്ടെങ്കിൽ എന്ത് നടക്കുള്ളൂ, മസിൽ കൺട്രാക്ഷൻ നടക്കുള്ളൂ കേട്ടോ. കാൽഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, മസിൽ കൺട്രാക്ഷൻ നടക്കുള്ളൂ. അടുത്ത സ്ലൈഡ് നോക്കിയേ. ദ മയോസിൻ ഹെഡ് ബൈൻഡ്സ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ് ഫോർ ആക്ടിൻ ഫോം എ ക്രോസ് ബ്രിഡ്ജ്. ആ ക്രോസ് ബ്രിഡ്ജ് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ബൈ യൂസിങ് ദ എനർജി ഓഫ് ATP, ATP കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. പുൾസ് ദ ആക്ടിൻ ഫിലമെന്റ്സ് ടുവേർഡ്സ് ദ തിൻ എ ബാൻഡ് സെന്ററിലോട്ട് ആക്ടിൻ ഫിലമെന്റ്സിനെ അടുപ്പിക്കുന്നു. സെറ്റ് ലൈന് ക്ലോസർ ആയി. ഷോർട്ടനിങ് ഓഫ് ദ സാർക്കോമിയർ അല്ലെ. നേരത്തെ എത്ര ഉണ്ടായിരുന്നു സാർക്കോമിയർ? സാർക്കോമിയർ എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെ. ഇത്രയും സാർക്കോമിയർ എന്താവും, ഇത്രയാവും അല്ലെ. ഷോർട്ടനിങ് ഓഫ് ദ സാർക്കോമിയർ റിസൾട്ട്സ് ഇൻ ദ മസിൽ കൺട്രാക്ഷൻ. ഇതാണ് മസിൽ കൺട്രാക്ഷന്റെ തിയറി കേട്ടോ. അടുത്ത ഇതാ നിങ്ങൾ ടെക്സ്റ്റുള്ള ആ ഫിഗർ, ടെക്സ്റ്റുള്ള ഫിഗർ. മയോസിൻ ഉണ്ട്, ആക്ടിൻ ഉണ്ട് അല്ലെ. മയോസിൻ ഉണ്ട്, ആക്ടിൻ ഉണ്ട്. ഓക്കെ, ആക്ടിനിലെ ഇത്രയും നേരം ഈ മയോസിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്തായിരുന്നു, ട്രോപ്പോണിൻ അവിടെ മാസ്ക് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പം എന്ത് പറ്റി, ആ മാസ്ക് ചെയ്ത ഏരിയ കംപ്ലീറ്റ്ലി പോയി, കുഴപ്പമില്ല. ട്രോപ്പോണിൻ നമ്മൾ കാൽഷ്യം എടുത്ത് കളഞ്ഞു. അപ്പോൾ ആർക്ക് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റി, മയോസിന്റെ ഹെഡ് പോയിട്ട് ബൈൻഡ് ചെയ്തു, ATP യൂസ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്തു. ആ ബൈൻഡിങ്ങിന് പറയുന്നത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ. ബൈൻഡ് ചെയ്തതിനു ശേഷം എന്ത് പറ്റി, പിടിച്ച് വലിച്ചു, സ്ലൈഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ എനർജി പോയി, ATPയുടെ എനർജി കഴിഞ്ഞു. ഇതെന്താ, റിലാക്സേഷൻ സംഭവിച്ചു, ഓട്ടോമാറ്റിക്കലി പഴയ പോലെ. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. 2 തരം മസിൽ ഫൈബർ ഉണ്ട്. ലാസ്റ്റ് പറയുന്ന 2 തരം മസിൽ ഫൈബർ ഉണ്ട്. തൊട്ട്. ഓക്കെ, 2 തരം മസിൽ ഫൈബേഴ്സ് ഉണ്ട്. റെഡ് മസിൽസും ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് മസിൽസും ഉണ്ട്. ഓക്കെ, റെഡ് മസിൽസും ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് മസിൽസും ഉണ്ട്. ഈ റെഡ് മസിൽസ് എന്ന് പറഞ്ഞാൽ, റെഡ് മസിൽസ് ആ പേരിലുണ്ട്, ദെയർ കളർ ഹാസ് ടു ബി റെഡ്. അവരുടെ കളർ എന്തായിരിക്കും, റെഡ് മസിൽ ഫൈബേഴ്സ് ആയിരിക്കും. റീസൺ എന്താ, ദേ കൺസെപ്റ്റ് ഓഫ് എ പിഗ്മെന്റ് നോൺ ആസ് മയോഗ്ലോബിൻ. അടുത്ത സ്ലൈഡ് സാറേ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട് അവരുടെ ബോഡിയിൽ, അവരുടെ ഇതില്. ഓക്കെ, ഈ മയോഗ്ലോബിന്റെ പ്രത്യേകത, മയോഗ്ലോബിൻ കൺസെപ്റ്റ് പ്ലെന്റി ഓഫ് ഓക്സിജൻ ധാരാളമുള്ള പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ കേട്ടോ. മയോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ധാരാളം പിഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ധാരാളം ഉണ്ടെങ്കിൽ അവിടെ എന്ത് റെസ്പിറേഷൻ നടക്കുക, എയറോബിക് ആണോ അനേറോബിക് ആണോ? എയറോബിക് അല്ലേ. ഓക്സിജൻ ധാരാളം ഉണ്ടെങ്കിൽ ഏത് റെസ്പിറേഷൻ നടക്കും, എയറോബിക് റെസ്പിറേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ദീസ് മസിൽസ് ആർ നോൺ ആസ് എയറോബിക് മസിൽസ്. ഓക്കെ, അതേപോലെ തന്നെ കൺസെപ്റ്റ് പ്ലെന്റി ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇത്രയും കാര്യങ്ങൾ റെഡ് ഫൈബേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് നമ്മുടെ ഒരുവിധം വർക്കിംഗ് മസിൽസ് എല്ലാം എന്തായിരിക്കും, റെഡ് മസിൽസ് ആയിരിക്കും. ഓക്കെ, ഹാർട്ടിലെ മസിൽസ് ഇതെല്ലാം എന്താണ്, റെഡ് മസിൽസ് ആണ്. ഓക്കെ, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന, പെട്ടെന്ന് ഫറ്റീഗ് ആവാത്ത, ധാരാളം മൈറ്റോകോൺഡ്രിയ ഉള്ള, മയോഗ്ലോബിൻ റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിരിക്കും റെഡ് മസിൽ ഫൈബേഴ്സ് കേട്ടോ. ഓക്കെ, മയോഗ്ലോബിൻ നോട്ട് ചെയ്ത് വെച്ചോ, ഓക്സിജൻ സ്കാവഞ്ചർ ആണ്. എവിടെയൊക്കെ ഓക്സിജൻ ഉണ്ട് അതിനെല്ലാം പിടിച്ചെടുക്കും മയോഗ്ലോബിൻ. ഓക്കെ, മനസ്സിലായോ? അടുത്ത വൈറ്റ് മസിൽസ് നേരെ തിരിച്ച് എന്താണ്, മയോഗ്ലോബിന്റെ കണ്ടന്റ് ഭയങ്കര കുറവായതുകൊണ്ടാണ് അതിന് പറയുന്ന പേര് വൈറ്റ് മസിൽസ് കേട്ടോ. മയോഗ്ലോബിന്റെ കണ്ടന്റ് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് വൈറ്റ് മസിൽസ് കേട്ടോ. ഓക്കെ, മയോഗ്ലോബിൻ കുറവായതുകൊണ്ട് തന്നെ ഇത് എന്ത് ഫൈബർ ആയിരിക്കും, അനേറോബിക് റെസ്പിറേഷൻ നടത്തും അല്ലെ. ഓക്സിജൻ കുറവാ, അപ്പൊ അനേറോബിക് റെസ്പിറേഷൻ നടത്താം. നിങ്ങൾ പ്ലസ് 1 പഠിച്ചല്ലേ എയറോബിക് റെസ്പിറേഷൻ, അനേറോബിക് റെസ്പിറേഷൻ, പൈറുവിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് പാത്വേ പഠിച്ചല്ലേ, പഠിച്ചായിരുന്നോ? അനേറോബിക് റെസ്പിറേഷന് ഏതാ യൂസ് ചെയ്യുക, ലാസ്റ്റ് ലാക്റ്റിക് ആസിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും അല്ലെ അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട്. ഓക്കെ, അനേറോബിക് റെസ്പിറേഷന്റെ ഫലമായിട്ട് എന്ത് വരും, ലാക്റ്റിക് ആസിഡ് വന്ന് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഇത്രയും കാലം വർക്ക് ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം ഇരുന്ന് ഫുള്ള് ഓടിച്ചാടി അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്തു വിചാരിച്ചോ, എന്ത് പറ്റും, പിറ്റേന്ന് ദിവസം എണീച്ചിറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെ. എന്തുകൊണ്ടാ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. നമ്മൾ കുറെ കാലം റെസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ മസിൽസ് ഓട്ടോമാറ്റിക്കലി എന്താവും, വൈറ്റ് മസിൽസ് ആവും. ഓക്കെ, റെഡ് മസിൽസ് അടക്കം എന്താവും, വൈറ്റ് മസിൽസ് ആവും. അപ്പൊ അതിന് കാരണം എന്താ, അതിനിപ്പോ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അതിൽ ഓക്സിജന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മയോഗ്ലോബിനൊക്കെ നശിച്ചു പോകും. ഓക്കെ, വൈറ്റ് മസിൽസ് ആവും.
ഈ വൈറ്റ് മസിൽസിൽ എന്ത് റെസ്പിറേഷൻ നടക്കുന്നത്? അനേറോബിക് റെസ്പിറേഷൻ. പിന്നീട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അതിന്റെ ഫലമായിട്ട് എന്താ അവിടെ അക്യുമുലേറ്റ് ചെയ്യും? ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ഈ ലാക്റ്റിക് ആസിഡ് കാരണം എന്താണ്? ലാക്റ്റിക് ആസിഡ് പെയിൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ ഈ ലാക്റ്റിക് ആസിഡിന്റെ അക്യുമുലേഷൻ കാരണം എന്താണ്? സിവിയർ പെയിനും ബാക്കിയുള്ള ഫറ്റീഗബിലിറ്റിയും ഒക്കെ ഉണ്ടാവും. ഇറിറ്റേഷൻ, ഫറ്റീഗ് ആവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ലാക്റ്റിക് ആസിഡിന്റെ കാര്യം എവിടെയോ പറയുന്നുണ്ട് ടെക്സ്റ്റിൽ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അനേറോബിക് റെസ്പിറേഷന്റെ എഫക്റ്റ് ആയിട്ട് ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി വൈറ്റ് ഫൈബേഴ്സ് എന്താണ്? ലെസ്സർ മൈറ്റോകോൺഡ്രിയ ആയിരിക്കും, പക്ഷേ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഹൈ ആയിരിക്കും കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കണേ. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കണ്ടന്റ് വൈറ്റ് ഫൈബേഴ്സിൽ ഹൈ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം മാത്രം വൈറ്റ് ഫൈബേഴ്സിൽ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മസിൽ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ചാപ്റ്റർ ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. സ്കെലിറ്റൽ സിസ്റ്റം കൂടെ കഴിഞ്ഞാൽ കഴിയും. ഓക്കെ, ആക്ച്വലി ചാപ്റ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ മസ്കുലർ സിസ്റ്റം കഴിഞ്ഞു, ഇനി സ്കെലിറ്റൽ സിസ്റ്റമാണ്. ആക്ച്വലി നീറ്റിൽ ഏറ്റവും ചോദിക്കാറുള്ള സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നിന്നാണ്. ഓക്കെ, മസ്കുലർ സിസ്റ്റത്തിനേക്കാളും അധികം ഇമ്പോർട്ടൻറ്റ് സ്കെലിറ്റൽ സിസ്റ്റമാണ്. എളുപ്പവും സ്കെലിറ്റൽ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് നോക്കാനുള്ള ആരൊക്കെയാ? ബോൺസ് ഉണ്ടായിരിക്കും, കാർട്ടിലേജ് ഉണ്ടായിരിക്കും. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്യൂർലി ബോൺ മാത്രമല്ല, കാർട്ടിലേജും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ഫൈനലി നമ്മൾ കുറച്ച് ജോയിന്റുകളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബോണ്, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ബോണിന്റെ സെല്ലർ മെട്രിക്സ് എന്തായിരിക്കും? നമ്മൾ ഇന്നലെ പഠിച്ചു, ഓർമ്മയുണ്ടോ? മെട്രിക്സിൽ എന്ത് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കുക? കാൽഷ്യം ഡെപ്പോസിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ബോൺ ഈ സ്ട്രോങ് ആൻഡ് നോൺ പ്ലയബിൾ. പ്ലയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളയാത്ത സാധനമാണ് ബോൺ, അല്ലേ? ബോണ് വളയോ? ഇല്ല, ബോൺസ് വളയില്ല. ഓക്കെ, പ്ലയബിൾ അല്ല, നോൺ പ്ലയബിൾ ആണ്. അതേപോലെ തന്നെ സ്ട്രോങ് ആണ്. റീസൺ എന്താ? ഡ്യൂ ടു കാൽഷ്യം ഡെപ്പോസിഷൻ വിത്തിൻ ദെയർ മെട്രിക്സ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം പോലത്തെ. ഓക്കെ, മെട്രിക്സിൽ എന്തുണ്ട്? കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട്. അതുകൊണ്ട് ബോൺസ് സ്ട്രോങ് ആയിരിക്കും. പക്ഷെ കാർട്ടിലേജിൽ എന്താ ഉള്ളത്? കാൽഷ്യം ഉള്ളത്. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺട്രിത്തിൻ. എന്താണ്? കോൺട്രിത്തിൻ എന്ന് പറയുന്ന സാൾട്ടാണ്, കാൽഷ്യം സാൾട്ട് അല്ല. കോൺട്രിത്തിൻ എന്ന് പറയുന്ന സാൾട്ടാണ്. ഇത് സോഫ്റ്റ് സാൾട്ട് ആയതുകൊണ്ട് തന്നെ കാർട്ടിലേജ് എന്താണ്? വളയും. നിങ്ങളുടെ ചെവിയൊക്കെ വളയ്ക്കാൻ പറ്റില്ലേ? മൂക്ക് വളയില്ലേ? കാരണം എന്താ? ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താ? കാർട്ടിലേജ്. കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന. ഓക്കെ, അവരുടെ മെട്രിക്സിൽ എന്താ ഉള്ളത്? കോൺട്രിത്തിൻ സാൾട്ട് ആണുള്ളത്. ദേ ആർ പ്ലയബിൾ ആൻഡ് സോഫ്റ്റ് ഇൻ നേച്ചർ കേട്ടോ. ഓക്കെ, ഇനി ടോട്ടൽ നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ എത്ര ബോൺസ് ഉണ്ട്? 206 ബോൺസ് ഉണ്ട് കേട്ടോ. എത്രടാ? 206 ബോണ്ട്, 206 ബോണ്ട്. ജനിക്കുമ്പോൾ എബവ് 300 ആയിരിക്കും ബോൺസ്. ജനിക്കുമ്പോൾ എത്ര ബോൺസ് ആയിരിക്കും? 300 മുകളിലായിരിക്കും ബോൺസ്. ഓക്കെ, അത് പിന്നെ റീജനറേറ്റ് ചെയ്ത് കുറഞ്ഞ് എന്താണ്? 206 ബോൺസ് ആവുന്നത്. അതായത് ഓരോ, ഇപ്പൊ നമ്മൾ ഈ ഒരു ലോങ് ബോൺ അല്ലേ, ഇതിന് ഹ്യൂമറസ് എന്ന് പറയാം. ജനിക്കുമ്പോൾ എന്താണ്? ഈ ഹ്യൂമറസ് 2 ആയിട്ട് ഉണ്ടാവുക, 2 പീസസ് ആയിട്ട് ഉണ്ടാവുക. അത് പിന്നെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ ബോൺ ആവുക ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എംബ്രിയോന്ന് ഫീറ്റസ് ആവുന്ന സമയത്ത് എന്താണ്? ഇതിന്റെ ബോൺസിന്റെ എണ്ണം അങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ, 206 ആണ് ടോട്ടൽ ബോൺസിന്റെ എണ്ണം. ഓക്കെ, നമ്മൾ ടോട്ടലി ഈ സ്കെലിറ്റൽ സിസ്റ്റത്തിന് 2ആയി ഡിവൈഡ് ഉണ്ട്. ഓക്കെ, ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റം, അപ്പൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം. ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ആക്സിസിൽ പാസ് ചെയ്യുന്ന ബോൺസിനെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റം. ഏതൊക്കെയാ? സ്കള്ളുണ്ട്, ഓക്കെ, ഫേഷ്യൽ ബോൺസ് ഉണ്ട്, ഓക്കെ, അതേപോലെ തന്നെ വെർട്ടബ്രൽ കോളം ഉണ്ട്. വെർട്ടബ്രൽ കോളം നട്ടല് ബാക്കിലുള്ളത്. ഓക്കെ, അതേപോലെ റിബ്സ്. ഇതെല്ലാം എന്തിൽ വരുന്ന? ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ വരുന്ന. ഓക്കെ, അപ്പൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈ, കാല്, ഓക്കെ, അതിന് ജോയിൻ ചെയ്യിക്കുന്ന ജോയിന്റുകൾ. ഓക്കെ, ഇതാണ് അപ്പൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം. ഓക്കെ, നമുക്ക് ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റത്തിലോട്ട് പോവാം കേട്ടോ. അടുത്ത ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്? ആക്സിയൽ സ്കള്ള് പഠിക്കും, വെർട്ടബ്രൽ കോളം പഠിക്കും, സ്റ്റേർണം പഠിക്കും, റിബ്സ് പഠിക്കുക. അപ്പൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും, ഗേഡിൽസ്. ഗേഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജോയിന്റുകൾ. ജോയിന്റ് കേട്ടോ. ഈ സാധനമൊക്കെ നിങ്ങളുടെ സ്കൂളിലില്ലേ? ഇതൊക്കെ ഒറിജിനൽ ആണോ? അതൊക്കെ ഒറിജിനൽ സാധനമാണോ? ഒറിജിനൽ ആണ് കേട്ടോ. അതൊക്കെ സ്കൂളിൽ ഉണ്ടാകുന്നതൊക്കെ ഒറിജിനൽ തന്നെ. എന്റെയൊക്കെ പണ്ട് ഉള്ള ഡൗട്ട് ആയിരുന്നു, അതൊക്കെ ഒറിജിനൽ ആണോ എന്ന്. ഞാൻ കുറെ കാലത്തിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച എല്ലാം ഒറിജിനൽ ആണെന്ന്. ഓക്കെ, എല്ലാം എന്താണ്? ഒറിജിനൽ ആണ്. ഓക്കെ, മേലോട്ട് വിട്ട് പഴയ ആക്സിയൽ സ്കെലിറ്റൺ ഉണ്ട്, അതേപോലെ തന്നെ അപ്പൻഡിക്കൽ സ്കെലിറ്റൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ആക്സിയൽ സ്കെലിറ്റൻസ് കുറച്ചുകൂടി മേലെ സൈഡ്, അടുത്ത സൈഡ്. സ്കള്ളിലോട്ട് പോവാം. സ്കള്ളിൽ 2 സെറ്റ്സ് ഓഫ് ബോൺസ് ഉണ്ട്. ഏതാണ്? ക്രേനിയൽ ബോൺസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫേഷ്യൽ ബോൺസും ഉണ്ട്. ഓക്കെ, ക്രേനിയൽ ബോൺസിന്റെ ഇതിന്റെ എണ്ണമാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ക്രേനിയൽ ബോൺസ് എന്താ? 8 ഇൻ നമ്പർ ആൻഡ് ഫേഷ്യൽ ബോൺസ് ആർ
14 എണ്ണം ഇൻ നമ്പർ. മാർക്ക് ചെയ്ത് വെച്ചോ. ക്രേനിയൽ ബോൺസ് ആർ 8 ഇൻ നമ്പർ ആൻഡ് ഫേഷ്യൽ ബോൺസ് ആർ 14 ഇൻ നമ്പേഴ്സ് കേട്ടോ. മാർക്ക് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇനി ടെക്സ്റ്റിലെ ഫിഗർ, ഈ ഫിഗർ കൊടുത്തിട്ടില്ലേ, ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിലെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാം, മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കാം, തന്നിട്ടുണ്ട്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ധാരാളമായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ നീറ്റിലൊക്കെ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ബയോ റിയാക്ടർ ഉണ്ട്, ഏതായിരുന്നു, ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് +2. ഓക്കെ, അതിൽ ഫിഗറൊക്കെ കൊടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ ക്രേനിയൽ ബോൺസിന്റെ എണ്ണം 8 എണ്ണമാണ്, ഫേഷ്യൽ ബോൺസിന്റെ എണ്ണം 14 ആണ്. ഓക്കെ, നമുക്ക് ഇതിൽ ക്രേനിയൽ ബോൺസിൽ കുറച്ച് ബോൺസ് പഠിച്ചു വെക്കണം. ഒന്നെന്താ, ഫ്രോണ്ടൽ ബോൺ. ഇവിടെ നിങ്ങൾ നെറ്റിയില്ലേ, ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ബോണിന് പറയുന്നത് ഫ്രോണ്ടൽ ബോൺ. ഓക്കെ, ഫ്രോണ്ടൽ ബോൺ. അത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള ബോൺസിന് പറയുന്നത് ടെമ്പറൽ ബോൺസ്. ടെക്സ്റ്റിലുണ്ടോ ടെമ്പറൽ ബോൺ? ഈ രണ്ട് ചെവിയുടെ തൊട്ട് മീതെയുള്ള ബോൺസിന് പറയുന്നത് ടെമ്പറൽ ബോൺസ്. ഓക്കെ, ഈ മുകളിലുള്ള ബോണാണ്, ഇവിടെയുള്ള ബോണാണ് പറൈറ്റൽ ബോൺ കേട്ടോ. പറൈറ്റൽ ബോൺ, മുകളിലുള്ള ബോണാണ് പറൈറ്റൽ ബോൺ. ഓക്കെ, ഏറ്റവും ബാക്കിലുള്ള ബോണാണ് ഓസിപിറ്റൽ ബോൺ. ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഓസിപിറ്റൽ ബോൺസ് കേട്ടോ. ഇത്രയും, ഈ ഒരു അറ്റ്ലീസ്റ്റ് ഇത്രയും ബോൺസ് എങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. ഫ്രോണ്ടൽ പഠിക്കണം, പറൈറ്റൽ പഠിക്കണം, ടെമ്പറൽ. ടെമ്പറൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഫ്രോണ്ടൽ ഒരെണ്ണേ ഉള്ളൂ, പറൈറ്റൽ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ടെമ്പറൽ 2 എണ്ണം ഉണ്ട്, ഓസിപിറ്റൽ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഇതിന് പറയുന്നത് സ്ഫീനോയിഡ് ബോൺ. സ്ഫീനോയിഡ് ബോൺ, നിങ്ങൾ സൈനോസൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സൈനോസൈറ്റിസ് വരിക ഈ സ്ഫീനോയിഡ് ബോണിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്ഫീനോയിഡില് ഹോളോ ബോൺസാ, അതിന്റെ അകത്ത് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മുടെ മ്യൂക്കസിലെ കഫവും അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള സാധനങ്ങളെല്ലാം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വരുന്ന അസുഖമാണ് സൈനോസൈറ്റിസ്. സൈനോസൈറ്റിസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സ്ഫീനോയിഡ് ബോണും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, മാർക്ക് ചെയ്യാനുള്ള കേട്ടോ, സ്ഫീനോയിഡ് ബോൺ. ഓക്കെ, ഇനി അപ്പോൾ ക്രേനിയൽ ബോൺസിൽ അത്ര തന്നെ ഉള്ളൂ. ക്രേനിയൽ ബോൺസ് അത്ര ഉള്ളൂ. ഇത് നമുക്ക് ഫേഷ്യൽ ബോൺസ് നോക്കാനുള്ള. ഫേഷ്യൽ ബോൺസിൽ നിങ്ങൾ നോക്കേണ്ടത്, ബേസ് ഓഫ് ദ സ്കള്ളിലോട്ട് എന്തുണ്ട്, ഒരു സിംഗിൾ യു ഷേപ്ഡ് ബോൺ ഉണ്ട്. ആ ബോണിന് പറയുന്നവരാണ് ഹയോയിഡ് ബോൺസ്. ഓക്കെ, ആ ബോണിന് പറയുന്നവരാണ് മേലെ അതിനകത്ത് ഹയോയിഡ് ബോൺ. മാർക്ക് ചെയ്ത് വെച്ചിട്ടോ. സിംഗിൾ യു ഷേപ്ഡ് ബോൺ കണ്ടോ, സിംഗിൾ യു ഷേപ്ഡ് ബോൺ കാൾ ഹയോയിഡ് ബോൺ ഈസ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ബക്കൽ കാവിറ്റി. ഈ ഒരു സൈഡിലായിട്ട് ഒരു ബോൺ ഉണ്ട്, അതിന് പറയുന്നതാണ് ഹയോയിഡ് ബോൺ, യു ഷേപ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ സൂയിസൈഡ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഹയോയിഡ് ബോണാണ് പൊട്ടുക. കെട്ടി തൂങ്ങിയാൽ എന്ത് പറ്റും, ഇവിടെ ഉള്ള ഒരു സിംഗിൾ യു ഷേപ്ഡ് ബോൺ ഉണ്ട്, ഈ ബോണാണ് പെട്ടെന്ന് പൊട്ടിയിട്ട് എന്ത് പറ്റും, ഇതിന്റെ അകത്ത് കുറെ, നിങ്ങൾ ഈ കഴുത്തൊക്കെ ഞെക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, ബോധം കെട്ടി വീണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? 2 സൈഡ് ഇങ്ങനെ കഴുത്തൊക്കെ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ റീസൺ എന്താ, നമ്മുടെ ബ്രെയിനിലോട്ട് 2 ആർട്ടറി പോകുന്നുണ്ട്. ഓക്കെ, കരോട്ടിഡ് ആർട്ടറി. ഈ കരോട്ടിഡ് ആർട്ടറി കംപ്രഷൻ സംഭവിക്കും, ബ്രെയിനിൽ എന്ത് കിട്ടില്ല, ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കിട്ടാതെ ഏത് സെല്ല് എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി കുഴഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ ബ്രെയിൻ സെല്ല് ഫുള്ള് കട്ടായി പോകും. അപ്പൊ എന്ത് പറ്റും, അൺകോൺഷ്യസ് ആവും, ബോധം കിട്ടി വീഴും. എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അത് നമ്മള് ഹയോയിഡ് ബോൺ ബ്രേക്ക് ആകുമ്പോൾ എന്ത് പറ്റും, ഈ ഹയോയിഡ് ബോണ് ഈ കരോട്ടർ ആർട്ടറിനെ കംപ്ലീറ്റ്ലി കംപ്രസ് ചെയ്യും. അങ്ങനെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. 1 ഓഫ് ദ റീസൺ ഓഫ് ഡെത്ത് ആണ്. ഓക്കെ, അപ്പൊ ഹയോയിഡ് ബോൺ മാർക്ക് ചെയ്ത് വെച്ചോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. ഹയോയിഡ് ബോൺ യു ഷേപ്ഡ് ബോൺ ആണ്, പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ദ ബക്കൽ കാവിറ്റി. ഓക്കെ, ഇനി അടുത്തത് ഫേഷ്യൽ ബോണിൽ വരുന്ന ബോൺസ് ആണ് മാലിയസ് ഇംഗസ് ടേപ്സ്, ഇയറോസിക്കിൾസ്. ഇയറോസിക്കിൾസ് കേട്ടിട്ടില്ലേ? ഇയറോസിക്കിൾസ് എന്ന് അറിയാം കേട്ടോ. അതായത് ചെവിയുടെ അകത്തുള്ള 3 ബോൺസ് ആണ്. ഓക്കെ, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ആ സ്റ്റേപ്പിസ് ഒന്നുകൂടെ മാർക്ക് ചെയ്തു. സ്റ്റേപ്പിസ് ഇസ് ദ സ്മോളസ്റ്റ് ബോൺ ഓഫ് അവർ ബോഡി. ഓക്കെ, സ്റ്റേപ്പിസ് കേട്ടോ. മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് ടുഗദർലി നോൺ ആസ് ഇയറോസിക്കിൾസ്. ഓക്കെ, ഇനി സ്കൾ റീജിയൻ വെർട്ടിബിൾ കോളായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന എന്ത് യൂസ് ചെയ്തിട്ടാ, ഓസിപിറ്റൽ കോണ്ടൈൽസ് യൂസ് ചെയ്തിട്ടോ. ഇതാണ് ഓസിപിറ്റൽ ബോൺ. ഈ ബാക്കിലുള്ള ബോണാണ് ഓസിപിറ്റൽ ബോൺ. ഈ ഓസിപിറ്റൽ ബോണിന്റെ അടിയിൽ എന്തുണ്ട്, 2 ഉണ്ട പോലത്തെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഈ 2 ഉണ്ടകൾക്ക് വിളിക്കുന്നവരാണ് കോണ്ടൈലുകൾ. ഈ 2 കോണ്ടൈലിന്റെ ഹെൽപ്പോട് കൂടെയാണ് എന്തിലിരിക്കുന്നത്, ഈ നമ്മുടെ ഈ സ്കൾ ബോണ് എന്തിലോട്ട് ഫിക്സ് ചെയ്യുന്നത്, താഴത്തുള്ള വെർട്ടിബിൾ കോളായിട്ട് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സ്കളിലും ഫേഷ്യൽ ബോൺസിലും അത്രേ നോക്കാറുള്ളൂ കേട്ടോ. ഈ ഒരു ഇതിന് പറയുന്ന മാൻഡിബിൾ കേട്ടോ. മാൻഡിബിളോടെ നോട്ട് ചെയ്ത് വെച്ചോ. മാൻഡിബിൾ എന്തിൽ പോയിട്ട് ലോക്ക് ആവുന്നത്, ടെമ്പറൽ ബോണിൽ പോയിട്ടാണ് ലോക്ക് ആവുന്നത്. ഓക്കെ, ടെമ്പറൽ ബോണിൽ പോയിട്ടാണ് മാൻഡിബിൾ ലോക്ക് ആവുന്നത്. ഓക്കെ, ജോയിന്റ് ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് എന്ന് പറയും. ഓക്കെ, ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ്, TMJ. ഓക്കെ, നിങ്ങൾ ഉറക്കമൊക്കെ വന്ന് ഇങ്ങനെ കോട്ടയിടില്ലേ, എന്ത് പറ്റും, ഡിസ്ലൊക്കേഷൻ ഓഫ് ദ ടെമ്പറോ മാൻഡിബുലാർ ജോയിന്റ് സംഭവിക്കും. ഇതങ്ങനെ ഡിസ്ലൊക്കേറ്റ് ആയി പോകും, ഇവിടെ ഇങ്ങോട്ട് തള്ളിയേണ്ടി വരും, പുറത്തേക്ക് വരും. മനസ്സിലായോ? ഭയങ്കര ശക്തിയായിട്ട് ഭയങ്കര വലിയ കോട്ടയായി കിട്ടിയാൽ എന്ത് പറ്റും, TMJ ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഇത് പുറത്തേക്ക് വന്ന് നിൽക്കും. പുറത്തേക്ക് വന്നാൽ എന്താ പണി,
സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പിടിച്ച് അകത്തേക്ക് മാനുവലി ഫിക്സ് ചെയ്ത് വെക്കണം. ഭയങ്കര പെയിൻഫുള്ളാണ്. നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അതിന്റെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരാളുടെ ഇത് താടിയിൽ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അതൊരു ഡോക്ടർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, TMJ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ക്ലാസ്സിൽ ഉറക്കം തൂങ്ങാതിരിക്കുക. ഓക്കെ, ഉറക്കം തൂങ്ങിയതിന് കോട്ടയിടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇളകി പോകുന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുക. ഓക്കെ, ബോൺ പെയിൻ ഭയങ്കര പെയിൻഫുൾ ആട്ടോ. ബാക്കിയൊന്നും അത്ര ഇഷ്യൂ ഇല്ല. ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിനാണ്. നിങ്ങളൊരു പല്ല് പറിച്ചവരാണ് അറിയാൻ പറ്റും. പല്ലൊക്കെ അതിന്റെ തരിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പെയിന് വരുന്നത് അല്ലേ. പല്ലിന് അത്ര വേനുണ്ടെങ്കിൽ അതിന്റെ എത്രയോ ഡെൻസിറ്റി കൂടിയ സാധനമാണ് ബോൺ. ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പെയിൻ ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ് ഫ്രാക്ചേഴ്സ് കേട്ടോ. ഓക്കെ, അടുത്തിട്ട് സാർ വെർട്ടബിൾ കോളം. നട്ടല് എന്തായിരുന്നു? നട്ടൽ ഈസ് ഫൗണ്ട് ബൈ 26 ബോൺസ്. നട്ടൽ ഈസ് ഫൗണ്ട് ബൈ 26 ബോൺ. 26 ബോൺ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതിപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സാധനമാണ് അവിടെ കൊടുത്തിട്ടില്ലേ. ഓക്കെ, നട്ടല് 26 ബോൺസ് ഉണ്ട്. 26 ബോൺ എന്നുണ്ട്. എത്ര എണ്ണം ഉണ്ട്? എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നേ? 7 എണ്ണം നമ്മുടെ സെർവിക്സ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? കഴുത്ത്. ഓക്കെ, സെർവിക്സിലുണ്ട് 7 എണ്ണം, കഴുത്തിലുണ്ട്. അത് കഴിഞ്ഞാൽ 12 എണ്ണം ഈ തൊറാക്സ് എന്ന് പറഞ്ഞ റീജിയനിലുണ്ട്. തൊറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതൽ അബ്ഡമൻ വരെയുള്ള റീജിയൻ ആണ് തൊറാക്സ്. ഓക്കെ, 12 ബോൺസ് തൊറാക്സിലുണ്ട്. പിന്നെ ഒരു 5 എണ്ണം ലംബാർ ഉണ്ട്. ഓക്കെ, 5 എണ്ണം ലംബാർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം സാക്രലും ഒരെണ്ണം കോക്സിജിയലും ഉണ്ട്. ഒരെണ്ണം സാക്രലും ഉണ്ട്, അതേപോലെ തന്നെ ഒരെണ്ണം കോക്സിജിയലും ഉണ്ട് കേട്ടോ. ആ ഈ ഡിവിഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. ഇത് ഈ ഓർഡർ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള സാധനം. 7 സെർവിക്കൽ, 12 തൊറാസിക്, 5 ലംബാർ, അതേപോലെ തന്നെ ഒരു സാക്രൽ, ഒരു കോക്സിജിയൽ കേട്ടോ. ഈ ഓർഡർ പഠിച്ചു വെക്കണേ. ഓക്കെ, വെർട്ടിബിൾ കോളത്തിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇനി ഇത് എവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് ഫ്രം ദ ബേസ് ഓഫ് ദ സ്കൾ ആൻഡ് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് അല്ലെ. സ്കളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോട്ടൽ നമ്മുടെ ബേസ് ഫോം ചെയ്യുന്ന ആരാ? നമ്മൾ എന്തിന്റെ പുറത്താണ് ബിൽഡ് ചെയ്ത് ഇരിക്കുന്നത്? ഈ വെർട്ടിബിൾ കോളത്തിന്റെ പുറത്താണ് ബാക്കിയുള്ള ബോൺസ് എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോക്കാനുള്ള സാധനം ഈ വെർട്ടിബിൾ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെർട്ടിബിൾ ബോൺ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹോളോ. ഇങ്ങനെ ആയിരിക്കും ഒരു വെർട്ടിബിൾ ബോൺ ഉണ്ടായിരിക്കാം. ഇങ്ങനെ 3 സാധനങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഇതിന്റെ സെൻട്രൽ പോർഷൻ എന്താണ്? ഹോളോ ആണ്. നിങ്ങൾ പെന്നിന്റെ ട്യൂബിലില്ലേ, പെന്ന് പോലെ ഉണ്ടാവുക. അതിന്റെ പെന്ന് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഈ എന്താ ഇതിന് പറയാ, പെന്നിന്റെ ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോളോ ട്യൂബല്ലേ കിട്ടുന്നേ. ഇങ്കുള്ള സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോളോ ട്യൂബല്ലേ കിട്ടും. അതേപോലെ തന്നെയാണ് ഈ വെർട്ടിബിൾ കോളുള്ള. ഇതിന്റെ ഹോളോ ഏരിയയിലോട്ട് ആരിറങ്ങിയിരിക്കും? സ്പൈനൽ കോഡ് ഇറങ്ങിയിരിക്കും. ഓക്കെ, ആക്ച്വലി വെർട്ടിബിൾ കോളത്തിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഈ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ എന്ത് പറ്റും? നോർമലി ഇങ്ങനെ ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ടാവും. ചില വെർട്ടിബിൾ കോളത്തിന് ഇതിന്റെ അകത്തൂടെ സ്പൈനൽ കോഡ് ഇങ്ങനെ പോകും. ഓക്കെ, ചില വെർട്ടിബിൾ കോളത്തിന് എന്ത് പറ്റും? ഈ ഗ്യാപ്പ് കുറവായിരിക്കും, ഭയങ്കര ചെറുതായിരിക്കും. അത് സ്പൈനൽ കോഡിനെ ഇങ്ങനെ തട്ടും. ചിലവർക്ക് എല്ല് തേയ്മാനൊക്കെ വന്നിട്ട് സ്പൈനൽ കോഡിനെ ഇത് ചുരുങ്ങിയിട്ട് സ്പൈനൽ കോഡിനെ തട്ടും. അപ്പോഴാണ് ബോഡി പെയിൻ, വെറുതെ കൈവേദന, കാലുവേദന, നടക്കാൻ പറ്റില്ല, കുനിയാൻ പറ്റില്ല. ഡിസ്ക് എന്ന് പറയില്ലേ, ഡിസ്ക് തെറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഈ അസുഖമാണ്. ഓക്കെ, വെർട്ടിബിൾ കോളം കംപ്രസ്ഡ് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന നെർവെല്ലാം കംപ്രസ്ഡ് ആയി പോകും. അതാണ് ഡിസ്കിന് പ്രശ്നമായിട്ട് അറിയാം. ഓക്കെ, നിങ്ങൾ തെങ്ങുന്നൊക്കെ വീണതിന് എന്ത് പറ്റും? ഈ വെർട്ടിബിൾ കോളത്തിന് പരിക്ക് പറ്റുക. വെർട്ടിബിൾ കോളം പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡാമേജ് ആര് പറ്റും? അതിന്റെ അകത്തൂടെ പോകുന്ന സ്പൈനൽ കോഡിന്. സ്പൈനൽ കോഡ് ഈസ് എ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം. ബ്രെയിനും സ്പൈനൽ കോഡാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഇഷ്യൂ പറ്റി എന്ത് പറ്റും? ആള് പാരലൈസ്ഡ് ആവും, തളർന്നു പോകും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, സെൻട്രൽ സ്റ്റേർണം ഈസ് എ ഫ്ലാറ്റ് ബോൺ. ഇതാണ് സ്റ്റേർണം. നിങ്ങളുടെ ചെസ്റ്റ് ബോണിന് പറയുന്നത് സ്റ്റേർണം. സ്റ്റേർണം ഈസ് എ ഫ്ലാറ്റ് ബോൺ ഓൺ ദ വെൻട്രൽ സർഫസ് ഓഫ് ദ thorax. വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഏരിയ കേട്ടോ. ഡോർസൽ സൈഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ്. ഓക്കെ, വെൻട്രൽ സൈഡിലുള്ള ഒരു ഫ്ലാറ്റ് ബോർഡാണ് സ്റ്റേർണം. ഓക്കെ, നമുക്ക് റിബ്സിലോട്ട് പോവാം. റിബ്സിൽ എത്ര പെയർ ഓഫ് റിബ്സ് ഉണ്ട്? 12 പെയർസ് ഓഫ് റിബ്സ് ഉണ്ട് കേട്ടോ. അതായത് 24 റിബ്സ് ഉണ്ട്. ഇവിടെ 12 ഉണ്ട്, അതേപോലെ ഇവിടെയും 12 ഉണ്ട്. ടോട്ടൽ 24 റിബ്സ് ഉണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിലെ ഫസ്റ്റ് 7 പെയർസ് ഓഫ് റിബ്സ് ആർ കാൾഡ് ട്രൂ റിബ്സ്. ഈ റിബ്സിന് കണക്ഷൻ എങ്ങനെ വരുന്നത്? ഫ്രണ്ടിൽ നമ്മുടെ ഇവിടെയും കണക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാക്കിൽ വെർട്ടബിൾ കോളത്തിലും കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ 7 പെയർ ഓഫ് റിബിന് മാത്രമേ 2 കണക്ഷനും ഉള്ളൂ. മനസ്സിലായോ? ആദ്യത്തെ 7 പെയർ ഓഫ് റിബിന് മാത്രമേ ഇവിടെയും വെൻട്രൽ കണക്ഷനും ബാക്കിൽ ഡോർസൽ കണക്ഷനും ഉള്ളൂ. ബാക്കിൽ വെർട്ടബിൾ കോളം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ സ്റ്റേർണത്തിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് 7 പെയർസ് ഓഫ് റിബ്സിന് മാത്രമേ എന്തുള്ളൂ? 2 കണക്ഷൻസ് ഉള്ളൂ. therefore they are known as ട്രൂ റിബുകൾ അല്ലെങ്കിൽ വെർട്ടിബ്രോ സ്റ്റേർണൽ റിബ്. വെർട്ടിബ്രും സ്റ്റേർണും ആയിട്ട് കണക്ഷൻ ഉള്ള റിബുകൾ, അതിന് പറഞ്ഞാൽ വെർട്ടിബ്രോ സ്റ്റേർണൽ റിബ്സ്. ഓക്കെ, മനസ്സിലായോ? ട്രൂ റിബ് അല്ലെങ്കിൽ വെർട്ടിബ്രോ സ്റ്റേർണൽ റിബ്സ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി
7 പെയർ, ഫസ്റ്റ് 7 പെയർ കഴിഞ്ഞാൽ 8ഉം 9ഉം 10ാമത്തെ പെയർ ഓഫ് റിബ്. അവരെന്താ പ്രശ്നം? അവർക്ക് ഡോർസൽ കണക്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, വെൻട്രലി ഡയറക്റ്റ് ആയിട്ടല്ല കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാ? വെൻട്രലി കണക്റ്റഡ് വിത്തിൻ ദ 7ാമത്തെ റിബിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് 7ാമത്തെ റിബാണ് പോയിട്ട് സ്റ്റേണത്തിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, വെൻട്രലി ഡയറക്റ്റ് ആയിട്ട് സ്റ്റേണത്തിൽ പോയി കണക്ട് ചെയ്യില്ല, പക്ഷെ എന്ത് ചെയ്യും? 7ാമത്തെ റിബിൽ പോയിട്ട് കണക്ട് ചെയ്യും. 7ാമത്തെ റിബ് സ്റ്റേണത്തിൽ പോയി കണക്ട് ചെയ്യും. ഓക്കെ, വെൻട്രൽ ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, അതുകൊണ്ട് അവരെന്ത് പറയും? ദേ ആർ നോൺ ആസ് ഫാൾസ് റിബ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് കേട്ടോ. വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് മാർക്ക് ചെയ്ത് വെച്ചോ, പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, 8, 9, 10 എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് വെൻട്രൽ കണക്ഷൻ ഇല്ല, പകരം ആരിൽ പോയി കണക്ട് ചെയ്യും? 7ൽ പോയി കണക്ട് ചെയ്യും. 7 എന്തിലും പോയി കണക്ട് ചെയ്യും? സ്റ്റേണത്തിൽ പോയി കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഫൈനലി ഫ്ലോട്ടിംഗ് റിബുകൾ 11ഉം 12ാമത്തെ പേഴ്സ് ആണ് നോൺ ആസ് ഫ്ലോട്ടിംഗ് റിബ്. ഈ താഴത്തെ കിടക്കുന്ന സാധനം കണ്ടോ? 11ഉം 12ഉം ദേ ആർ നോൺ ആസ് ഫ്ലോട്ടിംഗ് റിബ്സ്. റീസൺ എന്താ? അവർക്ക് എന്തില്ല? വെൻട്രൽ കണക്ഷൻ ഇല്ല. ഡോർസലി വെർട്ടബ്രൽ കോളത്തിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നേ ഉള്ളൂ, വെൻട്രൽ കണക്ഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, therefore they are known as floating ribs കേട്ടോ. ഓക്കെ, ഫ്ലോട്ടിംഗ് റിബ്സ്. ഓക്കെ, ഈ ഫ്ലോട്ടിംഗ് റിബ്സ് നമ്മൾ എന്തിനു യൂസ് ചെയ്യും? നിങ്ങളൊരു ആക്സിഡന്റിൽ എന്ത് പറ്റും? നമ്മൾ കാഷ്വാലിറ്റി നിൽക്കുമ്പോൾ കാണുന്ന മേജർ കേസാണ്. ബൈക്ക് ആക്സിഡന്റിൽ എന്ത് പറ്റും? കാല് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന സാധനം എക്സ്റേ എടുക്കും. വൂണ്ട് നോക്കിയിട്ട് ബ്ലീഡിംഗ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എക്സ്റേ എടുക്കും. എക്സ്റേ എടുക്കുമ്പോൾ എന്ത് പറ്റും? 1-2 എല്ലൊന്നും കാണുന്നുണ്ടാവില്ല. 1-2 എല്ല് എന്തുണ്ടാവില്ല? എക്സ്റേയിൽ ഉണ്ടാവില്ല. കാരണം ആക്സിഡന്റ് സൈറ്റിൽ തെറിച്ചു പോയിട്ടുണ്ടാവും. കാലിൽ കുറെ എല്ലുകളുണ്ട്. ഓക്കെ, ആ എല്ലുകളൊക്കെ ആംഗിൾസിലും പിന്നെ അതിന്റെ ഫൂട്ടിലൊക്കെ കുറച്ച് എല്ലുകളുണ്ട്. ഇതെല്ലാം എന്ത് പറ്റും? തെറിച്ചു പോകും. അപ്പൊ എക്സ്റേ നോക്കുമ്പോൾ ഫുൾ മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്ക് എമർജൻസി ആയിട്ട് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കൊടുക്കണം, അവിടെ എല്ല് പിടിപ്പിച്ച് വെച്ച് കൊടുക്കണം. ഓക്കെ, എന്നാലും മാത്രമേ അയാൾക്ക് ബാക്കിയുള്ള ഭാവിയിൽ നടക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലുകൾ എവിടെ നിന്ന് എടുക്കും? ഒന്നെങ്കിൽ പ്രോസ്തറ്റിക് പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ റിബില്ലേ, ഫ്ലോട്ടിംഗ് റിബ് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഫ്ലോട്ടിംഗ് റിബിൽ നിന്ന് എടുക്കാൻ പറ്റും. ലിഗമെന്റ് സർജറി എന്ന് കേട്ടിട്ടുണ്ടോ? ACL പോയി PCL പോയി എന്നൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സിനും ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ പറ്റുന്നതാണ്. അവർക്ക് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ 2 ബോണിന്റെ ഇടയിലുള്ള സാധനമാണ് ലിഗമെന്റ്. ഓക്കെ, ഈ പോയ ലിഗമെന്റിനെ എവിടെ നിന്ന് ഉണ്ടാക്കുക? നമ്മുടെ മസിലിൽ തന്നെയാണ് ഉണ്ടാക്കുക. ഓക്കെ, എന്താ പറയുക? ഫ്ലോട്ടിംഗ് റിബ്സ് കേട്ടോ. അപ്പൊ ഫ്ലോട്ടിംഗ് റിബ്സ് നമ്മൾ റീപ്ലേസ്മെന്റ് സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് റിബ്സ് കേട്ടോ. ഇനി റിബ് കേജും കൂടെ നോക്കണം. ഈ സാധനത്തിന് മൊത്തത്തിൽ പറയുന്ന റിബ് കേജ് കേട്ടോ. ഇത് മൊത്തത്തിൽ പറയുന്ന റിബ് കേജ്. റിബ് കേജിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? സ്റ്റേണോ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ 24 റിബ്സ് ഉണ്ടായിരിക്കും, അതേപോലെ ആരും കൂടെ വരും അതിൽ? വെർട്ടബ്രൽ കോളം കൂടെ വരും. ഓക്കെ, ഏത് വെർട്ടബ്രൽ കോളം? തൊറാസിക് വെർട്ടിബ്ര ഇല്ലേ? 12 തൊറാസിക് വെർട്ടിബ്രയും കൂടെ വരും കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താവുന്നത്? റിബ് കേജ് ആവുന്നത്. തൊറാസിക് വെർട്ടിബ്ര, 24 റിബ്, പിന്നെ അതേപോലെ സ്റ്റേണം ടുഗദർലി ഫോംസ് റിബ് കേജ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, നമ്മൾ അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിലോട്ട് പോവാ കേട്ടോ. അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ, ആക്സിയൽ സ്കെലിറ്റൻ കഴിഞ്ഞു. ഇനി എന്താണ്? അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ. ഓക്കെ, ഇപ്പൊ ടോട്ടലി നിങ്ങൾ എണ്ണി നോക്കിയാൽ എത്ര ബോൺസ് കിട്ടും? ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 8 ക്രേനിയൽ ബോൺസ് ഉണ്ട്, 14 ഫേഷ്യൽ ബോൺസ് ഉണ്ട് അല്ലെ? അങ്ങനെ 24 ബോണ് എന്തിൽ പോയി? ഈ സ്കള്ളിൽ പോയി അല്ലെ? എടാ ഒരു കാര്യം വിട്ടു കേട്ടോ, സോറി. ഫസ്റ്റ് വെർട്ടിബ്രയുടെ പേരാണ് അറ്റ്ലസ്, സെക്കൻഡ് വെർട്ടിബ്രയുടെ പേരാണ് ആക്സിസ് കേട്ടോ. ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടോ? അറ്റ്ലസ് ആൻഡ് ആക്സിസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. വിട്ടുപോയാണ്. ഫസ്റ്റ് വെർട്ടിബിൾ ബോണിന്റെ പേരാണ് സെർവിക്കൽ. C1 ഇല്ലേ? C1ന്റെ പേരാണ് അറ്റ്ലസ്, C2ന്റെ പേരാണ് ആക്സിസ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അറ്റ്ലസ് ആസ് വെൽ ആസ് ആക്സിസ്. ഇനി 4 ലിംബിലെ ബോൺസ് കേട്ടോ. 4 ലിംബിൽ അപ്പൊ എത്ര? 22 ബോൺസ് സ്കള്ളിലുണ്ട്. പിന്നെ ഏത് വന്നു? പിന്നെ 26 വെർട്ടിബിൾ കോളം വന്നു, പിന്നെ 24 റിബുകൾ വന്നു. ഓക്കെ, 24 റിബ് വന്നു. ഈ ബാക്കിയുള്ള ബോൺസ് എല്ലാം നമ്മുടെ കയ്യിലും കാലിലും ആണുള്ളത് കേട്ടോ. ഓക്കെ, നോക്കാം. 4 ലിംസിലെ ബോൺ. 4 ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യ്, ഹൈൻ ലിംബ് എന്ന് പറഞ്ഞാൽ കാല് കേട്ടോ. അപ്പൊ 4 ലിംബ്, ഓരോ 4 ലിംബിൽ എത്ര ബോൺസ് ഉണ്ട്? 30 ബോൺസ് ഉണ്ട്. ഓരോ ലിംബിലും 30 ബോൺസ് ഉണ്ട്. ഓക്കെ, ഓരോ കയ്യിലും 30 വെച്ചും 2 കാലിലും 30 വെച്ച് ടോട്ടൽ 120 ബോൺസ് ആണ് എന്തുള്ളത്? അപ്പൻഡിക്കുലാർ സ്കെലിറ്റൻ ഉള്ളത് കേട്ടോ. 120 ബോൺസ് ആണ് ഉള്ളത്. ഓക്കെ, നോക്കാം. ഇതില് കയ്യിലെ ബോൺസ് നോക്കിയേ. ആദ്യത്തെ ലോങ്സ്റ്റ് ബോണാണ് എന്ത്? ഹ്യൂമറസ്. ഈ സാധനത്തിനാണ് ഹ്യൂമറസ്. ഓക്കെ, ഹ്യൂമറസ് കഴിഞ്ഞാൽ വരുന്നതാണ് റേഡിയസ് അൾന. റേഡിയസ് എവിടെയുള്ളതാ? ഈ തള്ളവിരലില്ലേ, നമ്മുടെ തമ്പായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ബോണാണ് എന്ത്? റേഡിയസ്. അതിന് തൊട്ടിപ്പറേ കിടക്കുന്ന ബോണാണ് അൾന. നിങ്ങൾ കൈ കുത്തി വീണാൽ എന്ത് പറ്റും? റേഡിയസ് ഫ്രാക്ചർ, അൾനാർ ഫ്രാക്ചർ, ഇത് രണ്ടും ഫ്രാക്ചർ ആവും. ഓക്കെ, ഫ്രാക്ചർ വന്ന ആരെയിലൊക്കെ ഉണ്ടോ? കയ്യോ കാലോ എവിടെയൊക്കെ കയ്യൊടിയേ കാലൊടിയേ വന്നിട്ടില്ല? നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല? റെയർ ആണല്ലോ.
ഫ്രാക്ചർ ഒക്കെ വരണ്ടേ? ഒരു ഫ്രാക്ചർ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 800 രൂപയാണ് കിട്ടുക ഡോക്ടർക്ക്. നമ്മുടെ ഓർത്തോയിലെ ചേട്ടന്മാർ പോകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പുറത്ത് വർക്ക് ചെയ്യില്ലേ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയാണ്. ഒരു ഫ്രാക്ചർ കറക്ഷനെ 800 അത്രേ ഉള്ളൂ. ഒരു ഫ്രാക്ചർ മാനുവലി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കയ്യിലെ എല്ല് ഇതാണ് നോർമലി ഇതാണ് ഹ്യൂമറസ്. ഇപ്പൊ ഹ്യൂമറസ് അല്ല റേഡിയസ്. ഇത് പൊട്ടുക എന്ന് പറയുമ്പോൾ എങ്ങനെ പൊട്ടുക? ഇങ്ങനെയൊക്കെ പൊട്ടുക അല്ലേ? ഇങ്ങനെ പൊട്ടുക അല്ലേ? ഇങ്ങനെ പൊട്ടുക. ഈ ഇങ്ങനെ കിടക്കേണ്ട സാധനം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ എന്ത് ചെയ്യും, വരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആനസ്തീഷ്യ കൊടുത്ത് സർജറി ഒക്കെ ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഫിക്സ് ചെയ്ത് വെക്കും അല്ലേ? ഇത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഒരു സ്ക്രൂ ഒക്കെ അടിച്ച് നെയിലൊക്കെ ഇട്ട് വെക്കും. ശരിക്കും മറ്റേ കാർപ്പൻറ്റർ പണിയാണ് എന്ത്, ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് കറക്റ്റ് അത് തന്നെയാണ്, സ്ക്രൂവും പ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് വെക്കും. പക്ഷെ നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇപ്പോഴും തിയേറ്റർ ഒഴിവല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, മാനുവൽ റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ക്ലോസ്ഡ് മാനുവൽ റിഡക്ഷൻ. എന്താണ്, നമ്മൾ കീറുക മുറിക്കുക ഒന്നും ചെയ്യില്ല, ബ്ലേഡ് എന്ന് പറഞ്ഞ സാധനം അവിടെ യൂസ് ചെയ്യില്ല. ക്ലോസ്ഡ് മാനുവൽ റിഡക്ഷൻ എന്ന് പറയും. ഇപ്പം ഇങ്ങനെയല്ലേ കൈ ഇരിക്കുന്നത്, ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുക, ഇങ്ങനെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്ത് ചെയ്യും, ഇവിടുന്ന് പ്രഷർ അപ്ലൈ ചെയ്യും വലിക്കും, അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രഷർ അപ്ലൈ ചെയ്യും വലിക്കും. അപ്പം എന്ത് പറ്റും, ഇങ്ങനെ കിടക്കുന്ന ബോൺ ഇങ്ങനെ സ്ട്രെയിറ്റൻ ആവും. എങ്ങനെയാവും സ്ട്രെയിറ്റൻ, ഇങ്ങനെ സ്ട്രെയിറ്റൻ ആവില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റൻ ആയി പോകും, കറക്റ്റ് അലൈൻമെന്റിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യും, അതേ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കും. ഇതിന് പറയുന്നതാണ് ക്ലോസ്ഡ് മാനുവൽ റിഡക്ഷൻ എന്ന്. ക്ലോസ്ഡ് മാനുവൽ റിഡക്ഷൻ ഒരു 6 മാസം കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ബോൺ ഫോം ചെയ്തിട്ട് ക്ലോസ് ചെയ്തോളൂ. അത് ബോൺ ഫോർമേഷൻ നടന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, 6 മാസത്തോളം കയ്യാനൊക്കെ പ്ലാസ്റ്റർ ഇട്ട് കിടക്കും. ഓക്കെ, ഭയങ്കര പെയിൻഫുൾ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. നമ്മൾ ഇതൊക്കെ കാഷ്വാലിറ്റിയിൽ ഇടുന്ന സമയത്ത് എല്ലാ പൂർവികന്മാർക്കും തെറിയാക്കാറുണ്ട് ഇത് ഈ പേഷ്യൻറ്റിൻ്റെ നിന്ന്. പെയിൻ അത്രയും പെയിൻ ആയിരിക്കും, നമുക്കൊന്നും ചെയ്യാറില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ മനഃപൂർവ്വം കുറച്ചുകൂടെ വലിച്ചെടുക്കും. അതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഓക്കെ, ഭയങ്കര പെയിനാ. ഒരു അത്രയും പെയിൻഫുൾ ആയതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്, അത് വേറെ കാര്യം. ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടാവും. കുട്ടികളൊക്കെ ആകുമ്പോൾ ഈ വീട്ടുകാരൊക്കെ ആയിട്ട് കച്ചറയാവുന്ന സീനായിരിക്കും. വീട്ടുകാരൊക്കെ ഞാൻ നിന്ന സമയത്ത് ഉണ്ടായ ഇൻസിഡൻറ്റാണ്. ഞാൻ നിന്ന സമയത്ത് ഒരു ചെക്കന് പ്രായമൊക്കെ ഉണ്ട്, 18-19 വയസ്സൊക്കെ ഉണ്ട്. ഭയങ്കര സൈസുള്ളൊരു പയ്യനാണ്, ഫുട്ബോൾ കളിച്ച് കൈയൊടിഞ്ഞ് വന്നാണ്. ഒബ്വിയസ്ലി നമ്മളോട് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവന്റെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ഇവന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ഇവന്റെ കസിൻസ് ഉണ്ട്, ഇവന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഒരു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോലെ വന്നിരിക്കുക ഹോസ്പിറ്റലിലോട്ട്. അപ്പൊ തന്നെ ചേട്ടന്മാർക്ക് നമ്മുടെ സീനിയേഴ്സൊന്നും ഇഷ്ടമായില്ല, സാർമാർക്കൊന്നും ഇഷ്ടമായില്ല. ഇത്ര ആളെ കൊണ്ട് എന്തിനാ വരുന്നത്, 2 ആൾ വരേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവന് അപ്പൊ വന്ന സമയത്ത് ഇവന് വേദനയും അങ്ങനെയൊന്നുമില്ല. അത് ഈ ഫ്രാക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 24 മണിക്കൂർ ഒന്നും അറിയില്ല, കാരണം അത്രയും നീര് വെച്ചിട്ടുണ്ടാവും. ഇത് പിന്നെ എപ്പോഴും ഇളകിയാൽ മാത്രമാണ് ഈ സാധനം പെയിന് തുടങ്ങുള്ളൂ. ഓക്കെ, ഇവൻ ഫുൾ ചില്ലടിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ വരുമ്പോ തന്നെ വ്ളോഗ് എടുക്കുക, എന്താണെന്ന് മനസ്സിലായില്ല. ഈ ഇവന് കൂട്ടുകാർ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുന്നത്. അപ്പൊ സംഭവം നമ്മള് പ്രൊസീജിയർ റൂമിലോട്ട് കയറ്റി ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, എൻ്റെ 2 സീനിയേഴ്സും പിന്നെ ഞാനും ഉള്ളത്. അപ്പൊ നമ്മളാണ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ ചേട്ടന്മാര് 2 പേര് ഗ്ലൗ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി, ഞാൻ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ഞാൻ അകത്തുള്ളപ്പോഴും എൻ്റെ കസിൻ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഗൈസവായിട്ട് അങ്ങനെ റൂമിലോട്ട് കയറിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ മറ്റേ ചിരിച്ച് തംസൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ചേട്ടന്മാരെ പുറത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നിട്ട് പറഞ്ഞിട്ട് ഇവൻ ഈ കൈയൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചതും ഇവൻ നിലവിളിക്കാൻ തുടങ്ങി പറഞ്ഞാൽ ഇവൻ നമ്മളൊരാളെ കൊല്ലാൻ പോയില്ലേ, അതേപോലത്തെ നിലവിളിയായിരുന്നു. ഭയങ്കര തൊള്ളറിൽ പറഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവന്റെ അച്ഛൻ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച്. നമ്മൾ വാതിൽ കുറ്റിയിട്ടുണ്ടായിരുന്നു. ഇവന്റെ അച്ഛൻ എന്ത് ചെയ്യണം, ഇതിന്റെ കുട്ടീനെ കൊല്ലാണോ എന്ന് പറഞ്ഞിട്ട് വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് വന്ന്. പിന്നെ നമ്മളൊന്നും ചെയ്തില്ല, നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചു. ഒന്നും ചെയ്യില്ല, പകുതി നേരാക്കിയതായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, പകുതി അതേപോലെ ആക്കി തിരിച്ച് അതേപോലെ ആക്കി കൊടുത്തിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേസാക്കി. പോലീസ് വന്നു, അച്ഛനെ അറസ്റ്റ് ചെയ്തു, കൂടെ 2 ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. മോനെ അതേപോലെ ഇനി ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന്, എന്താണെന്നറിയില്ല. അങ്ങനത്തെ സിനാരിയോസ് ഒക്കെ വരും. ഒന്നും ചെയ്യല്ല, നമുക്ക് പേഷ്യന്റ് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വന്ന പോലെ ആക്കി കൊടുക്കുക, തിരിച്ച് അതേപോലെ പകുതി കറക്റ്റ് ചെയ്ത് പകുതി എത്തിക്കുമ്പോഴാണ് ഇയാൾ വാതിൽ ചവിട്ടി പൊടിച്ചത്. പിന്നെ ഒന്നും ചെയ്യാനില്ല, പകുതി അതേപോലെ തിരിച്ച് അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇത് സംഭവം ഒന്നുമില്ല, ഇത് അപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. പുറത്തൊക്കെ പോയ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ചെലവ് ചെയ്ത് സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ഈ ക്ലാവിക്കിൾ എന്ന് പറഞ്ഞ ബോണ്ട്, കോളർ ബോണില്ലേ, നിങ്ങൾ മറ്റേ എയ്സ്തെറ്റിക് ഫീച്ചറാന്ന് പറയുന്ന സാധനം, ഇപ്പോഴത്തെ പിള്ളേരെ കോളർ ബോണ്ട് എയ്സ്തെറ്റിക് ഫീച്ചറാന്നൊക്കെ പറയില്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ എയ്സ്തെറ്റിക് ഫീച്ചർ അല്ല, മാൽനറിഷ്മെന്റ് ഫീച്ചറാണ്. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വരുന്നതാണ് ഈ കോളർ ബോൺ. ഓക്കെ, ഈ കോളർ ബോണൊക്കെ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് അറിയാം? 1.3 ലാക്കാണ് ഈ സർജറിക്ക് വരിക, കോളർ ബോൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
സർജിക്കൽ പ്രൊസീജിയേഴ്സിന് ഭയങ്കര റേറ്റ് ഉണ്ട്. ഓക്കെ, അതല്ലാതെ ഗവൺമെന്റിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് CMR, ക്ലോസ്ഡ് മാനുവൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ഹ്യൂമറസ് എവിടെയായിരുന്നു? ഹ്യൂമറസ് കഴിഞ്ഞു, റേഡിയസ് കഴിഞ്ഞു, അൾന കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എവിടെ എത്തി? ജോയിന്റിലെത്തി, റിസ്റ്റിലെത്തിയില്ലേ? റിസ്റ്റിൽ എത്ര ബോൺസ് ഉണ്ട്? 8 ബോൺ ഉണ്ട് കേട്ടോ. ഈ 8 ബോൺസിന് പറയുന്ന പേരാണ് കാർപ്പൽ ബോണുകൾ. 8 ബോണുകൾ ഏതാ? കാർപ്പൽ ബോണുകൾ കേട്ടോ. മാർക്ക് റിസ്റ്റ് ബോൺസിന് പറയുന്ന കാർപ്പൽ ബോൺസ്. ഓക്കെ, ഇതിന്റെ അകത്ത് 8 ബോൺസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ബോൺസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നതാണ് 5 മെറ്റാകാർപ്പൽസ്. മെറ്റാകാർപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോർസൽ റീജിയനിലെ, ഈ ഡോർസൽ റീജിയനിൽ എന്തുണ്ട്? 1 2 3 4 5 ബോൺസ് ഉണ്ട്. ഫിംഗേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ബോൺസ് ഉണ്ട്. ഓക്കെ, ഇതിന് പറയുന്നത് മെറ്റാകാർപ്പലുകൾ 5 എണ്ണം. ഫൈനലി ഫലാഞ്ചസ്. ഫലാഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗറിലുള്ള ബോൺസ്. ഈ തമ്പിന് മാത്രം എത്ര ബോണേ ഉള്ളൂ? 2 ബോണേ ഉള്ളൂ. തമ്പിന് മാത്രം എത്ര ബോണേ ഉള്ളൂ? 2 ഫലാഞ്ചസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഫിംഗറിലും 3 ബോൺസ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഫിംഗറിലും 3 ബോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എത്രയായി? 4 × 3 12 അല്ലെ, പ്ലസ് ഒരു 2 14 ഫലാഞ്ചസും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് 4 ലിംസിലെ ബോണിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തിട്ട് സാർ ലോവർ ലിംബ്. ലോവർ ലിംബും ഇതേപോലെ തന്നെ. ലോങ്സ്റ്റ് ബോൺ ഇൻ ദ ബോഡി ഏതാണ്? ഫീമർ. എളുപ്പം അങ്ങനെ പൊട്ടില്ല, ഭയങ്കര കഷ്ടപ്പെട്ടാൽ മാത്രമേ പൊട്ടുള്ളൂ. ഓക്കെ, ഫീമർ ഒക്കെ പൊട്ടണമെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടിരിക്കണം. ഓക്കെ, വലിയ വലിയ മാസീവ് ആക്സിഡന്റുകളിലൊക്കെയാണ് ഫീമർ പൊട്ടുക. അല്ലെങ്കിൽ പിന്നെ പൊട്ടുകയാണെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് എന്ത് പറ്റും? ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് പൊട്ടും. നമ്മുടെ വെയിറ്റ് മൊത്തം ബെയർ ചെയ്യുന്ന ബോണാണ് എന്ത്? ഫീമർ. ഓക്കെ, ലാർജസ്റ്റ് ബോണാണ് ഫീമർ. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താണ്? ടിബിയ, ഫിബുല. ഓക്കെ, ഇവിടെയുള്ള ബോണാണ് ടിബിയ. തൊട്ട് ലാറ്ററൽ സൈഡിൽ പുറം വശത്തുള്ള ബോണാണ് ഫിബുല. നിങ്ങളുടെ പുറത്തെ എക്സ്പോസ് ചെയ്ത് കിടക്കുന്ന ബോണാണ് ഫിബുല. ഓക്കെ, ഫിബുല ഈസ് ഓൾസോ നോൺ ആസ് ഫിബുലാർ ഫ്രാക്ചർ. ഫിബുല ഫ്രാക്ചർ ആവുന്ന എപ്പോഴാണെന്നറിയോ? ഈ ലാത്തി ചാർജ് ഇല്ലേ, ലാത്തി ചാർജ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഫിബുലാർ ഫ്രാക്ചർ ഉണ്ടാവുക. പോലീസിന് ലാത്തി കൊണ്ടുള്ള അടി അല്ലേ, അതിന് പറഞ്ഞാൽ ലാത്തി ചാർജ്, ലാത്തി ഫ്രാക്ചർ എന്ന് പറയും ഫിബുലാർ ഫ്രാക്ചറിന്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ലീഗലി പോലീസിന് ഒരാൾക്കാരെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എവിടെ പറ്റുള്ളൂ? മുട്ടിന് താഴെ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ലാത്തി ചാർജറാണ് എന്തിനാണെങ്കിലും മുട്ടിന് താഴെ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. മുട്ടിന് താഴെ അടിക്കുമ്പോൾ എവിടെ കൊള്ളുള്ളൂ? ഈ ഫിബുലയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫിബുല ഈസ് എ കുഞ്ഞ് ബോൺ. നിങ്ങൾ ഈർക്കലില്ലേ, ഒരു 10 ഈർക്കല വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു തിക്നെസ് അതിന് ഉണ്ടാവുള്ളൂ. ഓക്കെ, ലാത്തി കൊണ്ട് ഒരു 5 അടി കിട്ടുമ്പോൾ എന്ത് പറ്റും? ഫ്രാക്ചർ ഒടിഞ്ഞു. ഓക്കെ, അപ്പൊ ഫിബുല ഈസ് എ വീക്ക് ബോൺ. അപ്പൊ ടിബിയ ഉണ്ട്, ഫിബുല ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ടാർസൽ ബോണുകൾ. നമ്മൾ റിസ്റ്റ് ബോൺ പറഞ്ഞില്ലേ, കാർപ്പൽ ബോൺ. അതിന് പകരം ഇവിടെ ആംഗിൾ ബോൺസ്. ആംഗിൾ ബോൺസ് ഏതാ? ടാർസൽ ബോണുകളാ. എത്ര എണ്ണ? 7 എണ്ണം കേട്ടോ. ഇതിന്റെ കൗണ്ട് പഠിച്ചു വെച്ചാൽ ചോദിക്കാറുണ്ട്. 7 എണ്ണം. നേരത്തെ 8 എണ്ണമായിരുന്നു, ഇവിടെ എത്ര എണ്ണമായി? 7 എണ്ണമായി. ഇനി മെറ്റാ ടാർസൽ എത്ര എണ്ണം? 5 എണ്ണം. ഫലാഞ്ചസ് പഴയ പോലെ തന്നെ 14. നേരത്തെ 8 കാർപ്പൽ ഉണ്ടായിരുന്നു, ഇവിടെ 7 കാർപ്പൽ ഉള്ളൂ. ഈ ഒരു ടാർസലിന് വരെ ആര് വന്നു? ഇവിടെ പറ്റല്ല വന്നു കേട്ടോ. മുട്ട് ചിരട്ടയില്ലേ, പറ്റല്ല. ഓക്കെ, പറ്റല്ല. ഇവിടെ ഒരു ട്രയാങ്കുലർ ബോൺ ഉണ്ട്. ഈ ട്രയാങ്കുലർ ബോൺ എന്ന് പറയുന്നവരാണ് പറ്റല്ല കേട്ടോ. ഓക്കെ, അടുത്തിട്ട് സാർ സ്ലൈഡ് അടുത്ത. പെൽവിക് ഗൈഡിലും പെക്ടറൽ ഗൈഡിലും. ഓക്കെ, പെൽവിക് ഗൈഡിലും മേലോട്ട് പോകും കുറച്ച്. ഓക്കെ, ഒന്നുകൂടെ മേലേക്ക് പോകും, കുറച്ചുകൂടെ. ഓക്കെ, പെൽവിക് പെക്ടറൽ ഗൈഡിൽ നോക്കാം ഫസ്റ്റ്. പെക്ടറൽ ഗൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയില്ലേ, കൈയിനെ ഈ ആക്സിയൽ സ്കെലിറ്റനിലോട്ട് കയറ്റി വെക്കുന്ന ജോയിന്റിന് പറയുന്നതാണ് പെക്ടറൽ ഗൈഡിൽ. ഓക്കെ, ഒരു പെക്ടറൽ ഗൈഡിൽ ഈസ് ഫോംഡ് ബൈ 2 ബോൺസ്. ഏതൊക്കെയാ? ക്ലാവിക്കിളും ഉണ്ട്, അതേപോലെ തന്നെ സ്കാപ്പുല ഉണ്ട്. ഇവിടെ ഉള്ള ബോണാണ് ക്ലാവിക്കിൾ, ബാക്കിലുള്ള ബോണാണ് സ്കാപ്പുല. നിങ്ങൾ അപ്പോ 2 സൈഡിലും കൂടെ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 4 പെക്ടറൽ ബോൺസ് ഉണ്ട് കേട്ടോ. 2 ക്ലാവിക്കിൾ, 2 സ്കാപ്പുല. ഓക്കെ, സ്കാപ്പുലയിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒറ്റ സാധനമുള്ളൂ, ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം സെക്കൻഡ് റിബ് മുതൽ. ഇതിന്റെ പൊസിഷൻ എന്താ? സെക്കൻഡ് റിബ് മുതൽ 7ാമത്തെ റിബ് വരെയാണ് സ്കാപ്പുലയുടെ പൊസിഷൻ കേട്ടോ. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ സെക്കൻഡ് റിബ് മുതൽ ബാക്കിൽ ഏത് റിബ് വരെ? 7th റിബ് വരെയാണ് സ്കാപ്പുല എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ. ഇതിന് വെന്ററിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2ാമത്തെ റിബ് ഉണ്ടായിരിക്കും, ഇവിടെ 7th റിബ് ഉണ്ടായിരിക്കും. അതിന്റെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മാർക്ക് ചെയ്തോ, 2nd ആൻഡ് 7th റിബ് കേട്ടോ. ലാർജ് ട്രയാങ്കുലർ ബോൺ ആണ് സ്കാപ്പുല. ഓക്കെ, സ്കാപ്പുലയിലുള്ള ഒരു പ്രൊജക്ഷൻ പറയുന്നത് അക്രോമിയോൺ കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോ, അക്രോമിയോൺ. ഈ അക്രോമിയോണിലോട്ടാണ് ആര് കയറിയിരിക്കുന്നത്? ഈ ഹ്യൂമറസ് കയറിയിരിക്കുന്നത്, അക്രോമിയോൺ. ഓക്കെ, ഇതിൽ എന്തുണ്ട്? ഒരു ക്യാവിറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. ഈ ക്യാവിറ്റിയുടെ പേരാണ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. ഈ ഗ്ലീനോയിഡ് ക്യാവിറ്റിയും അക്രോമിയോണും കൂടെ ചേർന്നിട്ട് ഒരു സോക്കറ്റ് ഉണ്ടാക്കും. ഈ സോക്കറ്റിലോട്ടാണ് ആര് ഫില്ല് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഹ്യൂമറസിന്റെ ഹെഡ് കയറിയിരിക്കുന്നത് കേട്ടോ. കൈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സാധനം ഇവിടുന്ന് തെന്നി മാറിയിരിക്കുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതേപോലെ മാനുവലി തിരിച്ച് കയറ്റിയിടാൻ പറ്റും. ഓക്കെ, അറിയുന്ന ആൾക്കാർക്ക് തിരിച്ച് കയറ്റിയിടാൻ പറ്റും. ഓക്കെ, മാനുവൽ, അതും മാനുവൽ റിഡക്ഷൻ പോസിബിൾ ആണ്. ഓക്കെ, 6 വട്ടത്തിന് മുകളിൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച് എന്ത് ചെയ്യണം? സർജിക്കലി കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ടൈറ്റാനിയം സ്ക്രൂ ഒക്കെ ഇട്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ,
അല്ലാതെ വരില്ല. 6 വട്ടത്തിന് മുകളിൽ ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ സ്ക്രൂ ഫിക്സേഷൻ വേണം. ഓക്കെ, സ്പോർട്സ് പേഴ്സൺസിനൊക്കെ വരുന്ന ഇഷ്യൂ ആണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. കാരണം അവരും റാപ്പിഡ്ലി ഈ ഹാൻഡ് റൊട്ടേറ്ററി മൂവ്മെന്റ് അല്ലേ, ഷോൾഡറിന്റെ റൊട്ടേറ്ററി മൂവ്മെന്റ് ഇൻവോൾവ് ആയിട്ട് എന്ത് പറ്റും, ഇതിന്റെ അകത്തുള്ള മസിലൊക്കെ ടയർ ആയിട്ടുണ്ടാവും, ലൂസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് കാരണം ഇത് കറക്റ്റ് ഈ സോക്കറ്റിൽ ഇരിക്കുന്ന എങ്ങനെയാ, ഇതിന് ചുറ്റും നല്ല ടൈറ്റ് മസിൽസ് ഉള്ളതുകൊണ്ടാണ്. ഈ മസിൽസ് ഒക്കെ വൺസ് ലൂസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇതിങ്ങനെ ഇറങ്ങി വരും. ഓക്കെ, അപ്പൊ അതാണ് പെക്ടറൽ ഗേർഡിലുള്ള കേട്ടോ. ഇനി ക്ലാവിക്കിളും കൂടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ക്ലാവിക്കിൾ എന്തുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോളർ ബോൺ ആൻഡ് കൺസേർവ് 2 കർവേച്ചർ. ഇതാണ് ചോദിച്ചിട്ടുള്ളൂ. 2 കർവേച്ചർ ഉണ്ട്. നോക്കിയേ, ഒരു ഔട്ടർ കർവേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഇന്നർ കർവേച്ചർ ഉണ്ട്. കണ്ടോ, ഔട്ടർ കർവേച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇന്നർ കർവേച്ചർ ഉണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ക്ലാവിക്കിൾ ലോങ് കോളർ ബോൺ ആണ് വിത്ത് 2 കർവേച്ചർ. ഓക്കെ, ഇനി പെൽവിക് ഗിഡിൽ നോക്കാം. പെൽവിക് ഗിഡിൽ ഈസ് ഫോംഡ് ബൈ എന്താണ്, ജോയിനിങ് ഓഫ് 3 ബോൺ. 3 ബോണുകൾ ചേർന്നിട്ടാണ് ഒരു പെൽവിക് ഗിഡിൽ ഉണ്ടായിരുന്നത്. ടോട്ടൽ ശരിക്കും അത് ഒരൊറ്റ ബോണാണ് കേട്ടോ, ഒരൊറ്റ ബോണാണ്. കോക്സൽ ബോൺ എന്നാണ് പറയുന്നത്. എന്താണ്, ഇവിടെ ഒരു കോക്സൽ ബോൺ ഉണ്ട്, അതേപോലെ ഈ സൈഡിൽ ഒരു കോക്സൽ ബോൺ ഉണ്ട്. പക്ഷെ ഓരോ കോക്സൽ ബോണും 3 ബോൺസ് ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഏതൊക്കെയാ, ഇലിയം, ഇഷിയം, പ്യൂബിസ്. അത് മാത്രം നോട്ട് ചെയ്തോ കേട്ടോ. ഇലിയം, ഇഷിയം, പ്യൂബിസ് കേട്ടോ. ഇലിയം, ഇഷിയം, പ്യൂബിസ്. അതേപോലെ ഇവിടെ ഗ്ലീനോയിഡ് ക്യാവിറ്റി ഇല്ലേ, അതേപോലെ നമ്മുടെ ഫീമർ കയറിയിരിക്കാൻ ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ പേരാണ് അസെറ്റാബുലം കേട്ടോ. ക്യാവിറ്റിന്റെ പേരാണ് അസെറ്റാബുലം, അസെറ്റാബുലർ ക്യാവിറ്റി. അടുത്തിട്ട് സാർ, അടുത്ത സൈഡ് കേട്ടോ. അസെറ്റാബുലാർ ക്യാവിറ്റി ഉണ്ട്. ഇവിടെ എന്തായിരുന്നു, ഗ്ലീനോയിഡ് ക്യാവിറ്റി ഉണ്ട്. ചോദിക്കാണ് കേട്ടോ, അസെറ്റാബുലാണ് ഈ ഫീമർ ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റിയാണ് എന്ത്, ഷോൾഡർ ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ, ഓരോ ജോയിൻസിലോട്ട് പോട്ടെ. ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ബോൺസിന്റെ മീറ്റിംഗ് പോയിന്റ് ആണ് ജോയിന്റുകൾ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ബോൺ ടു ബോൺ കണക്ഷനിൽ മാത്രമാണോ ജോയിൻസ് ഉണ്ടാവുക? അല്ല, ബോൺ ടു കാർട്ടിലേജിന്റെ ഇടയിൽ, ഒരു ബോണിന്റെയും കാർട്ടിലേജിന്റെ ഇടയിൽ എന്തുണ്ടാവാം, ജോയിന്റുകൾ ഉണ്ടാവാം കേട്ടോ. ഓക്കെ, ജോയിൻസ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് ആണ് കേട്ടോ. അടുത്തിട്ട് സാർ, ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ്, സൈനോവിയൽ ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെന്റ് അലോ ചെയ്യാത്ത ജോയിന്റ് ആണ് എന്ത്, ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് ഡസിൻ അലോ എനി ടൈപ്പ് ഓഫ് മൂവ്മെന്റ്. എക്സാമ്പിൾ എന്താ, സ്കൾ ബോൺസിലെ ജോയിന്റ് ഇല്ലേ, നിങ്ങൾക്ക് ഇത് എങ്ങാനും മൂവ് ചെയ്യാൻ പറ്റുമോ? ടെമ്പറൽ ബോൺ കുറച്ച് മാറ്റാം, ഫ്രോണ്ടൽ ബോൺ ഒന്ന് പൊക്ക് താഴ്ത്താൻ പറ്റുമോ? ഇമ്പോസിബിൾ ആണ് അല്ലേ, ഫ്രോണ്ടൽ ബോൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ സ്കൾ ബോണിന്റെ ഇടയിലുള്ള ജോയിന്റ്സ് ആണ് എന്ത്, ഫൈബ്രസ് ജോയിന്റ്, മൂവ്മെന്റ് ഇല്ലാത്ത ജോയിന്റ് കേട്ടോ. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ് എന്താ, അലോസ് ലിറ്റിൽ മൂവ്മെന്റ്, ചെറിയ ചെറിയ മൂവ്മെന്റുകൾ നടക്കാൻ സഹായിക്കും. ഓക്കെ, എക്സാമ്പിൾ എന്തിനാ, ബിറ്റ്വീൻ 2 വെർട്ടിബ്ര, 2 വെർട്ടിബ്രയുടെ ഇടയിലുള്ള ജോയിന്റ് നിങ്ങൾക്ക് കുനിയാനും നൂരാനൊക്കെ പറ്റില്ലേ? എന്തുകൊണ്ടാ, ബിക്കോസ് ദീസ് കാർട്ടിലേജിനസ് ജോയിന്റ് പെർമിറ്റ് ലിറ്റിൽ മൂവ്മെന്റ്. ഓക്കെ, ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രയുടെ ഇടയിലുള്ള ജോയിന്റ് ആണ് കാർട്ടിലേജിനസ് ജോയിന്റ് കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, പെർമിഷൻ ഓഫ് ലിറ്റിൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, സൈനോവിയൽ ജോയിന്റ് ഇമ്പോർട്ടൻറ്റ് ജോയിന്റ്, സൈനോവിയൽ മൂവ്മെന്റ്, അതായത് ഫ്രീലി മൂവബിൾ ജോയിന്റ്സ് ആണ് സൈനോവിയൽ ജോയിന്റ്. ഇതിൽ എങ്ങനെയാ, ഒരു സൈനോവിയൽ സ്പേസ് ഉണ്ടായിരിക്കും, അതിലൊരു ക്യാവിറ്റി ഉണ്ടായിരിക്കും, അതിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഒരു സ്പേസ് ഉണ്ടായിരിക്കും, ആ സ്പേസിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, ആ ഫ്ലൂയിഡിലായിരിക്കും എന്തുണ്ടാവുക, ജോയിന്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, നോക്കാം. സൈനോവിയൽ ജോയിന്റിന് ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. എന്തായിരുന്നു, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇത് എവിടെ കാണുക, ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റി. കയ്യില്ലേ, ഹ്യൂമറസ് ആൻഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റി പെർമിറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് മൂവ്മെന്റ്. ഫ്രീലി മൂവ് ആ, കൈ എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റൂലേ, സർക്കംഡക്ഷൻ, അഡക്ഷൻ, ഇങ്ങനെ കുറെ പേരുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എവിടെ വരുന്നത്. ഇനി അടുത്തത് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വാതിലില്ലേ, വാതിലിന്റെ ഇവിടെ ഉള്ള സാധനം വിജാഗിരി എന്നൊക്കെ പറയില്ലേ, ആ സാധനത്തിന് പറയാം ഹിഞ്ച്. ഓക്കെ, നിങ്ങളുടെ എൽബോന്റെ മൂവ്മെന്റ്, നിങ്ങൾക്ക് എന്താ, എൽബോ അത്യാവശ്യം ഏത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എവിടെ ഉള്ളത്, ബിറ്റ്വീൻ നീ ജോയിന്റ്, അതേപോലെ തന്നെ എൽബോ ജോയിന്റ് കേട്ടാ. നീലും എൽബോയിലൊക്കെ ഉള്ളതാണ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, ഇനി അടുത്ത ഏതാ, പൈവറ്റ് ജോയിന്റ്. പൈവറ്റ് ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രേ. ഒരു വ്യത്യാസമാണ്, ബാക്കിയുള്ള എല്ലാ വെർട്ടിബിൾ കോളത്തിലും എന്താ ഉള്ളത്, കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. പക്ഷെ അറ്റ്ലസും ആക്സിസിന്റെ ഇടയിൽ എന്താ, അറ്റ്ലസ് ആക്സിസ് ഈ ഫസ്റ്റ് വെർട്ടിബ്ര, സെക്കൻഡ് വെർട്ടിബ്ര, ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്ര, സെക്കൻഡ് സെർവിക്കൽ വെർട്ടിബ്ര. കാരണം എന്താ, നിങ്ങൾക്ക് കഴുത്ത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റൂലേ, ബാക്കിലോട്ട്, സർക്കംഡക്ഷൻ അല്ലേ, താഴേക്ക് മേലേക്ക് ഒക്കെ പറ്റില്ലേ. കാരണം എന്തുകൊണ്ടാ, ഇതേ കൺസെപ്റ്റ് ഓഫ് പൈവറ്റ് ജോയിന്റ്, സ്പെഷ്യലൈസ്ഡ് ജോയിന്റ് ആണ് കേട്ടോ, ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്ര, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വെർട്ടിബ്ര കേട്ടോ. മാർക്ക് ചെയ്തോ. ഇനി ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ ദ റിസ്റ്റ് ബോൺ.
അതുകൊണ്ടാണ് കൈ ഈ റിസ്റ്റ് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. റീസൺ എന്താ? കൺസെപ്റ്റ് ഓഫ് ഗ്ലൈഡിങ് ജോയിന്റ്സ് കേട്ടോ, ഗ്ലൈഡിങ് ജോയിന്റ് ആണ്. ഓക്കെ, ഫൈനലി സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് എവിടെയുള്ളതെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. എവിടെയാ? ഈ തമ്പിലാണ്. ബാക്കിയുള്ള ഫിംഗേഴ്സിന് ഡിഫറെന്റ് ആണ് തമ്പ്. കാരണം തമ്പ് നിങ്ങൾക്ക് ഇങ്ങനെയാക്കാം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം എന്തുകൊണ്ടാ? സാഡിൽ ജോയിന്റിന്റെ എഫക്റ്റ് കൊണ്ടാണ്. സാഡിൽ ജോയിന്റ് എവിടെയുള്ള? ബിറ്റ്വീൻ ദ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ബോൺസ് ഓഫ് തമ്പ്. മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ജോയിന്റും എക്സാമ്പിളും ചോദിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളത് സാഡിൽ ജോയിന്റും ഗ്ലൈഡിങ് ജോയിന്റും ആണ് കേട്ടോ, മാറരുത്. ഓക്കെ, സാഡിൽ ജോയിന്റും ഗ്ലൈഡിങ് ജോയിന്റും തെറ്റിപ്പോരുത് കേട്ടോ. അടുത്ത ദിവസം ഇതിപ്പോ പറഞ്ഞ ജോയിന്റുകളാണ്, സാഡില്, പൈവറ്റ്, ഹിപ്പ് ജോയിന്റ്. അടുത്തിട്ട് കഴിഞ്ഞു. ലാസ്റ്റ് വൺ, ഡിസോർഡേഴ്സ് ഓഫ് ദ മസിൽ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം. മസ്കുലർ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം ഡിസോർഡേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് വൺ മയാസ്തീനിയ ഗ്രാവിസ്. എന്റെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് മയാസ്തീനിയ ഗ്രാവിസ് കേട്ടോ. ഏതാ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇറ്റ്സ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലേ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോൺസിനെയും നമ്മുടെ മസിലിനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷൻ പറയുന്നവരാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഓക്കെ, ഇറ്റ്സ് എ മയാസ്തീനിയ ഗ്രാവിസ് ആണ് എക്സാമ്പിൾ. എവിടെ അഫക്ട് ചെയ്യുന്നത്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലാണ് അഫക്റ്റഡ് ആവുന്നത്. എവിടെ? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അതായത് നെർവ് വന്നിട്ട് മസിലായിട്ട് കോണ്ടാക്ട് ചെയ്യില്ലേ, അതായത് കൺട്രാക്ട് ചെയ്യുന്നുള്ള സിഗ്നൽ ആരാ കൊടുക്കുക? നെർവ് കൊടുക്കും മസിലിന് അല്ലെ. പക്ഷെ അവിടെ ഈ മയാസ്തീനിയ ഗ്രാവിസ് ഉള്ളവർക്ക് എന്ത് പറ്റും? NMJ അടിച്ചു പോകും. NMJ പ്രശ്നത്തിലായിരിക്കും. അപ്പൊ അവർക്ക് എന്ത് സിഗ്നലൊക്കെ പോകും, പക്ഷെ എന്ത് പറ്റില്ല? കൺട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. മനസ്സിലായോ? അപ്പൊ എന്ത് പറ്റും? മസിൽ വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഫറ്റീഗ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ പാരാലിസിസ് വരെ സംഭവിക്കാം. ഓക്കെ, അതാണ് മയാസ്തീനിയ ഗ്രാവിസ് കേട്ടോ. ഇതായിരുന്നു എന്റെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, മയാസ്തീനിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, മസ്കുലർ ഡിസ്ട്രോഫി ഉണ്ടായിരുന്നു, മയാസ്തീനിയ ഗ്രാവിസ് വന്നു, ടെറ്റന് വന്നു, ഓസ്റ്റിയോപോറോസിസ് വന്നു. ഓക്കെ, എളുപ്പമായിരുന്നു. ഓക്കെ, അടുത്ത മസ്കുലർ ഡിസ്ട്രോഫി. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജനറ്റിക് ഡിസോർഡർ. ഓക്കെ, ജനറ്റിക് ഡിസോർഡർ ആണ്. മാർക്ക് ചെയ്ത് വെച്ചോ, തലമുറകളായിട്ട് വരുന്നതാണ്. ഇപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അടുത്ത ജനറേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, എന്തായിരുന്നു? ഡിസ്ട്രക്ഷൻ ഓഫ് ദ സ്കെലിറ്റൽ മസിൽസ്. പ്രോഗ്രസീവ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ സ്കെലിറ്റൽ മസിൽസ് ഇങ്ങനെ തനിയെ നശിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കാരണം എന്താണ്? ഈ അസുഖമുള്ളവരിൽ എന്തുണ്ടായിരിക്കും? ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ റിലീസ് ചെയ്യും. എന്താണ്? ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞൊരു ടോക്സിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഡിസ്ട്രോഫിൻ ടോക്സിൻ എന്ത് ചെയ്യും? ഈ മസിൽ ഈറ്റർ ആണ്. മസിൽ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. നമ്മള് ചെതലെടുക്കല്ലേ, അതേപോലെ മസിൽ ഇങ്ങനെ ഡിസ്ട്രോഫിൻ എടുത്തെടുത്ത് ലാസ്റ്റ് മസിൽസ് എല്ലാം നശിച്ചു പോകും. അതിന് പറയുന്നവരാണ് മസ്കുലർ ഡിസ്ട്രോഫി. ഓക്കെ, മസ്കുലർ ഡിസ്ട്രോഫി. ടെറ്റനെ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. എന്താണ്? മസിൽ പിടിക്കാന്ന് കേട്ടില്ലേ? മസിൽ പിടിക്കുക, ചുമ്മാ മസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രാക്ഷൻ അല്ലേ. മസിലെല്ലാം കൺട്രാക്റ്റഡ് ആയിട്ട് ഭയങ്കര തിക്കായി നിൽക്കും. അതിന് പറയുന്നവരാണ് ടെറ്റനെ. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ദ ബോഡി ഫ്ലൂയിഡ്സ്. മാർക്ക് ചെയ്ത് വെച്ചോ. മസിൽ പിടിക്കുക എന്തുകൊണ്ടാണ്? ലോ കാൽഷ്യം, ബോഡിയിലെ കാൽഷ്യം കുറവുള്ളതുകൊണ്ടാണ് മസിൽ പിടിക്കുന്നത് കേട്ടോ. വൈൽഡ് കൺട്രാക്ഷൻസ് ഇൻ ദ മസിൽസ് ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ദ ബോഡി. ഓക്കെ, ഇനി ആർത്രൈറ്റിസ് എന്താ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്. ജോയിന്റിലെ സർജറിക്ക് പറയുന്നവരാണ് ആർത്രോസ്കോപ്പി കേട്ടോ. ഓക്കെ, അപ്പൊ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് എല്ലാം ഇൻഫ്ലെയിംഡ് ആവുക. റാപ്പിഡ് എല്ലാ ജോയിന്റും എന്താ? ഒരുവിധം എല്ലാ ജോയിന്റും എന്താ? സൈനോവിൽ ജോയിന്റാ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, ഹിഞ്ച് ജോയിന്റ് അല്ലെ. ഇതിന്റെ ഇടയിലൊക്കെ എന്തുണ്ട്? സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷെ കുറച്ച് പ്രായമാകുമ്പോൾ എന്ത് പറ്റും? സൈനോവിയൽ ഫ്ലൂയിഡ് ഇല്ലാതെയാവും. അപ്പൊ എന്തുണ്ടാവും? ഈ രണ്ട് ബോൺസ് തമ്മിൽ തട്ടും, ഒരസും അല്ലെ. അപ്പൊ എന്ത് പറ്റും? അതില് ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലമേഷൻ വരും. അതിന് പറയുന്നതാണ് ആർത്രൈറ്റിസ്. ഓക്കെ, ഇനി ഓസ്റ്റിയോപോറോസിസ് എന്താണ്? ബോണിൽ എന്തുണ്ട്? നമ്മൾ പറഞ്ഞു കാൽഷ്യം ഉണ്ട് അല്ലെ. വയസ്സാകുമ്പോൾ എന്ത് പറ്റും? കാൽഷ്യം ഡെപ്പോസിഷൻ കുറയും. അല്ലെങ്കിൽ ഫീമെയിൽസിൽ എന്തുണ്ടായിരിക്കും? ഫീമെയിൽസിൽ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, പഠിച്ചിട്ടില്ലേ? ഈസ്ട്രജന്റെ വൺ ഓഫ് ദ ഫംഗ്ഷൻ ആണ് ബോണിന്റെ സ്ട്രെങ്ത് കൂട്ടുക. ഓക്കെ, ബോണിന്റെ സ്ട്രെങ്ത് കൂട്ടുക. പക്ഷെ മെൻസ്ട്രേഷൻ എത്ര വയസ്സിൽ നിൽക്കും? 50 വയസ്സാകുമ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ നിൽക്കും. മെൻസ്ട്രൽ സൈക്കിൾ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരിക്കും? ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഇല്ലാത്തതുകൊണ്ട് ബോണിന്റെ ഡെൻസിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അവർക്ക് എന്താ? ഫ്രാക്ചർ, ചാൻസസ് ഓഫ് ഫ്രാക്ചർ കൂടുതലായിരിക്കും കേട്ടോ. ഓസ്റ്റിയോപോറോസിസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഫൈനലി ഗൗട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അടിഞ്ഞു കൂടിയിട്ട് ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ, അതാണ് ഗൗട്ട്. നോർമലി ആർത്രൈറ്റിസ് വയസ്സായ ആൾക്കാരിലാണ് വരിക. പക്ഷെ ഗൗട്ട് അങ്ങനെയല്ല. ഗൗട്ട് ആരിലും വരിക? ഈ യൂറിക് ആസിഡ് അധികം കഴിക്കുന്ന ആൾക്കാരില്ലേ. ഓക്കെ, യൂറിക് ആസിഡ് ഡയറ്റ് കൂടുതലുള്ള ആൾക്കാർ. ഏത് ഡയറ്റാ? ഫിഷൊക്കെ അധികം കഴിക്കുന്നവർക്ക് എന്ത് വരാം? ഗൗട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ ഷുഗർ പേഷ്യൻസ്, ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ എന്ത് വരാം?
ഗൗട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് ഡ്യൂ ടു അക്കുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്, ഗൗട്ട് ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു ചാപ്റ്റർ കഴിഞ്ഞു. ജനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, ജനറ്റിക്സ് 1, 2 ഉണ്ട്. അതിലാണ് കുറച്ച് അലമ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാറുള്ളത്. ഓക്കെ, ഒരു 4, 8 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. നീറ്റിന് പാറ്റേൺ ഒക്കെ അറിയണം. നീറ്റിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? 180 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എത്ര മിനിറ്റ് ഉണ്ട്? 180 ക്വസ്റ്റ്യൻസ് 180 മിനിറ്റ്, 3 മണിക്കൂറാണ് എക്സാം. 150 ക്വസ്റ്റ്യനും 150 മിനിറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കിട്ടുള്ളൂ. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ബയോളജി ഒക്കെ 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാം. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയിലും കിട്ടൂല, 1 മിനിറ്റ് കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നമ്മൾ എവിടെ ടൈം സേവ് ചെയ്യുക? ബയോളജിയിലാണ് എല്ലാവരും ടൈം സേവ് ചെയ്യുക. ഓക്കെ, ബയോളജിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 20 സെക്കൻഡിലൊക്കെ ആൻസർ ചെയ്യും. ബാക്കിയുള്ള ടൈം എങ്ങോട്ട് പ്രിസർവ് ചെയ്ത് വെക്കും? ഫിസിക്സിനും കെമിസ്ട്രിക്കും വേണ്ടി പ്രിസർവ് ചെയ്ത് വെക്കും. ഞാൻ സാധാരണ ചെയ്യാറ്. ഓക്കെ, സമയമുണ്ട്, +2 പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം ക്വസ്റ്റ്യൻസ്. ഗ്ലൈഡിങ് ജോയിന്റ് ഈസ് പ്രസന്റ് ബിറ്റ്വീൻ. ഗ്ലൈഡിങ് ജോയിന്റ് എവിടെയുള്ള? അൺമ്യൂട്ട് ശ്രേയ, 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 ഗ്ലൈഡിങ് ജോയിന്റ് എവിടെയുള്ളത്? കാർപ്പൽസ്. അതിന്റെ വിഷമിക്കുന്നേ, കാർപ്പൽസ്. കാർപ്പൽസിന്റെ ഇടയിലാണ് എന്തുള്ളത്? ഗ്ലൈഡിങ് ജോയിന്റ്. ടെക്സ്റ്റ് ഉള്ള ഡയറക്ട് ക്വസ്റ്റ്യൻ അല്ലേ? കാർപ്പൽസിന്റെ ഇടയിലാണ് എന്തുള്ളത്? ഗ്ലൈഡിങ് ജോയിന്റ് ഉള്ളത്. അടുത്ത് നോക്കിയാ അഭിനന്ദ നോക്കി. ലംബാർ റീജിയൻ ഓഫ് ദ വെർട്ടബിൾ കോളം ഇൻ മാൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ലംബാറിൽ എത്ര വെർട്ടിബ്ര ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. ലംബാറിലാ ഒന്നാ? സെർവിക്കൽ, തൊറാസിക്, ലംബാർ, സാക്രൽ, കോക്സിജിയൽ. ഇനി പറ. 5 വെർട്ടിബ്ര. ഡി അല്ലേ? പഠിച്ചാൽ മതി, കുഴപ്പമില്ല, വായിച്ചതിന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാ 3. സ്കെലിറ്റൽ മസിൽ ഫൈബർ ഈസ് എ സിൻസീഷ്യം വിച്ച് മീൻസ് അൺമ്യൂട്ട്. ഫാത്തിമ, സോറി ഫാത്തിമ പറ. സിൻസീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടായ ആൽറിയ. ആൽറിയ വരട്ടെ. സിൻസീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻസീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്കെലിറ്റൽ മസിൽ ഈസ് സിൻസീഷ്യം. നോക്കിക്കോ, അതിൽ എനിക്ക് ഓപ്ഷനിൽ ഏതിലോട്ട് കൊടുക്കാൻ പറ്റും? മെയ്ഡപ്പ് ഓഫ് മെനി ഫൈബേഴ്സ് ആണ്, മെനി ഫൈബേഴ്സ് ആണ്. മെയ്ഡപ്പ് ഓഫ് മെനി പ്രോട്ടീൻസ്, 2 പ്രോട്ടീൻ ആണ്. ലോങ് ആണ്, സ്ലെൻഡർ ആണ്. സ്വെല്ലൻ വിത്ത് മിഡിൽ വിത്ത് ടാപ്പേർഡ് എൻഡ്, അതൊന്നല്ല. ഓക്കെ, മൾട്ടി ന്യൂക്ലിയേറ്റ്. ഇതിൽ ഏത് കൊടുക്കാൻ പറ്റണക്ക്? ബി ആണോ? മെനി പ്രോട്ടീൻസ് ബി അല്ല. സിൻസീഷ്യം ഞാൻ പറഞ്ഞായിരുന്നു എടുക്കുന്ന സമയത്ത്. സ്കെലിറ്റൽ മസിൽ മാത്രം അതുണ്ട്. ഒരൊറ്റ സെല്ലിൽ ഒന്നിലധികം ന്യൂക്ലിയസ് വരിക എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട? മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് സ്കെലിറ്റൽ മസിൽ. ഓക്കെ, സ്കെലിറ്റൽ മസിലിന്റെ പ്രത്യേകത ആയിരുന്നു, ഒരു സെല്ലിൽ തന്നെ എന്തുണ്ട്? ഒന്നിലധികം ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ സ്കെലിറ്റൽ മസിൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റിന് വേറൊരു പേരാണ് സിൻസീഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഇ ആണ് അതിന്റെ ആൻസർ കേട്ടോ, മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അതെ, നോക്കിയാ ദർശിക്ക് 4 നോക്കിടാ. അപ്പം ഇതെടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്ട്രയേറ്റഡ് അപ്പിയറൻസ് എന്തുകൊണ്ടാ? സ്കെലിറ്റൽ മസിലിന് സ്ട്രയേറ്റഡ് ഇൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞു. റീസൺ എന്താ അറിയാം? ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, അതാണ് സ്ട്രയേറ്റഡ് അപ്പിയറൻസ്. എന്തുകൊണ്ടാ? എടാ, സ്കെലിറ്റൽ മസിൽസിന് സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് ഇങ്ങനെ ആയിരിക്കും, ഒരു ഡാർക്ക് ബാൻഡ് കഴിഞ്ഞാൽ ലൈറ്റ് ബാൻഡ്, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഡാർക്ക് ബാൻഡ്. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അസക്റ്റിനല്ല, ആക്റ്റിനും മയോസിനും വരുന്നതുകൊണ്ടാണ്. മയോസിൻ വരുമ്പോൾ ഡാർക്ക് ബാൻഡ് വരും, അത് കഴിഞ്ഞാൽ ലൈറ്റ് ബാൻഡ് വരും. ലൈറ്റ് ബാൻഡ് മയോസിൻ വന്നു കഴിഞ്ഞാൽ ഡാർക്ക് ബാൻഡ് വരും, ആക്റ്റിൻ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ബാൻഡ് വരും അല്ലേ? ഈ രണ്ടും ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിലുകൊണ്ടാണ് സ്ട്രയേറ്റഡ് അപ്പിയറൻസ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് കേട്ടോ അതിന്റെ ആൻസർ. ഓപ്ഷൻ എ. നോക്കടാ, ഞാൻ ഇപ്പൊ പറഞ്ഞ എന്റെ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. An autoimmune disorder which affecting the neuromuscular junction is 5 മയസ്തീനിയ ഗ്രാവിസ്. ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അഫക്ട് ചെയ്യുന്ന
ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. മയോസിൻ ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഇ ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഞാൻ പറയാം ചൂസ് ദ കറക്റ്റ് റോങ്ലി മാച്ച്ഡ് പെയർ അല്ലെ. റോങ്ലി മാച്ച്ഡ് പെയർ നോക്കാനാണ് പറയുന്നത്. പോർഷൻ ഓഫ് മയോഫൈബ്രിൽ സാർക്കോമിയർ എന്ന് പറയുന്നത് എന്താണ്? ബിറ്റ്വീൻ ടു സെറ്റ് ലൈൻ. കറക്റ്റ് അല്ലേ? സാർക്കോമിയർ എന്ന് പറഞ്ഞ സാധനം രണ്ട് സെറ്റ് ലൈനിന്റെ ഇടയിലുള്ള സാധനത്തിന് പറയുന്നത് സാർക്കോമിയർ. കറക്റ്റ് ആണ്. ഐസോട്രോപിക് ബാൻഡ് ആക്റ്റിൻ ആണ്, അതും കറക്റ്റ് ആണ്. അനൈസോട്രോപിക് ബാൻഡ് മയോസിൻ, അതും കറക്റ്റ് ആണ്. സെൻട്രൽ പാർട്ട് ഓഫ് ഐ ബാൻഡ്, ഐ ബാൻഡിന്റെ സെൻട്രൽ പാർട്ടാണ് സെഡ് ലൈൻ, എം ലൈൻ അല്ല കേട്ടോ, എം ലൈൻ അല്ല, സെഡ് ലൈൻ. അപ്പൊ ഡി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, സെൻട്രൽ പാർട്ട് ഓഫ് എ ബാൻഡ് ഏതാ? എച്ച് സോൺ. ഓക്കെ, എച്ച് സോൺ ആണ് സെൻട്രൽ പാർട്ട് ഓഫ് എ ബാൻഡ്. ഓക്കെ, ഐ ബാൻഡ് സെഡ് ലൈൻ ആണ് വരിക കേട്ടോ. ഡി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, 7 ഇതാരാണ്? ശ്രീലക്ഷ്മി 7 നോക്കിയാൽ യു ഷേപ്ഡ് ബോൺ പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി. ഹയോയിഡ് ബോൺ. ഓക്കെ, നമ്മൾ പറഞ്ഞേ ഹാങ് ചെയ്യുമ്പോൾ പൊട്ടുന്ന ബോണാണ് എന്ത്? ഹയോയിഡ് ബോൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ടെക്സ്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബബിക 8. ആ, ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യന്. ശരി, പോട്ടെ, നോക്കാം. എനിക്ക് ഈ എന്താണെന്നറിയോ? ടെക്സ്റ്റ് നോക്കി പറ, കുഴപ്പമൊന്നുമില്ല. ഫ്രോണ്ടൽ ബോൺ, ഈ ഫ്രോണ്ടൽ ബോൺ. ഡി എന്താ? പാരേറ്റൽ ബോൺ. എഫ് എന്താ? ടെമ്പറൽ ബോൺ. ബി എന്താ? ബാക്കിലുള്ളത് ഓസിപ്പിറ്റൽ ബോൺ. ഈ സാധനം ഇത്രയും ബോണുകൾ പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും ബോൺ പഠിക്കുക. പിന്നെ ഈ താഴത്തെ കിടക്കുന്ന ഈ സാധനം മാൻഡിബിൾ ആണെന്ന് പഠിക്കുക. പിന്നെ ഈ എ മൂക്കിന്റെ ജസ്റ്റ് ഈ ഒരു സൈഡിലുള്ള ബോൺ, അത് സ്പീനോയിഡ് ബോണാണ് കേട്ടോ. സ്പീനോയിഡ് ബോൺ. അപ്പൊ എ ഈ സ്പീനോയിഡ് ബോൺ നോക്കി തളിച്ചു സാറേ. എ സ്പീനോയിഡ് ബോൺ ആണ്, ബി ഓസിപ്പിറ്റൽ ബോൺ ആണ്, സി സൈഗോമാറ്റിക് ആണ്, ഡി പാരേറ്റൽ, ഇ ഫ്രോണ്ടൽ, എഫ് ടെമ്പറൽ. സി ആണ്. ഓപ്ഷൻ സി അല്ല ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അഡ്മിറ്റ് സാർ. ഞാൻ നോക്കി 9 നോക്കി. ഓ, അത് കുറച്ച് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഒരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞത്. നോക്കിടാ, നോക്കി വെർട്ടബ്രൽ കോളം ഹാസ് 10 thoracic vertebrae. കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, വെർട്ടബ്രൽ കോളത്തിൽ എത്ര thoracic vertebrae ഉണ്ട്? 12 ആണ് അല്ലേ. അപ്പൊ എ കറക്റ്റ് അല്ല. നോക്കി, ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ ഈസ് എ ഫൈബറസ് ജോയിന്റ്. കറക്റ്റ് ആണോ? ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് ആണ്. അല്ലേ ആണോ ചോദിച്ചാ? അല്ലേ ചോദിച്ചാ? ഏതാണ്? എടാ, ഫൈബ്രസ് ജോയിന്റ് പറഞ്ഞാൽ മൂവ്മെന്റ് ഇല്ലാത്ത ജോയിന്റ്. അത് ഏതിലേ ഉള്ളൂ? സ്കള്ളിലേ ഉള്ളൂ. ഓക്കെ, വെർട്ടിബ്രൽ കോളത്തിന്റെ ഇടയിലുള്ള ജോയിന്റ് ഏതായിരുന്നു? നമ്മുടെ കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്. നീ അതിൽ കൺഫ്യൂസ്ഡ് ആയ കാർട്ടിലേജിനസ് ജോയിന്റ്. ഓക്കെ, സി നോക്കിയേ, ഡിക്രീസ്ഡ് ലെവൽ ഓഫ് പ്രൊജസ്ട്രോൺ കോസസ് ഓസ്റ്റിയോപോറോസിസ് ഇൻ ഓൾഡ് പീപ്പിൾ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്. റീസൺ എന്താ? പ്രൊജസ്ട്രോൺ അല്ല, ഈസ്ട്രജനാ. ഈസ്ട്രജൻ കുറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാ? വയസ്സാകുമ്പോൾ എന്ത് പറ്റും? മെനോപോസ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈസ്ട്രജൻ കുറഞ്ഞിട്ട് ഓസ്റ്റിയോപോറോസിസ് സംഭവിക്കും. ഓക്കെ, സിഒ അല്ല. ഓക്കെ, അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇൻ ദ ജോയിന്റ് കോസസ് ഇൻഫ്ലമേഷൻ ആണ്. കറക്റ്റ് ആണ്. അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ, അതിന് പറയുന്നത് ഗൗട്ട്. ഓക്കെ, കോസസ് ദെയർ ഇൻഫ്ലമേഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതിന്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. ഓക്കെ, 10 ഞാൻ പറയാം. നോക്കി, എച്ച് സോൺ ഇൻ സ്കെലിറ്റൽ മസിൽ ഫൈബേഴ്സ് ഈസ് ഡ്യൂ ടു എന്താ? എച്ച് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സാധനമാണ്. ഇവിടെ ആക്റ്റിൻ ഉണ്ടായിരിക്കും, ഇവിടെ മയോസിൻ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ ആക്റ്റിൻ, ഇത് സെഡ് ലൈൻ അല്ലേ, സെഡ് ലൈൻ. ഇവിടെ വീണ്ടും മയോസിൻ ഉണ്ട്, മയോസിന്റെ ഇടയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആക്റ്റിൻ നിൽക്കുന്നുണ്ട് അല്ലേ. ഇവിടെ 2 സെഡ് ലൈൻ ഉണ്ട്. ഇതാണ് സാർക്കോമിയർ അല്ലേ. ഈ റീജിയൻ പറയുന്നവരാണ് സെഡ് അല്ല എച്ച് സോൺ അല്ലെ. സെൻട്രൽ പോർഷൻ ഓഫ് ദ ഏത് ബാൻഡ്? എ ബാൻഡ്, വിച്ച് ഈസ് നോട്ട് ഓവർലാപ്ഡ് ബൈ ദ ആക്റ്റിൻ ഫിലമെന്റ്. അപ്പൊ ഏതാണ്? എച്ച് സോൺ ഈസ് എ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ് എക്സ്റ്റെൻസ് ത്രൂ ദ മയോസിൻ ഇൻ ദ എ ബാൻഡ്. നോക്കട്ടെ ഒരു സെന്റ്. എക്സ്റ്റൻഷൻ ഓഫ് മയോസിൻ ഫിലമെന്റ്സ് ഇൻ ദ സെൻട്രൽ പോർഷൻ ഓഫ് എ ബാൻഡ്. ആബ്സെൻസ് ഓഫ് മയോസിൻ ഇൻ ദ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ മയോസിൻ ഫിലമെന്റ്സ് ഇൻ ദ എ ബാൻഡ്. സെൻട്രൽ ഗ്യാപ്പ് ആണ്. ഓക്കെ, സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ്സ് ഇതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ്, ആക്റ്റിൻ ഫിലമെന്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ്.
ഓക്കെ, എക്സ്റ്റെൻഡിങ് ത്രൂ ദ മയോസിൻ ഫിലമെന്റ്. മയോസിൻ ഫിലമെന്റ് മാത്രം അവിടെ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓപ്ഷൻ ആ which of the following is correctly matching of three items and their grouping capacity? ഇത് ആക്ച്വലി എല്ലാ കുറേ ചാപ്റ്ററോട് ഒരുമിച്ചുള്ള സാധനമാണ്. മാലിയസ് ഇൻഗസ് സൈറ്റ് ഇതാണ്ട് ഈ ആ നോക്കടാ, ഇതിലിറങ്ങി ഏതാ തോന്നുന്നേ കറക്റ്റ് ആയിട്ട്? അല്ല, അത് ഇറോസിക്കിളാ. കറക്റ്റാ. മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് ആണ്, കോക്ലിയ അല്ല. ഇയറോസിക്കിൾ അല്ല, കോക്ലിയ ഇയറിലാണ്, പക്ഷെ ഇയറോസിക്കിൾ അല്ല. ഇപ്പൊ ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? വേറെ ഓപ്ഷൻ ഒന്നുമില്ലേ? ഇത് നോക്ക്, ഇലിയ വിസിയ പ്യൂബിസ്, കോക്സൽ ബോർഡ് ഓഫ് പെൽവിക് ഗിഡിൽ. കറക്റ്റ് അല്ലേ? കോക്സൽ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെച്ചാൽ ഫ്യൂഷൻ ഓഫ് ഇലിയം മിസിയം ഫിബിസ്. ആകെ 3 ബോൺ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? കോക്സൽ ബോൺ ഉണ്ടാവുക അറിയില്ലേ? അപ്പൊ ഇതല്ലേ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് വരുന്നത്. ഇത് ഇയറോസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലിയ ഇല്ല, മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് മാത്രമേ ഉള്ളൂ, കോക്ലിയ ഇല്ല. കോക്ലിയ ഇയറിന്റെ അകത്ത് തന്നെയാണ്, പക്ഷെ കോക്ലിയ ഈസ് നോട്ട് എ ബോൺ. കോക്ലിയ എന്തല്ല, ബോൺ അല്ല. കോക്ലിയ ഈസ് എ ട്യൂബുലാർ സ്ട്രക്ചർ ആണ്, ബോൺ അല്ല കേട്ടോ. ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. കോക്സൽ ബോർഡ് ആണ്. ഓക്കെ, കോക്സൽ ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയം മിസിയം പ്യൂബിസ്. എ ആണ് കേട്ടോ ആൻസർ. 11ന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്ക് കുറെ ഓപ്ഷൻസ് വരുമ്പോഴുള്ള പ്രശ്നമാണ് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ്, മറ്റേ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ കണ്ടുപിടിക്കുക, അസേർഷൻ, റീസണിങ്, ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് തെറ്റിപ്പോവും. നീട്ടിന് നിങ്ങളെ ടെക്സ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരുള്ളൂ, പേടിക്കൊന്നും വേണ്ട. NCERT വിത്തിൻ NCERT ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങളെ മാക്സിമം തെറ്റിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ എത്ര പേരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? നീറ്റിന് എത്ര രജിസ്ട്രേഷൻ വരുന്നറിയോ? 21-22 ലക്ഷം പേരാണ് നീറ്റിന് രജിസ്റ്റർ ചെയ്യുക. കേരളത്തിൽ എത്ര MBBS സീറ്റ് ഉണ്ടെന്ന് അറിയോ? മെഡിസിൻ എത്ര സീറ്റ് ഉണ്ട് ഗവൺമെന്റ് സെക്ടറിൽ? ഗവൺമെന്റിലുള്ളത് 1300, മാക്സിമം 1300, 1200 സീറ്റേ ഉള്ളൂ. പുതിയ കോളേജ് എല്ലാം കൂടെ തട്ടിക്കൂട്ടിയ. അപ്പൊ 23 ലക്ഷത്തിൽ നിന്ന് സോർട്ട് ചെയ്യാൻ പോണത് നിങ്ങളൊരു 1000-1500 പേരെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരു 80,000 സീറ്റ് എന്തേ ഉള്ളൂ. 22 ലക്ഷത്തിൽ നിന്ന് സോർട്ട് ചെയ്യേണ്ടത് 80,000 സീറ്റാണ്. അപ്പൊ മാക്സിമം നിങ്ങളെ തെറ്റിക്കാനേ ശ്രമിക്കുള്ളൂ. പരീക്ഷ അങ്ങനെ ടഫാക്കാൻ പറ്റൂല. ഓക്കെ, NCERT ഔട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പുറത്തുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. ആരും എഴുതില്ല, NCERT ഔട്ടൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ല. ഓക്കെ, ആരും പഠിക്കില്ല. പരീക്ഷ ടഫായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടഫായി, എല്ലാവർക്കും മാർക്ക് പറഞ്ഞു. റാങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, റാങ്കിങ് എക്സാമാ. ഓക്കെ, നോക്കാം. അപ്പോൾ 11ന്റെ ആൻസർ ഓപ്ഷൻ ചെയ്യാണ്ടോ. ഓക്കെ, 12 എൽബോ ജോയിന്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ്. എൽബോ ജോയിന്റ് എന്ത് ജോയിന്റാ? എൽബോ ജോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിന്റ് അല്ലേ? എ അല്ലേ? ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, എൽബോ ജോയിന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിന്റ്. ഓക്കെ, 13. Which of the following items gives you the correct total number? കറക്റ്റ് ആയിട്ട് ഏതാണ് ഉള്ളത്? ഓക്കെ, കറക്റ്റ് ആയിട്ട് എത്രയാണ്? ടൈപ്പ് ഓഫ് ഡയബറ്റീസ്. ആക്ച്വലി ഡയബറ്റീസ് 2 ഉള്ളൂ. ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും. 3 ഡയബറ്റീസ് ഇല്ല, അപ്പൊ അത് തെറ്റാ. സെർവിക്കൽ വെർട്ടിബ്രേ എത്രയാ? 8 ആണോ? 7. C7 അല്ലെ? C7, T12, L5, S1, C1 അങ്ങനെ വരുന്നത്. ഓക്കെ, സെർവിക്കൽ വെർട്ടിബ്രേ 7 ഉള്ളൂ. ഓക്കെ, ഫ്ലോട്ടിംഗ് റിബ്സ് ഇൻ ഹ്യൂമൻസ്. ഫ്ലോട്ടിംഗ് റിബ്സ് എത്ര ഉണ്ട്? 11, 12 അല്ലേ ഫ്ലോട്ടിംഗ് റിബ്സ്? അത് 4 ഉണ്ടോ? ഉണ്ട്, 4 ഉണ്ട്, 2 സൈഡും ഇല്ലേ? 11, 12 ഇവിടെ ഉണ്ട്, 11, 12 ഇവിടെ ഉണ്ട് അല്ലേ? മൊത്തം എത്ര ഉണ്ട്? 4 റിബ്സ് ഉണ്ട്, ഫ്ലോട്ടിംഗ് റിബ്സ് അല്ലേ? ആക്ച്വലി C ആണ് അതിന്റെ ആൻസർ കേട്ടോ. 4 ഫ്ലോട്ടിംഗ് റിബ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓക്കെ, അമിനോ ആസിഡ്സ് 20 എണ്ണമുള്ള കേട്ടോ. നമുക്ക് +2 പഠിക്കും. അമിനോ ആസിഡ്സ് 20 എണ്ണം, ഇയറോസിക്കിൾസ് 3 എണ്ണം ഉള്ളേ. ഓക്കെ, 14 നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അനാട്ടമിക്കലി കറക്റ്റ്? ഏതാ? കോളർ ബോൺസ്. കോളർ ബോൺ എന്ന് പറഞ്ഞാൽ ഈ സാധനം ക്ലാവിക്കിൾ. എത്ര 3 പേരുണ്ടാ? ഇല്ല, ആകെ 2 ഉള്ളൂ അല്ലേ? 2 ഉള്ളൂ, ഒറ്റ പേരേ ഉള്ളൂ അല്ലേ കോളർ ബോണ്? അപ്പൊ തെറ്റാ. സലൈവറി ഗ്ലാൻഡ് ഒരു പേർ അല്ല. സലൈവറി ഗ്ലാൻഡ് 3 എണ്ണം ഉണ്ട് കേട്ടോ, 3 പേരുണ്ട്. മാൻഡിബുലാർ, സബ് മാൻഡിബുലാർ, സബ്ലിംഗ്വൽ, അങ്ങനെ. ഓക്കെ, പഠിക്കും. ഓക്കെ, ക്രേനിയൽ നെർവ്സ് പോലെ. ക്രേനിയൽ നെർവ്സ് 10 പേഴ്സ്. ട്രൂ റിബ് 5 പേരുണ്ടാവും. ട്രൂ റിബ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്?
7 പെയറാണ് അല്ലേ. ഫസ്റ്റ് 7 pairs ഓഫ് റിബ്സ് ആർ ട്രൂ റിബ്സ്. ഫാൾസ് റിബ്സ് എത്ര പെയർസ് ഉണ്ട്? ഫാൾസ് റിബ്സ് അല്ലെങ്കിൽ വെർട്ടിബ്രോ കോൺട്രൽ റിബ്സ് 3 എണ്ണം ഉണ്ട് അല്ലെ, 3 പേരല്ലേ. ആക്ച്വലി ആൻസർ ഫാൾസ് റിബ്സ് ഇ ആണ് കേട്ടോ ആൻസർ. കാരണം ഏതാ 8ഉം 9ഉം 10ഉം പെയർ ഓഫ് റിബ്സ് ആണ് ദാറ്റ് ഫ്യൂസസ് വിത്ത് 7ാമത്തെ റിബ് അല്ലേ, ആൻഡ് ദേ ജോയിൻസ് വിത്ത് ദ സ്റ്റേർണം. അതുകൊണ്ടാണ് ഒരു ഫാൾസ് റിബ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കിടാ. ദ കോൺട്രാക്ടൽ പ്രോട്ടീൻ ഓഫ് എ സ്കെലിറ്റൽ മസിൽ ഇൻവോൾവ് ഇൻ ATP ACE ആക്ടിവിറ്റി. ഇതിൽ ഏതിലാണ് ATP ACEന്റെ ആക്ടിവിറ്റി ഉള്ളത്? ഏതിലാ നമ്മൾ ആകെ കോൺട്രാക്ടൽ പ്രോട്ടീൻ പഠിക്കുന്ന 2 എണ്ണം, ആക്ടിൻ ഉണ്ട് മയോസിൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതിലാ? മയോസിന്റെ ഹെഡിലല്ലേ നമ്മൾ 3 സൈറ്റ് പഠിച്ചത്. ATP ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്, ആക്ടിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് ഉണ്ട്, ATP ACEന്റെ ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ അതിന് ആൻസർ. ഓപ്ഷൻ സി ആണ്. നോക്കിടാ 16 നോക്കി. അക്രോമിയോൺ പ്രോസസ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഫൗണ്ട് ഇൻ. മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു. അക്രോമിയോൺ എവിടെയുള്ളത്? ഈ പെക്ടറൽ ഗീഡില് എവിടെയാ? സ്കാപ്പുലയുടെ അറ്റത്താണ് ഉള്ളത് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സ്കാപ്പുലയിൽ ഉള്ള ഒരു പ്രൊജക്ഷൻ ആണ് അക്രോമിയോൺ പ്രോസസ്. ഓക്കെ, അപ്പൊ ഏതാണ്? പെക്ടറൽ ഗീഡിൽ ഓഫ് മാമൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി. കറക്റ്റ്ലി മാച്ച്ഡ് ഏതാ? ഹിഞ്ച് ജോയിന്റ് ബിറ്റ്വീൻ വെർട്ടിബ്രേ അല്ല, ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ബോൺസ്. കറക്റ്റ് അല്ലേ? ഗ്ലൈഡിംഗ് ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ബോൺസ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലിഗമെന്റ്സ് ആർ ടോൺ? ഔട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാലും പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ ചോദിക്കൊന്നുമില്ല. ഓക്കെ, പണ്ടൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലിഗമെന്റ്സ് ആർ ടോൺ? ലിഗമെന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന വള്ളിയാണ് ലിഗമെന്റ്. ഓക്കെ, 2 ബോണിനെ ഇങ്ങനെ പിടിച്ച് 2 ജോയിന്റില്ലേ, ഇപ്പൊ നിങ്ങളുടെ ഇവിടെ എന്തുണ്ട്? മുട്ടിന്റെ ബോണ വിചാരിച്ചോ, ഇത് ഫീമർ, ഇത് ടിബിയ, ഇത് രണ്ടും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഒരു ക്രൂഷ്യേറ്റ് ലിഗമെന്റ് ഉണ്ട്. ഇതിന് പറയുന്നത് ACL, ബാക്ക് ഉള്ളതിന് PCL എന്നൊക്കെ പറയും. ഓക്കെ, ഈ ലിഗമെന്റ് എന്ത് ചെയ്യും? ഇതിനെ നേരെ ഫിക്സ് ചെയ്ത് വെക്കും. വൺസ് ഈ ലിഗമെന്റ് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിന്റെ മൂവ്മെന്റ് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും. ഓക്കെ, എന്തായിരിക്കും? ബോൺ വിൽ ബി ലെസ് മൂവബിൾ അറ്റ് ദ ജോയിന്റ്സ് ആൻഡ് പെയിൻ വിൽ ബി ഡെവലപ്ഡ്. അതാണ് ആൻസർ കേട്ടോ. ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ എന്താണ്? മര്യാദയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, പെയിന് കൂടുതലായിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ അതിന്റെ ആൻസർ. 19 ഔട്ട് ക്വസ്റ്റ്യൻ ആണ്, വേറെ എടുത്തുതരാം. ഓക്കെ, കാട്ടിൽ 19 20 19 20 ഔട്ടാണ്. നോക്കണ്ട, വേറെ എടുക്കാം, ഡിസ്കസ് ചെയ്യാം. താഴ്ത്തിക്കോ ആ ക്വസ്റ്റ്യൻ ഇത് വേണ്ട, 1 വേണ്ട, 2 രണ്ടാമത് നോക്കിടാ. തിക്ക് ഫിലമെന്റിന്റെ മസിൽ ഈസ് എ പോളിമറൈസ്ഡ് പ്രോട്ടീൻ. തിക്ക് ഫിലമെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തിക്ക് ഫിലമെന്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് എന്താണ്? വെറും മയോസിൻ ആണോ? മീറോ മയോസിൻസ് അല്ലേ. നമ്മൾ പറഞ്ഞല്ലേ പോളിമേഴ്സ് ഓഫ് മോണോമറിക് യൂണിറ്റ് നോൺ ആസ് മീറോ മയോസിൻസ് കേട്ടോ. രണ്ടിന്റെ ആൻസർ എ ആണ്. ഓക്കെ, 3 നോക്കിയേ. കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് നോർമൽ ഹ്യൂമൻ. സ്കൾ ഈസ് ഡൈക്കോണ്ടിലിക്. അതിങ്ങനെ ടെക്സ്റ്റിലുണ്ട്, സ്കൾ ഡൈക്കോണ്ടിലിക്കാ. നമ്മൾ എന്ത് പറഞ്ഞു? ഓസിപിറ്റൽ ലോബിനെ ഫിക്സ് ചെയ്യുന്നത് എന്ത് വെച്ചാൽ 2 കോണ്ടൈൽസ് വെച്ചാണെന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? വെർട്ടബിൾ കോളവും സ്കള് നമ്മൾ ഫിക്സ് ചെയ്യുന്ന 2 ഉണ്ട വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ സ്കൾ ഈസ് എ ഡൈക്കോണ്ടിലിക് സ്കൾ ടെക്സ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. മെറ്റാ കാർപ്പൽസ് ആർ 5 ഇൻ നമ്പർ. കറക്റ്റ് അല്ലേ? ബി കറക്റ്റാ. ഓക്കെ, ബി കറക്റ്റ് ആണ്. ഈ പറ്റല ഈസ് എ കപ്പ് ഷേപ്ഡ് ബോൺ കവറിംഗ് ദ നീ ഡോർസലി. സി അവിടെ നിൽക്കട്ടെ. ഡോർസലാണ് വെൻട്രലി. ഡോർസലി കവറിംഗ് ദ നീ ഡോർസലി. വെൻട്രലിയാണ്, നീനെ വെൻട്രലിയാ കവർ ചെയ്യുന്നത്. അപ്പൊ സി ഈസ് റോങ് കേട്ടോ. സി റോങ് ആണ്. വെൻട്രലി അല്ലേ കവർ ചെയ്യുന്നത്? ഫ്രണ്ട് ഭാഗത്തല്ലേ കവർ ചെയ്യുന്നത്? നീ ബാക്കിൽ കവറിംഗ് ഒന്നും ഇല്ലല്ലോ, പറ്റില്ല. ഓക്കെ, സി ഈസ് റോങ്. ഡി നോക്കിയേ. സ്കാപ്പുല ഇസ് എ ലാർജ് ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ സിറ്റുവേറ്റഡ് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് thorax. ആണോ? വെൻട്രൽ സൈഡാ ഇവിടെയുള്ളത്? അല്ല, ബാക്കിലല്ലേ, ഡോർസൽ സൈഡിലുള്ളത് അല്ലേ. അപ്പോൾ ഡിയും റോങ് ആണ്. സി ആൻഡ് ഡി റോങ് ആണ്. ഈ നോക്കിയേ. പെൽവിക് ഗീഡിൽ ഹാസ് 2 കോക്സൽ ബോൺ. കറക്റ്റ് അല്ലേ? ഒരു കോക്സൽ ബോൺ ഇവിടെ ഉണ്ടാവും, ഒരു കോക്സൽ ബോൺ ഇവിടെ ഉണ്ടായിരിക്കും. ഈച്ച് കോക്സൽ ബോൺ ഇസ് മേഡ് അപ്പ് ഓഫ് ഇലിയം, മീസിയം, പ്യൂബസ് അല്ലേ. അപ്പൊ സി ആൻഡ് ഡി ആർ റോങ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. കഴിഞ്ഞു. ഡി ആണ് ആൻസർ. എന്തേലും ഡൗട്ടുകൾ ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി വൈകുന്നേരം കാണാം. 7 മണിക്കാണ് ക്ലാസ്. 7 മണിക്കല്ലേ? ഇതെടുക്കാം കേട്ടോ. മറ്റേ എക്സ്ക്രീഷൻ, റീനൽ സിസ്റ്റം എടുക്കാം. എക്സ്ക്രീഷൻ, കിഡ്നി, ആ സാധനം എടുക്കാം കേട്ടോ.
ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ ബൈ ബൈ.